യെസ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. എന്താ വിശേഷങ്ങൾ? നല്ല വിശേഷം. യെസ്. കാക്കു എവിടെ ഉണ്ട്? ഞാനിപ്പോ നാട്ടിലുണ്ട് സാർ. നമസ്കാരം. നാട്ടിലുണ്ടോ? നമസ്കാരം. കുറെ ദിവസമായാലും കണ്ടിട്ട്. രാവിലത്തെ ക്ലാസ്സിന് എന്താ വരാത്ത? രാവിലെ നെറ്റ് കട്ടായിരുന്നു, പിന്നെ ഇതായിട്ട് കറണ്ടും ഇല്ലായിരുന്നു. രാവിലത്തെ ക്ലാസ്സിന് കാണുന്നില്ല കേട്ടോ. രാവിലെ കറണ്ടും ഇല്ലായിരുന്നു, നെറ്റും കട്ടായിരുന്നു. ഇന്ന് രാവിലെ, ഇന്നലൊക്കെ ഉണ്ടായിരുന്നു. അതെ. വേറെ ആരൊക്കെ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ? ഒന്ന് വീഡിയോ ഒക്കെ ഓണാക്കി ഒന്ന് പരിചയപ്പെട്. പുതിയ ആളുകളൊക്കെ പരിചയപ്പെടാൻ എനിക്ക് വലിയ താല്പര്യമുള്ള ആളാണ്. ഇതാണ് ആരൊന്നും മിണ്ടാത്ത? കുട്ടി ട്രെയിനിലാണോ? ഹായ് സർ. യെസ്, ബ്രിജിത്ത്. എൻ്റെ പേര് ബ്രിജിത്ത് എന്നാണ്. ഞാൻ എറണാകുളം ആണ് സ്ഥലം. എറണാകുളത്ത് എവിടെ? എറണാകുളം തൃപ്പൂണിത്തുറ. എന്താ പരിപാടികള്? ഞാൻ കണ്ടന്റ് സ്ട്രാറ്റജിസ്റ്റ് ആണ്. എന്തിന്റെ കണ്ടന്റ് സ്ട്രാറ്റജിസ്റ്റ്? കണ്ടന്റ് അല്ലേ? കണ്ടന്റ് വീഡിയോ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, വെരി ഗുഡ്. മറ്റേ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ആണോ ചെയ്യുന്നത് അതോ കൂടുതൽ? നമ്മള് 360 ഡിഗ്രി എല്ലാം ചെയ്യും സർ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലാതെ തിയേറ്റർ ആഡ്സ്, CTV എല്ലാം ചെയ്യും. എന്താ കമ്പനിയുടെ പേരെന്താ? റിവൈബ് മാർക്കറ്റിംഗ്. റിവൈബ്. എവിടെ ഓഫീസ് എവിടെ വരുന്നത്? തൃപ്പൂണിത്തുറ തന്നെയാണ്. സന്തോഷം. യെസ്, ബാക്കിയുള്ളവരൊന്നും എന്നെ പരിചയപ്പെടുന്നില്ല. അവരെന്തൊന്നും മിണ്ടാത്ത? നിങ്ങളിതൊക്കെ ഒരു ചർച്ചാ വിഷയമാക്കേണ്ട സ്ഥലല്ലേ? അനീഷ്, എന്ത് വിശേഷങ്ങള്? അനീഷ് കെ പുതിയ ആളാണല്ലോ, ഞാൻ ശ്രദ്ധയപ്പെട്ടിട്ടില്ലല്ലോ ഇതുവരെ. ആദ്യം ഒന്ന് ജോയിൻ ചെയ്ത ആളാണല്ലോ. ഓരോരുത്തരുടെ പേര് പറഞ്ഞു വിളിച്ച് സംസാരിക്കണോ ഞാൻ? Yes, come on guys, it's 9 o'clock. Shall we start? തുടങ്ങാം. ഒന്ന് വീഡിയോ ഒക്കെ ഓൺ ആവട്ടെ. എന്തൊക്കെയാണ് നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടും. ഞാൻ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയുന്നു, സംസാരിക്കുന്നു. ബേസിൽ തോമസ് എന്താ ഡ്രാക്കുളയുടെ ഫോട്ടോ ഒക്കെ ഇട്ടിരിക്കുന്നത്? അത് ബേസിലിന്റെ ഫോട്ടോ തന്നെയാണോ? യെസ് യെസ്. വേർട്ടിക് എന്താണ് എന്നും മിണ്ടാതിരിക്കുന്ന എല്ലാവരും? അനീഷ എന്താണ് ആരും കുട്ടികളൊന്നും മിണ്ടുന്നില്ല? ചാറ്റ് ഇങ്ങനെ ഇരുന്നോ? ചാറ്റ് ഇടുന്നോ ബേസിലെ? ഇതൊരു മുഖം കാണിക്കരുത് കേട്ടോ. മുനീർ ആരാണ്? മുനീർ നമ്മുടെ കോൾഡ് സ്റ്റോറേജ് അല്ലേ? യെസ് യെസ്. മുഹമ്മദ് അലി. ഒരാളുണ്ട്. ആരെ? ബിപിൻ രാജാണോ? തീരെ പരിചയമില്ല, എന്താ ചെയ്യാ? മുഹമ്മദ് അലി എന്താണ് പരിപാടികള്? പരിചയമില്ലാത്ത ഓരോരുത്തരെ ഇങ്ങനെ പരിചയപ്പെടാ ഞാൻ. പരിചയമില്ലല്ലോ. നിന്നെ തീരെ പരിചയമില്ല. ആരാ? താനാരാ? എവിടെ ഉള്ളതാ? അല്ല, ജുഹേനൊക്കെ വേറെ പണിയൊന്നുമില്ലേ?
തിരിച്ചു വെക്ക് ജുഹൈന, തിരിച്ചു വെക്ക് ജുഹൈന. സാറിനില്ലല്ലോ. ഏതോ ഞാൻ സത്യം പറഞ്ഞ ഇന്നിപ്പോ ഒരു പണിയില്ലാത്തോണ്ട് അറ്റൻഡ് ചെയ്തത്. എനിക്കൊന്നും ഇല്ല, അതുകൊണ്ടാണ് അറ്റൻഡ് ചെയ്തത്. അല്ല, ഇപ്പോഴാണ് ലിങ്ക് ചോദിച്ചിരിക്കുന്നത് വിപിൻ രാജ്. ആളാണ് വർത്തമാനം പറഞ്ഞവിടെ കിടന്നിട്ട്. ഇല്ല ജുഹൈന, നമ്മള് പണിന്റെ ഇടയിൽ കൂടി വന്നിരിക്കണേ, അതാണ്. അതെ അതെ, ഇതാണ് മെയിൻ പണി. ഞാനൊരു ബേസിക്കലി പുതിയ മെയിൻ പണി. ഞാനൊന്ന് പുതിയ ആളെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ്. അതാരാ പുതിയ ആള്? പരിചയപ്പെടാൻ ആള് അതാണ് പുതിയ എന്റെ വയസ്സിനെ തന്നെ. വൈഫിനെയാ? വെരി ഗുഡ്. നിങ്ങളവിടെ വീട്ടിലല്ലേ? ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ കളറൊക്കെ വീട്ടിലാണ്. വീട്ടിൽ അത് വരെ ലൈറ്റ് ഇട്ടിട്ട്. ആ, ഓക്കെ. ശരി 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 ശരി. എനിക്ക് പിന്നെ തീരെ പരിചയമില്ലാത്തോണ്ട് വിപിൻ രാജിന്റെ വൈഫിനെ. സോ എന്താ വിശേഷങ്ങൾ? ഇന്നലെ ആരും ഒന്നും മിണ്ടുന്നില്ല. ചോദിച്ചു കഴിഞ്ഞ ഒന്ന് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്താൻ പോലും ഒന്നും വരുന്നില്ല. എന്താണ് ഇത് മോശം? നമ്മളെ ചെവിയിലച്ചോ ക്ലാസ് വെറുതെ അറ്റൻഡ് ചെയ്താണ്. ആ, ക്ലാസ് വെറുതെ അറ്റൻഡ് ചെയ്താൽ മതി. അങ്ങനെ വെറുതെ അറ്റൻഡ് ചെയ്യാനൊന്നും ഇവിടെ കൊടുക്കുന്നില്ല. വേണമെങ്കിൽ അറ്റൻഡ് ചെയ്താൽ മതി. വിലക്ക് അറ്റൻഡ് ചെയ്യണം. റിയാസ്, മുഹമ്മദ് റിയാസ് സാർ, പറയൂ, താങ്കളെ കുറിച്ച് പറയൂ. എനിക്കറിയില്ല. എന്റെ പേര് മുഹമ്മദ് റിയാസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ്. ഒരു 3-4 വർഷത്തെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പൊ സ്വന്തമായിട്ടൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. രജിസ്ട്രേഷൻ വർക്കുകളൊക്കെ ആയി. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഓക്കെ. മുഹമ്മദ് റിയാസ് ആണ് എന്നെ സംസാരിച്ചിരുന്നത്. അതെ അതെ. അല്ല, ഞാൻ സംസാരിച്ചിട്ടില്ല. എവിടെ? തൃശ്ശൂരാ? തൃശ്ശൂർ. എന്ത് പ്രൊജക്റ്റ് ആണ് ഇപ്പൊ ചെയ്യാൻ തുടങ്ങുന്നത്? പ്രൊജക്ട് ഗോൾഡൻ ഡയമണ്ട് ആണ്. പ്രൊഡക്റ്റ് ഗോൾഡൻ ഡയമണ്ട് ജ്വല്ലറി. ഡയമണ്ട് ജ്വല്ലറി. ഓക്കെ. അപ്പൊ ജുഹൈന, നമ്മൾ ഇന്നലെ എന്തൊക്കെ സംസാരിച്ചേ? ആരാ പറയുന്നത്? അനീഷിനെ കൊണ്ട് സംസാരിക്കുന്നത് പറയിപ്പിക്കാം നമുക്ക്. അനീഷെ പറയൂ, ഇന്നലെ എന്തൊക്കെ നമ്മൾ സംസാരിച്ചു എന്നുള്ളത്. കുറെ നമ്മുടെ പുതുമുഖങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ, കുറെ ആളുകളൊന്നും വന്നിട്ടില്ലല്ലോ. എന്ത് പറ്റി? കുറെ ആളുകൾ മിസ്സിംഗ് ആണല്ലോ. നിഷ ഒന്ന് ഗ്രൂപ്പിലൊന്ന് മെസ്സേജ് പോട്ടെ. യെസ് അനീഷ് പറയും. നമ്മളിതിൽ സെയിൽസിനെ കുറിച്ചിട്ടാണ് ഇന്നലെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ സെയിൽസ് ചെയ്യുമ്പോൾ ഒരു ഇമോഷണലായിട്ട് സെയിൽസ് ചെയ്യാനാണെന്ന് പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് അല്ല, പേഴ്സണൽ ബ്രാൻഡ്, അതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ സ്റ്റാഫിനോട് നമ്മളൊരു എമ്പതി ഉണ്ടാവണമെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ സെല്ല് ചെയ്യുമ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ കസ്റ്റമറിന്റെ പെയിൻ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു. അതേപോലെ തന്നെ നല്ലൊരു ലിസണർ ആവുക. പിന്നെ ഒരു 5 കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാക്ട്, അതേപോലെ തന്നെ ഒപ്പീനിയൻ, പിന്നെ നീഡ്, പിന്നെ നമ്മൾ അവരുടെ പ്രോബ്ലംസ്, പിന്നെ അതിന് ഫീലിങ്സ്. അത് കഴിഞ്ഞിട്ട് ഒരു പോഗോ ക്വസ്റ്റ്യൻ എന്നുള്ള ഒരു 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേഴ്സണൽ ക്വസ്റ്റ്യൻ, അതേപോലെ തന്നെ ഓർഗനൈസേഷൻ, പിന്നെ ഗോൾഡ് ഓറിയന്റഡ്, പിന്നെ ഒബ്സ്റ്റിക്കൽ. ഇതിനെ 4 കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് സാർ ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും? ഇന്ന് പറഞ്ഞത് പ്രസന്റേഷൻ, സെയിൽസ് പ്രസന്റേഷൻ. ഏറ്റവും വലിയ അബദ്ധം ചെയ്യുന്ന ഏരിയ നമുക്കൊക്കെ ചെയ്യേണ്ടതാണ് സെയിൽസ് പ്രസന്റേഷൻ. ആളുകളോട് നമ്മൾ, കസ്റ്റമറോട് നമ്മൾ നിർബന്ധമായും സംസാരിച്ചേ മതിയാവൂ. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം, ചില ആളുകളൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ചിരി വരും. കാരണം അവരുടെ പ്രസന്റേഷൻ തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇത് ഒരു വട്ടം എത്താൻ പോകുന്നില്ല, ഏത് വട്ടവും എത്താൻ പോകുന്നില്ല എന്നൊരു ഐഡിയ നമുക്ക് അപ്പോഴേ കിട്ടും. കാരണം പല ആളുകളും പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യത്തിൽ ചെയ്യില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഈ സെയിൽസ് എന്ന് പറയുന്ന പ്രോസസ്സിന് ഒരു ഫ്രണ്ട് എൻഡ് ഉണ്ട്, ഒരു ബാക്ക് എൻഡ് ഉണ്ട്. ഈ ഫ്രണ്ട് എൻഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ ആളുകളോട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നു, ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു, നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു, ആളുകളോട് സംസാരിക്കുന്നു, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണെന്ന് വെച്ചോ. എന്നാൽ ബാക്ക് എൻഡ് എന്ന് പറയുന്നത് എന്താ?
ബാക്ക് എൻഡ് എന്ന് പറയുന്നത് നമ്മുടെ മുന്നിലിരിക്കുന്ന കസ്റ്റമർ ഇനി അടുത്തത് ഇങ്ങനെയായിരിക്കും പറയാൻ പോകുന്നത്, അവരിങ്ങനെ ചിന്തിക്കുന്നതിന് കാരണം, ഇത് പറഞ്ഞതിന് റിപ്ലൈ ചെയ്തതിന് കാരണം ഇതാണ്, അതിനുള്ള സൊല്യൂഷൻ നമുക്ക് ഇവിടെ വർക്ക്ഔട്ട് ചെയ്യണം, ഇവർ ഇങ്ങനത്തെ ഒബ്ജക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട് തുടങ്ങി കുറേ പ്രശ്നങ്ങൾ, കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യും വരും. അപ്പോൾ ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും ഒരുപോലെ വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ സെറ്റിംഗ്സിലേക്കാണ് നമ്മൾ ആക്ച്വലി നമ്മുടെ സെയിൽസും സെറ്റ് ചെയ്യേണ്ടത്. പക്ഷെ പലപ്പോഴും ഇവിടെ ചെയ്യുന്നത് എന്താണെന്നറിയോ, ബാക്ക് എൻഡിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അവനവന്റെ പ്രൊഡക്റ്റ്. ഫ്രണ്ട് എൻഡ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവന്റെ പ്രൊഡക്റ്റിനെ എങ്ങനെയെങ്കിലും തള്ളി മറിച്ചിട്ടാണെങ്കിലും അപ്പുറത്തെ കസ്റ്റമറെ കൊണ്ട് അത് വാങ്ങിപ്പിക്കുക എന്ന് പറയുന്ന രീതി മാത്രമേ ഉള്ളൂ സെയിൽസ് പ്രസന്റേഷൻ. ഇത് രണ്ടുമേ ഉള്ളൂ. നമ്മളിപ്പോ കഴിഞ്ഞ 10 ദിവസം സംസാരിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പൊ 4 ദിവസം നമ്മൾ സെയിൽസിനെ കുറിച്ച് തന്നെ സംസാരിച്ചു. ഈ 4 ദിവസം സംസാരിച്ച ഒരു കാര്യവും ആളുകൾ ബേസിക്കലി എന്ത് ചെയ്യില്ല, എടുക്കില്ല. യൂഷ്വലി ബിസിനസ്സുകാർ ചെയ്യുന്ന അബദ്ധങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കാതെ അവർ നേരിട്ട് പ്രസന്റേഷനെ കുറിച്ച് എനിക്ക് ഏറ്റവും നല്ല പ്രസന്റേഷൻ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞ് ചില പ്രത്യേകിച്ച് B2B കമ്പനികളൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യും, കുറച്ച് വലിയ PPT അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കും. മറ്റു ചിലരാണെങ്കിൽ അവരവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അങ്ങനെ ഇരുന്ന് തള്ളും, ഇത് നല്ലതാണ്, ഇത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, എന്ത് പറഞ്ഞ് കുറെ കഥകൾ ആവശ്യത്തിലും അനാവശ്യത്തിലുമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ബേസിക്കലി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മുന്നിലിരിക്കുന്ന കസ്റ്റമർ അവന്റെ ഒരു പ്രശ്നത്തിന് സൊല്യൂഷനാണ് നോക്കുന്നത്, അവന്റെ ഒരു പെയിന് സൊല്യൂഷനാണ് നോക്കുന്നത്. ആ സൊല്യൂഷൻ നോക്കുന്ന കസ്റ്റമർക്ക് എന്താണ് വേണ്ടത് എന്ന് ആലോചിക്കാതെ എന്റെ കയ്യിൽ ഇതുണ്ട്, എന്റെ കയ്യിൽ ഇതുണ്ട്, നിങ്ങളിത് എടുത്തോ, നിങ്ങൾക്കത് ഭയങ്കര സംഭവമാണ് എന്നുള്ള രീതിയിൽ വർക്കൗട്ട് ചെയ്യും. ഞാനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും. ഇതിലിപ്പോ MLM ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ, അതുകൊണ്ടാട്ടോ ഞാൻ അതിങ്ങനെ പറയുന്നത്. MLM ചെയ്യുന്ന പണ്ട് എൻ്റെ ഒരു സാറുണ്ട്, എപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ആ സാർ എനിക്ക് ഭയങ്കര വലിയ ആളാണ്. എന്റെ സ്ക്രീനിൽ വരെ അദ്ദേഹമാണ്. എൻ്റെ LP സ്കൂളിൽ എന്നെ പഠിപ്പിച്ച മാഷാണ്, രാധാകൃഷ്ണൻ മാഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മെന്റർ അദ്ദേഹമാണ്. എൻ്റെ ജീവിതം ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് A to Z കാര്യങ്ങളെ സെറ്റ് ചെയ്തു തന്ന മനുഷ്യനാണ്. പല നിർണായക തീരുമാനങ്ങളിലും കഴിഞ്ഞ 5 വർഷം മുന്നേ വരെ എൻ്റെ തീരുമാനങ്ങളിലും ഭാഗഭാക്കായിരുന്ന ആളാണ്. എൻ്റെ അച്ഛനും അദ്ദേഹത്തിനും ഒരേ പ്രായമാണ്. പക്ഷെ എൻ്റെ അച്ഛനോടുള്ള സ്നേഹത്തിനേക്കാൾ അപ്പുറം ഒരു മെന്റർ എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ മാഷോടാണ് എനിക്ക് ഭയങ്കര സ്നേഹം. മാഷിന്റെ മകൻ, 2 മക്കളും എൻ്റെ സുഹൃത്തുക്കളാണ്. മൂത്ത ആള് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്, ഇപ്പോഴും നല്ല സുഹൃത്താണ്. അദ്ദേഹം എറണാകുളത്തൊക്കെ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ളൊരു സാമൂഹ്യ പ്രവർത്തകനാണ്, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഹരിറാം MP എന്നാണ് ആളുടെ പേര്. ഓക്കെ. അപ്പോ ഈ രാധാകൃഷ്ണൻ മാഷ് ഞങ്ങൾ 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്, ഏകദേശം അത് എനിക്ക് തോന്നുന്നു 94, 93, 94 കാലഘട്ടം മുതൽ അദ്ദേഹത്തിന് പാർക്കിൻസൺസ് ആണ്. പാർക്കിൻസൺസ് നിങ്ങൾക്ക് അറിയാലോ, നമ്മളിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്ന അസുഖം. അപ്പോൾ ഇദ്ദേഹം ഇത് പാർക്കിൻസൺസിന് യൂഷ്വലി മരുന്നുകൾ വളരെ കുറവാണ്, ഇല്ലാന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. ഞരമ്പിനാണ് ചെറിയ പ്രശ്നം വരും. അപ്പൊ ഞരമ്പിന്റെ ചെറിയ ലൂസ് കൊണ്ടാണ് നമ്മളിങ്ങനെ വിറച്ചിട്ടാണ് നടക്കുക. അപ്പൊ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇദ്ദേഹം ഏകദേശം ഒരു 35 വർഷം 36 വർഷം ഇത് ശരിക്കും അനുഭവം, 35 വർഷമല്ല, 25-26 വർഷം ഏകദേശം ഇവരിത് അനുഭവിച്ചിട്ടുണ്ട്. മരണം വരെ ഇത് ഉണ്ടായിരുന്നു. അപ്പൊ ഒരിക്കൽ ഒരു MLM അന്നത്തെ ഞാൻ പറഞ്ഞ കുറച്ച് കാലം മുന്നേ കേട്ടോ, ഇപ്പോഴുള്ള ടീംസ് ഒന്നുമല്ല, ഈ എനർജി അല്ലെങ്കിൽ ന്യൂട്രീൻ അല്ലെങ്കിൽ പ്രോട്ടീൻ ഒക്കെ ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റുമായിട്ട് ഒരു ടീം വന്നു. അപ്പോൾ നമുക്ക് ഈ പാർക്കിൻസൺസിന്റെ എല്ലാ ഈച്ച് ആൻഡ് എവരി കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിയിട്ടുണ്ട്. ഏത് ഡോക്ടറാണ്, ഏത് മരുന്നാണ്, എപ്പോഴും എനിക്ക് പേരറിയാം, സിൻടോപ്പ എന്നാണ് ആ മരുന്നിന്റെ പേര്. ആ മരുന്ന് മാത്രമാണ് അവൈലബിൾ, അതിന്റെ പവർ കൂട്ടിയിട്ടും കുറച്ചിട്ടിരിക്കും, അതാണ് മെയിൻ മരുന്ന്. പക്ഷെ ഈ 2-3 പേര്, ഒരു 3-4 പേര് ഇങ്ങോട്ട് വന്നിട്ട് MLM-ന്റെ ഇതിന് വന്നിട്ട് അവർ വന്നിട്ടിരുന്നു. ഞാൻ സാറുടെ വീട്ടിലുണ്ട്, ഞാനും സാറും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വൈഫ് ടീച്ചർ തന്നെയാണ്, അവരും അവിടെ അപ്പുറത്തുണ്ട്. ഇവര് വന്നിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ ഇതിന്റെ ഒരു മെയിൻ ആൾ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് മറ്റേ വളരെ ഒഫീഷ്യലായിട്ട് വന്നിട്ട്, ഞാൻ അദ്ദേഹത്തിന്റെ പേരെന്തോ ഞാൻ മറന്നുപോയി, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ആക്ച്വലി ഇതിന്റെ എന്തോ ഒരു സംഭവമാണ്, ഒരു ക്യാപ്റ്റനോ ലീഡറോ എന്താണ്, താങ്കളുടെ അസുഖത്തിനെ കുറിച്ച് എനിക്ക് മനസ്സിലായി ആക്ച്വലി. അപ്പൊ ഞാനിപ്പോ ഫോൺ ചെയ്തത് ഞാൻ ഇതിന്റെ ഹെഡിനെ ആണ്. അദ്ദേഹം ഒരു ഇതിൽ ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ആളാണ്. ഞാൻ ഈ പ്രൊഡക്റ്റ്, നമ്മുടെ ഈ പ്രൊഡക്റ്റ് താങ്കൾക്ക് പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ, അപ്പോ
ഇങ്ങനെ ഇരുന്നിട്ട് കുറേ നേരം സംസാരിക്കുകയാണ്. അതായത് അതിന് വേണം, ഇത് വേണം, ഈ അസുഖത്തിന്റെ പ്രശ്നം ഇതായിരിക്കാനാണ് സാധ്യത, അതുകൊണ്ട് ഇതിന് ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഭാഷയിൽ വളരെയധികം തള്ളാം. അപ്പൊ എന്നെ സംബന്ധിച്ചുള്ള ഞാൻ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ഞാനന്ന് എനിക്ക് തോന്നുന്നു കോളേജിൽ പഠിക്കുന്ന കാലമാണെന്ന് എൻ്റെ ഓർമ്മ. ഞാൻ അവിടെ മിണ്ടാതിരിക്കുകയാണ്. പക്ഷേ ഇവര് നിർത്തുന്നില്ല. അവസാനം ഇതിന് എത്ര 3000 രൂപ 3500 രൂപയ്ക്ക് ഒരു ബോക്സ് നിറച്ചിട്ടുണ്ട്. സാർ എന്തായാലും എടുക്കണം, മാഷ് എന്തായാലും എടുത്തു കഴിഞ്ഞാൽ ഇത് ചെയ്യും ഒക്കെ പറഞ്ഞിട്ട്. അതായത് ഒരു രോഗിയാണ്, നിത്യരോഗി എന്ന് പറയാം. രോഗി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ നടക്കാനുള്ള ചെറിയ പ്രശ്നങ്ങളല്ലാണ്ട് സ്കൂളിൽ ക്ലാസ് എടുക്കാനോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാല് ഇവര് നിന്ന് തള്ളുകയാണ്. അവസാനം എനിക്ക് സാറ് ചോദിക്കാവുന്ന ചോദ്യം എന്താണെന്ന് എനിക്കറിയാം. ഞാനൊരു 3-4 ചോദ്യം ചോദിച്ചു. കാരണം ഞങ്ങൾ ഇതിനെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായി പഠിച്ച ആൾക്കാരാണ്. എന്താണ് അസുഖം, എവിടെയാണ് ഇതിന് പ്രശ്നങ്ങൾ വരുന്നതിനൊക്കെ കൃത്യമായിട്ട് അറിയാം. ഞങ്ങൾ ചോദിച്ചു, ഇന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇത് ന്യൂറോണിന്റെ പ്രശ്നമാണ്, ഇതിനെന്ത് ചെയ്യാൻ പറ്റും? അല്ല എന്നാലും സാർ ഇത് കഴിച്ചാൽ നന്നായിരിക്കും. അപ്പൊ ഞങ്ങൾ വേറെ കാര്യം ചോദിച്ചു. അല്ല അതിന് ഏറ്റവും നല്ലത് ഇങ്ങനെ തന്നെയാണ്. അതായത് പുള്ളി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അതിനെ കുറിച്ച് അങ്ങ് പറഞ്ഞ് നമ്മളടുത്ത് ഇത് പിടിപ്പിക്കണം. അപ്പൊ നമുക്കറിയാം, അപ്പൊ നമ്മൾ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ഇത്രയും വില കൊടുത്തിട്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങിയതിന് മരുന്നല്ല എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് വാങ്ങാൻ താല്പര്യമില്ല. നിങ്ങൾക്കൊരു ബിസിനസ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ വല്ലവരെയും റെഫർ ചെയ്യാം. അത് ഇദ്ദേഹത്തിന് കഴിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് വേറെ മരുന്നുകളൊന്നും കഴിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അന്ന് മുതൽ ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയാം, അന്ന് മുതൽ ഞാൻ ഈ പ്രസന്റേഷൻസ് MLM ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന ആളുകളെ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. പലപ്പോഴും പൂർണ്ണമായിട്ടുള്ള ട്രെയിനിങ് കിട്ടാണ്ട്, അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള മാത്രം നോളേജുമായിട്ട് അതന്നെ മുഴുവൻ കിട്ടാതെ പ്രസന്റേഷൻ നടത്തുന്നവര് പൂർണ്ണ പരാജയമാണ്, ഒരു സംശയമില്ല. അതിവിടെ ഇരിക്കുന്നവർക്ക് ചിലരൊക്കെ നെഞ്ചു കൊള്ളുന്നുണ്ടെന്ന് എനിക്കറിയാം. കൊണ്ടോട്ടെ, അത് ആ മാറ്റം ഇവിടെ എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. നിങ്ങളുടെ പ്രോഡക്റ്റ് എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കസ്റ്റമർക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണ് എങ്കിൽ മാത്രമേ നിങ്ങൾ സെല് ചെയ്യാൻ പാടൂ. എല്ലാവർക്കും നിങ്ങൾ പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളതല്ല. അഭിരാഗിന്റെ കയ്യിലിരിക്കുന്ന ഐസ്ക്രീം ഒരു വയസ്സായിട്ട് ഒരാൾ വരികയാണെന്ന് വെക്കുക, ചുമ്മാ ചോദിക്കാണ്, തന്റെ ഇതിൽ ഷുഗർ കണ്ടന്റ് വളരെ കൂടിയ ഒരു ഐസ്ക്രീം ചോദിക്കുകയാണെങ്കിൽ അഭിരാഗ് വളരെ മാന്യമായിട്ട് പറയണം, സാറേ സാർക്ക് ഷുഗർ ഉണ്ടോ എന്ന് ചോദിക്കണം. ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഷുഗർ. ഒരിക്കലും അവർക്ക് കൊടുക്കരുത്. ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണ്, അവർക്ക് ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഐസ്ക്രീം ഉണ്ടെങ്കിൽ നിങ്ങൾ സാർക്ക് പറ്റിയ സാധനം ഞാൻ തരാം എന്ന് നിങ്ങൾ സജസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ സാധനം ചിലപ്പോൾ വില കൂടുതൽ ചിലപ്പോൾ ഈ പറയുന്ന മറ്റേ ആദ്യത്തെ ഐസ്ക്രീമിനായിരിക്കാം. പക്ഷെ താങ്കൾ അവർക്ക് ഉണ്ടാക്കുന്ന പ്രശ്നം എന്താണെന്നറിയോ? ആ ഷുഗർ അവർ ചിലപ്പോൾ ഒരു കൊതി കൊണ്ടായിരിക്കും, ഒരു ഐസ്ക്രീം കഴിക്കാനുള്ള കൊതി കൊണ്ടായിരിക്കും അവർ കഴിക്കുന്നത്. പക്ഷെ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എന്നാൽ ഷുഗർ ഫ്രീ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തു, നിങ്ങൾ ഷുഗർ ഫ്രീ ഐസ്ക്രീം ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരൻ നിങ്ങൾ കൊടുത്തു. അത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സന്തോഷം, അവർക്ക് ചോദിക്കാൻ മടിയാ, എനിക്ക് ഷുഗർ ഉണ്ട്, എനിക്ക് ഷുഗർ ഫ്രീ തരുമോ, ചിലർ ചോദിക്കാൻ മടിയാ. പലപ്പോഴും അത് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനത്തെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങളോടൊരു അടുപ്പുണ്ടാവും. ചിലപ്പോൾ അയാൾ 1 അല്ല 2 അല്ല, പിന്നെ പിറ്റേ ദിവസം കാണുമ്പോൾ ആ പയ്യനെ ഷുഗർ ഫ്രീ ഉണ്ടാവും, അവൻ്റെ അടുത്ത് പോയിട്ട് വാങ്ങാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് അടുത്ത തവണ വരുമ്പോൾ കാണുമ്പോൾ ഓടി വരും. മറിച്ച് ഈ ഷുഗർ കൊടുത്തിട്ട് ആ ആള് ചിലപ്പോൾ അങ്ങോട്ട് എത്രയും തലകുത്തി വീഴും. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നില്ല, ഈസി ആയിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാവും. അത് അഭിരാഗിന് പ്രോപ്പർ ബിസിനസ് അതാകൊണ്ട് ഞാൻ പറയേണ്ടതാണ്. നിങ്ങൾ ഒരിക്കലും റോങ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ കൊടുത്തുകൊണ്ട്, നിങ്ങൾക്ക് അറിയാത്തതാണെങ്കിൽ നിങ്ങൾ മിണ്ടണ്ട. നിങ്ങൾക്ക് അതിനല്ലെങ്കിൽ സൊല്യൂഷൻ ഉണ്ട്. ഇപ്പൊ ChatGPT ചോദിച്ചാൽ മതി, ഇത് പറ്റുന്നതാണോ, അല്ലെങ്കിൽ ChatGPT പറഞ്ഞുതരും. നിങ്ങൾക്ക് അറിയാത്ത സാധനം അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ നിങ്ങൾ ഒരിക്കലും കൊടുക്കരുത്. റോങ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ, റോങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പൈസയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും സെല്ല് ചെയ്യരുത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. നിങ്ങൾ കറക്റ്റ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അത് എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് അത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഇനി അത് കൊടുത്താൽ മാത്രം പോരാ, ഇടയ്ക്കൊന്ന് വിളിച്ച് ചോദിക്കണം, അത് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് മാറ്റമുണ്ടോ, ഇത് ചെയ്യണം. അപ്പൊ എന്താ അറിയോ, അവരത് സജസ്റ്റ് ചെയ്യും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് കാരണം എന്താ വെച്ചാൽ യു ഹാവ് ടു പ്രസന്റ് ഇൻ ദ വേ ടു സോൾവ് ദ കസ്റ്റമേഴ്സ് പെയിൻ. നിങ്ങൾ കസ്റ്റമറുടെ പെയിന് സോൾവ് ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങളുടെ പ്രസന്റേഷൻ കൊടുക്കാൻ. ഓക്കെ, അപ്പൊ പ്രസന്റേഷൻ കൊടുക്കുന്നത് വളരെ പക്കയായിരിക്കണം.
നിങ്ങൾ വെറുതെ ഓവറായിട്ടുള്ള എന്താ പറയാ കൂടുതലായിട്ടുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുക എന്നുള്ളതല്ല. നിങ്ങൾ കുറെ പ്രൊഡക്റ്റിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ വാങ്ങുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ചിലപ്പോൾ ഇതിന്റെ ജീവചരിത്രം, ഈ കമ്പനിയുടെ ജീവചരിത്രം, ഇതിന്റെ മുതലാളിയുടെ ജീവചരിത്രം, നിങ്ങളുടെ ജീവചരിത്രം, ഇത് പ്രൊഡക്റ്റ് അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കി ആള് വാങ്ങി ഈ ആള് വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ചില പട്ടാളക്കാർ പറഞ്ഞ പോലെ വെൻ ഐ വാസ് ഇൻ കാർഗിൽ എന്നൊക്കെ പറയുന്ന പോലെ കുറെ കഥകളൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കസ്റ്റമർക്ക് എന്താ വേണ്ടത് അറിയാം? അവന്റെ പ്രശ്നത്തിന് സൊല്യൂഷൻ ആണ് വേണ്ടത്. നമ്മൾ ഇന്നലെ സംസാരിച്ചു, ഔട്ട്കമ്മാ കൊടുക്കേണ്ടത്. എന്താ വേണ്ടത്? ഔട്ട്കമ്മാ കൊടുക്കേണ്ടത്, അഡ്വാൻറ്റേജാ കൊടുക്കേണ്ടത്. കസ്റ്റമർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജാ. അതല്ലാണ്ട് നിങ്ങളുടെ എന്താ പറയാ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫീച്ചർ, ഇതിൽ ഇന്ന കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്, ഇന്ന കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്, 10% പ്രോട്ടീൻ, 10% ന്യൂട്രി, ഇങ്ങനെയൊക്കെ പറയുന്ന സംഭവം അല്ല വേണ്ടത്. ഇത് കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാനിത് വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞല്ലോ, ഈ 21 ദിവസം നിങ്ങൾക്ക് ബിസിനസ് ട്രെയിനിങ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പലരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചിലരൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ എന്നെ വിളിച്ച് പറയുന്നുണ്ട്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഈ ബിസിനസ് ട്രെയിനിങ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അതിൽ വേറെ മറച്ചു വെക്കാനൊന്നുമില്ല. ബിസിനസിന്റെ ആദ്യ പാഠങ്ങളിൽ പതറി നിൽക്കുന്ന ആളുകളുണ്ട്. മേ ബിസിനസ് തുടങ്ങിയ ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ പോകുന്ന ആളായിരിക്കാം, ചിലപ്പോൾ ബിസിനസ് തുടങ്ങിയിട്ട് ഇങ്ങനെ ഒന്നും വരാതിരുന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് ഇങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത് എന്നുള്ളതൊരു മാതൃക അല്ലെങ്കിൽ ഒരു ബേസിക് ഐഡിയ കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. രണ്ടാമത്തെ ടൈപ്പ് ആളുകളുണ്ട്, ബിസിനസ് ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്തു പോകുന്നുണ്ട്, അടുത്ത ലെവലിലേക്ക് എനിക്ക് പോകാൻ പറ്റുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഫയർ ആയിരിക്കണം, മറ്റവർക്ക് ഒരു തീക്കനലായിരിക്കണമെങ്കിൽ ഇതൊരു ഫയർ ആയിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ കാരണം? യു മസ്റ്റ് ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ. ബിസിനസ് അടുത്ത ലെവലിലേക്ക് നിങ്ങൾ പോയിരിക്കണം. അതിന് ചെയ്യാൻ നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ട് വേണം അങ്ങോട്ട് പോവാൻ എന്നുള്ളതാണ് ഞാൻ കൊടുക്കുന്നത്. മൂന്നാമത്തത് ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആളുകളുണ്ട്. ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അതിൽ ഡിസീസ് മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ആളുകളായിരിക്കും. അവര് ഏതൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് അവർ ബിസിനസ്സിൽ ടോപ്പായിട്ട് നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ അവർ നന്നായിട്ട് ബിസിനസ് ട്രെയിനിങ് ഒക്കെ എടുക്കുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആസ് എ ശ്രീജിത്ത്, ആസ് എ ട്രെയിനർ, ബിസിനസ് കോച്ച്, ഐ ആം ഹിയർ, എനിക്ക് ഈ വിവരമൊക്കെ ഉള്ള ആളാണ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആളാണ് എന്ന് കാണിക്കാനും കൂടിയാണിത്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? ആദ്യത്തെ 2 പേർക്ക് കണ്ടന്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ മൂന്നാമത്തെ ആൾക്ക് ഞാൻ കൊടുക്കുന്നത് എന്താണ്? ട്രസ്റ്റ് ആണ് കൊടുക്കുന്നത്. എന്റെ ട്രെയിനിങ് ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് നിങ്ങളെ പുഷ് ചെയ്യാൻ പറ്റുന്ന, ഒരു ബഡി ആയിട്ടിരിക്കാൻ പറ്റുന്ന, മെന്റർ ആയിട്ടിരിക്കാൻ പറ്റുന്ന ആളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരേ പ്രൊഡക്റ്റ് ആണ്, പക്ഷെ എന്റെ 3 കാര്യങ്ങളാണ്. അപ്പൊ ഇത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടില്ലേ, നിങ്ങളോട് 200 പേജിന്റെ ഒരു ബുക്ക് അല്ലെങ്കിൽ 100 പേജിന്റെ ഒരു ബുക്ക് വാങ്ങിക്കോളൂ. ഇവിടെ പറയുന്ന കണ്ടന്റുകൾ നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു എൻസൈക്ലോപീഡിയയാണ്. ബിസിനസിന്റെ ആദ്യ പാഠങ്ങൾ എന്ന് പറഞ്ഞ് എഴുതി വെക്കാം. ഞാനത് പുസ്തകത്തിലൊന്നും എഴുതി വെച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ ചില പോയിന്റുകളൊക്കെ ഞാൻ അവിടെ ഇവിടെ എഴുതി കിട്ടോ. ചിലപ്പോൾ അതിന്റെ മൊബൈലിലായിരിക്കാം, അപ്പുറത്ത് ഓരോ നോട്ട്ബുക്ക് ഇരിപ്പുണ്ട്, അതിങ്ങനെ അപ്പൊ മറച്ചു നോക്കും. എനിക്കറിയാം എവിടെ എൻസൈക്ലോപീഡിയ ആയിരിക്കും. അത് ഞാൻ ഭയങ്കര സംഭവമാണെന്നല്ല പറയണത്. ഞാനിതാ പഠിച്ചത് തുടക്കത്തിൽ. ഞാനൊരു 3-4-5 കൊല്ലം മുന്നേ ഇത് പഠിച്ചിട്ടാണ് ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് കടന്നത്. ഞാനൊരു വട്ടം പൊട്ടിയതാണ്. ഞാൻ എനിക്ക് പറയാൻ ഒരു മടിയില്ല. എൻ്റെ ഇപ്പോഴത്തെ ബിസിനസ് എന്ന് പറയുന്നത് കൺസൾട്ടൻസിയാണ്, ബിസിനസ് കൺസൾട്ടിങ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല കമ്പനികളും അതെന്റെ ബിസിനസ്, അത് പലരും അംഗീകരിക്കാറില്ല. ചില കമന്റുകളൊക്കെ വരും, താൻ ആദ്യം പോയിട്ട് ഒരു ബിസിനസ് ചെയ്യണോ എന്നിട്ട് പോയിട്ട് കാര്യങ്ങൾ ചെയ്യണോ എന്നൊക്കെ പറയും. അതിലൊന്നും ഒരു അർത്ഥമില്ല. എന്റെ ബിസിനസ് ഇതാണ്. മുനീറിന്റെ ബിസിനസ് കോൾഡ് സ്റ്റോറേജ് ആണ്, അനീഷിന്റെ ബിസിനസ് ഗോൾഡ് ആണ്, മുഹമ്മദ് റിയാസിന്റെ ഇത് ഗോൾഡ് ആണ്, ബൈജുവിൻ്റെത് മറ്റേ ഹെൽത്ത് പ്രൊഡക്ട്സ് ആണ്. എന്താ അതിന് പ്രശ്നം? എന്താ? പലതും ബിസിനസ്സാണ്. പോയിന്റ് മനസ്സിലായോ? അപ്പോ ഞാൻ പറയുന്നത്, നിങ്ങളുടെ പ്രോഡക്റ്റിനെ കസ്റ്റമറുടെ പെയിൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കുകയും ഈ കസ്റ്റമറെ കൊണ്ട് ഡിസിഷൻ എടുപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ജോലി? നമ്മുടെ ജോലി. പോയിന്റ് അതാണ് നമ്മുടെ ജോലി. അതിന് ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ട്. ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കസ്റ്റമർ അങ്ങനെയൊന്നും വീടില്ല. പണ്ടത്തെ കാലത്ത് എൻ്റെ നാട്ടിലൊരു നാണുവേട്ടന്റെ കട മാത്രമേ ഉള്ളൂ. തൊട്ടപ്പുറത്ത് ഒരു ഗോപിയേട്ടന്റെ കടയുണ്ട്. നാണുവേട്ടന്റെ കടയിൽ പച്ചക്കറി കിട്ടും, ഗോപിയേട്ടന്റെ കടയിൽ പലചരക്ക് കിട്ടും. ഗോപിയേട്ടൻ എത്ര റേറ്റ് കൂട്ടി വെച്ചാലും അവിടുന്ന് ആളുകൾ വാങ്ങും. കാരണം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അടുത്ത ടൗണിലേക്ക് ബസ് എന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂറോ ഉള്ളപ്പോഴാണ്.
അപ്പോ ഒരു 6 മണിക്ക് പണിയും കഴിഞ്ഞ് വരുന്ന ഒരു സാധാരണ കൂലിപ്പണിക്കാരനെ സംബന്ധിച്ചിടത്തോളം ബസ് പിടിച്ച് അടുത്ത ടൗണിൽ പോയിട്ട് ഇതിന്റെ വില ചെക്ക് ചെയ്തിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് അതിനൊന്നും പറ്റില്ല. നാണുവട്ടൻ എത്ര 2 ദിവസം മുന്നെടുത്ത പച്ചക്കറി ആണെങ്കിൽ നാട്ടം പറയും ഇന്ന് രാവിലെ എടുത്തുള്ളൂ എന്ന് പറയും, അത് അവിടെ കൊടുക്കും. അന്ന് ഫ്രിഡ്ജില്ല, ഒന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ എന്ത് ചെയ്യും? അവര് കൊടുക്കുന്നതാണ് സാധനം, അത് കസ്റ്റമർ വാങ്ങും പോവും. പണ്ട് പറയുക എനിക്കൊരു 50 ചായ, നിങ്ങൾ പറയുക 50 ചായ, ഏത് ചായ അതൊന്നുമില്ല. ഇപ്പോഴാണ് കണ്ണൻ ദേവൻ മറ്റേ AVT ഈ പേര് പറഞ്ഞിട്ട് വരും. അതുപോലെ പഞ്ചസാര, അല്ലെങ്കിൽ പേര് പോലും പറയില്ല, പല സാധനങ്ങൾ പറയും. ഉപ്പ് പൊടി, ഉപ്പ് എടുത്തു കൊടുക്കും. മസാല ഏതാச்சுം എടുക്കും. അവർക്ക് സൗകര്യമുള്ള സാധനം കൊടുക്കും. ഇന്നത് നടക്കുവോ? ഇന്ന് കസ്റ്റമർക്ക് സോഴ്സ് ഉണ്ട്. നിങ്ങൾ എത്ര രൂപ മാർക്കറ്റ് വിലയേക്കാൾ കൂട്ടി വിൽക്കുന്നുണ്ട്, നിങ്ങളെക്കാട്ട് എന്ത് റേറ്റ് അപ്പുറത്ത് റേറ്റ് വരുന്നുണ്ട്. അടുത്ത ടൗണിൽ പോയ ഒന്നാമത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, മറ്റേ സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാവുകൊണ്ട് വണ്ടി എടുത്തൊന്ന് ബൈക്ക് എടുത്ത് പോയിട്ട് വരാനുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ കാർ എടുത്തോ ബസ്സിലോ പോയിട്ട് വരാനുള്ളൂ, ദൂരേ ഉള്ളൂ. അത്രയും ഉള്ളിലുള്ള ഏരിയയിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലാത്തടത്തൊക്കെ കസ്റ്റമർക്ക് അവന്റെ സ്വാതന്ത്ര്യം ഉണ്ട്, അവന് തീരുമാനം എടുക്കാൻ പറ്റും. ആ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആ. അപ്പൊ നിങ്ങൾക്ക് കയ്യിലുള്ള സാധനത്തെ വെച്ചങ്ങാലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ മാത്രമാണ് സെല് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ പലരും കണ്ടിട്ടുണ്ട് LIC ഇൻഷുറൻസ് ഏജൻസിമാര് ബെഗ് ചെയ്തിട്ട് കച്ചവടം നടത്തുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ബെഗ് ചെയ്യാണ്ട് ലക്ഷങ്ങളുടെ രൂപ ഈസി ആയിട്ട് ക്ലോസ് ചെയ്യുന്ന നമ്മുടെ അമ്പിളിയെ പോലുള്ള ആൾക്കാർ. ജുഹൈന കണ്ടിട്ടില്ലേ? ജുഹൈന, ഒരു LIC ഏജന്റിന് എത്ര വരുമാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ പറയും 20,000 ഉണ്ടാവും മാസം, 30,000 രൂപ വർഷം വരുമാനം ഉണ്ടാവും, ചിലപ്പോൾ 10,000 ഉണ്ടാവും, 10,000-ന് താഴെയാവും എന്നൊക്കെ നമ്മൾ വിദേശിക്കും. 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപയാണ് വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പലരുടെയും കിളി പോവും. അതൊരു സ്ത്രീ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളതാണ്, നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളാണ്, ആലുവക്കാരി അമ്പിളി. അവർ അവതരിപ്പിക്കുന്ന രീതി, അവർ പറയുന്ന രീതി, പ്രസന്റേഷൻസ് അത് വേറെയാണ്. അവരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വെച്ച് കഴിഞ്ഞാൽ എന്ത് കാര്യവും ജസ്റ്റ് അങ്ങ് തള്ളിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ എന്താ പറ്റുന്ന അറിയോ? ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞുതരാം. പലർക്കും അവനവന് പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് അങ്ങ് ഇറക്കും. അവനവൻ എന്താ പറ്റുന്ന വെച്ചാൽ മേ ബി അത് തുന്നാൻ അറിയാം എന്ന് പറഞ്ഞ് തുന്നലായിരിക്കും, അല്ലെങ്കിൽ തുണി വിൽക്കലായിരിക്കും. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ തേങ്ങ കൊണ്ട് എന്തെങ്കിലും പരിപാടി എന്ന് പറഞ്ഞാൽ അതായിരിക്കാം. ചിലപ്പോൾ ചിലർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫുഡ് ഐറ്റംസ് ആണെന്ന് പറഞ്ഞാൽ അതായിരിക്കാം. ചിലർ പറയുന്നത് എല്ലാവരും ഇപ്പൊ MLM ചെയ്യുന്നുണ്ട്, അഡീഷണൽ ഒരു വരുമാനം ഉണ്ടാക്കാം, അതായിരിക്കാം. ഇതിനെ കുറിച്ചിട്ട് കസ്റ്റമർ എന്ത് വാങ്ങുന്നുണ്ടോ, കസ്റ്റമർക്ക് എന്താണ് ആക്ച്വലി വേണ്ടത്, ഇങ്ങനത്തെ ഒരു പഠനവും പ്രശ്നവും നടക്കുന്നതേയില്ല. എന്നാൽ ശരി, ബിസിനസ് തുടങ്ങിയിട്ട് നമ്മൾ കസ്റ്റമറുടെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കണം. ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ കസ്റ്റമറുടെ ബിഹേവിയർ എന്ന് പറയുന്നത് എവിടെ കിടക്കുന്ന അറിയോ? അവന്റെ ഡിസിഷനിലാണ് ഏറ്റവും കൂടുതലായിട്ട് കിടക്കുന്നത്. അവന്റെ ഡിസിഷൻ എന്താണ്? കസ്റ്റമർ 2 തരത്തിലുള്ള കസ്റ്റമർ ഉണ്ട്. ഒന്ന് ഭയങ്കര ഇമോഷണൽ ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന കസ്റ്റമർ ഉണ്ട്. ചിലരത് ലോജിക്കലായിട്ടാവും തീരുമാനം എടുത്തിട്ടുണ്ടാവും. ഞാനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞത്, നമ്മുടെ ഒരു ക്ലയന്റ് ഉണ്ട്, നബി. അദ്ദേഹം സ്പേസ് ഫുഡ് എന്ന് പറയുന്ന വലിയ ഇന്റീരിയർ ഫേമിന്റെ കേരള ഹെഡാണ്, അല്ലെങ്കിൽ കേരള അതിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ വന്നു, ഒരു 70 lakh 75 lakhന്റെ ഒരു ഒറ്റ ഓർഡറാ, സിംഗിൾ ഓർഡറാ. അദ്ദേഹത്തിന്റെ ഇത് വന്നപ്പോ എന്ത് സംഭവിച്ചത്? അവിടെ വന്നപ്പോ ഈ വന്ന ആള് ഒരു ആർക്കിടെക്റ്റാണ്. അപ്പൊ അയാൾക്ക് ഇതിനെക്കുറിച്ച് എല്ലാം അറിയാം. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? എല്ലാം അറിയാം. അപ്പൊ അവരതിനെക്കുറിച്ച് ലോജിക്കലായിട്ട് ഓരോ അളവ്, പ്രൊഡക്റ്റ് കാണണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കാണും, ഇതൊക്കെ വർക്കൗട്ട് ചെയ്യും. എന്നിട്ടാണ് അദ്ദേഹം തീരുമാനം എടുത്തത്. എന്നാൽ ചില കസ്റ്റമേഴ്സ് എന്താണ്, ഞാൻ എല്ലാം നവീന്റെ കയ്യിലങ്ങ് ഏൽപ്പിക്കുക, നവീൻ അത് വേണ്ടത് കണ്ട രീതിയിൽ ചെയ്തു. ഇത് ഇമോഷണൽ ആണ്. 2 പേരും ഡിസിഷൻ എടുത്തിരിക്കുന്നത്, 2 പേരും സാധനം വാങ്ങിയിരിക്കുന്നു, പക്ഷെ 2 പേർക്കും 2 തീരുമാനം. ഇപ്പൊ ജുഹൈനയുടെ അടുത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? കുർത്തി എടുക്കുന്നു, ടോപ്പ് എടുക്കുന്നു. ഇപ്പൊ ജുഹൈനയുടെ അടുത്ത് നമ്മൾ വന്നിട്ട് ജുഹൈന എന്താ പറയുക, കൊടുക്കുന്ന പ്രൊഡക്റ്റിന്റെ മറ്റേ തുണിയുടെ നിലവാരം, ഇത് മറ്റേ ഡ്യൂറേഷൻ കിട്ടുമോ, ഇതെങ്ങനെയുണ്ട്, ഇത് എനിക്ക് അളവ് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഫിറ്റ് ആണോ, അലക്കി കഴിഞ്ഞാൽ എന്താ പറയുക ചുരുങ്ങോ, ഇങ്ങനെയൊക്കെ കുറെ ചോദ്യങ്ങൾ ചോദിച്ച് ലോജിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് വാങ്ങുന്നവരുണ്ട്. എന്നാൽ ചില ആളുകൾ എന്താണ് ചെയ്യുന്നത്? ചില ആളുകൾ ഇമോഷണലി ജുഹൈനയുടെ അല്ലേ, ജുഹൈന എന്നെ പറ്റിക്കില്ല എന്ന് തീരുമാനം, ജുഹൈന എനിക്ക് ഒരു 2 എണ്ണം തന്നേര്, ഞാൻ പൈസ കിട്ടേക്കാം എന്ന് പറയുന്നവരുണ്ട്. ഇപ്പൊ ലോജിക്കലായിട്ടും ഇമോഷണൽ ആയിട്ടും തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഇനി അതിൽ തന്നെ ലോജിക്കൽ തന്നെ ഫാസ്റ്റ് ആയിട്ടും സ്ലോ ആയിട്ടും തീരുമാനം എടുക്കുന്നവരുണ്ട്.
ഇമോഷനിൽ തന്നെ ഫാസ്റ്റ് ആയിട്ടും സ്ലോ ആയിട്ടും തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോ ഈ ലോജിക്കലില് ഫാസ്റ്റ് ആയിട്ട് തീരുമാനം എടുക്കുന്നവരെ നമ്മൾ പറയുന്നത് കോമ്പിറ്റേറ്റീവ് കസ്റ്റമർ എന്നാ. കോമ്പിറ്റേറ്റീവ് കസ്റ്റമർ എന്നാ ഡിസിഷൻ മേക്കിങ്ങിൽ. ഓക്കെ, ആ കോമ്പിറ്റേറ്റീവ് കസ്റ്റമർ എപ്പോഴും കാര്യങ്ങളെ വളരെ വിശദമായിട്ട് ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ മീൻസ് ലോജിക്കലായിട്ട് കാര്യങ്ങൾ കണ്ടിട്ട് ആ പ്രൊഡക്റ്റിന്റെ ഫീച്ചർ, പ്രസന്റേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കി നിങ്ങളുടെ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനത്തെ കാര്യം നോക്കി പെട്ടെന്ന് തീരുമാനം എടുക്കും, വളരെ പെട്ടെന്ന് തീരുമാനം എടുക്കും. എന്നാൽ ചില കസ്റ്റമർ ലോജിക്കലായിട്ട് തീരുമാനിക്കും, പക്ഷെ വളരെ സ്ലോ ആയിട്ട് ഡിസിഷൻ എടുക്കുള്ളൂ, അവര് വാങ്ങുള്ളൂ, സാധനം വാങ്ങുള്ളൂ. അവരെ നമ്മൾ മെത്തോഡിക്കൽ എന്ന് പറയാം. മെത്തോഡിക്കൽ, അവർ കുറച്ച് മെത്തേഡിക്കലാണ്. അവരൊക്കെ അറിയുന്ന മെത്തേഡിക്കൽ കസ്റ്റമർ എന്ന് പറയാം. ക്ലിയർ ആണോ? എന്നാൽ ഇമോഷണലി തീരുമാനം എടുക്കുന്ന ആളുകളുണ്ട്. ആ ഇമോഷണലി വളരെ ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്നവരുണ്ട്. ദേ ആർ കോൾഡ് സ്പോണ്ടേനിയസ് കസ്റ്റമർ. സ്പോണ്ടേനിയസ് കസ്റ്റമർ. ഇതേ കസ്റ്റമർ ഇമോഷണൽ ആയിട്ടുള്ള കസ്റ്റമർ, സ്ലോ ആയിട്ടുള്ള കസ്റ്റമർ ആണെങ്കിൽ അവരെ ഹ്യൂമാനിസ്റ്റിക് കസ്റ്റമർ എന്നാ പറയാം. അപ്പൊ ഈ 4 ടൈപ്പ് കസ്റ്റമർ ഉണ്ട് നമുക്ക്. അഭിരാഗിനടുത്ത് ഏറ്റവും പറയും, ഇപ്പൊ നമ്മൾ വിചാരിക്കും എല്ലാറ്റിലും ഉണ്ടോ എന്നുള്ളത്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അഭിരാഗിന്റെ അടുത്ത് ഐസ്ക്രീം വാങ്ങാൻ ഒരാൾ വരികയാണെന്ന് കരുതിക്കോ. ഈ അഭിരാഗിന്റെ അടുത്ത് കസ്റ്റമർ വരുമ്പോ ലാസ എന്ന് പറയുന്ന ബ്രാൻഡ് കണ്ടിട്ട്, നിങ്ങളുടെ സെറ്റപ്പ് കണ്ടിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് അന്ന് വാങ്ങിക്കോളൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അവരാരാണ്? അവര് കോമ്പറ്റേറ്റീവ് കസ്റ്റമറാണ്. എന്നാൽ ചില ആളുകൾ, കുട്ടികൾ വാശി പിടിച്ചു ഒറ്റ കാരണം കൊണ്ട് ഇമോഷണലി തീരുമാനം എടുക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ഐസ്ക്രീം കൊടുക്കുക, എന്തെങ്കിലും ഒരു ഐസ്ക്രീം കൊടുക്കുന്നു പറയുന്നവരുണ്ട്. ദേ ആർ കോൾ ഇമോഷണൽ അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് കസ്റ്റമർ എന്നാണ്. ഇനി ഇതിൽ തന്നെ ഒരു കാര്യമുണ്ട്. ലോജിക്കൽ ആയിട്ടുള്ള ചില ആളുകൾ വന്നിട്ട് അഭിരാഗിനോട് ചോദിക്കും, നിങ്ങളുടെ ഫാക്ടറി എവിടെയാണ്? ഇത് ലാസഡ് ഐസ്ക്രീം തന്നെയാണോ? ഇത് നിങ്ങൾക്ക് എങ്ങനെ രാവിലെ കൊണ്ടുവന്ന് തരുമോ? എങ്ങനെ നിങ്ങൾ സ്റ്റോർ ചെയ്യണോ ചെയ്യുന്നത്? ഇത് വൃത്തിയിലാണോ ഉണ്ടാക്കുന്നത്? നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണോ? നിങ്ങളുടെ വീട് എവിടെയാണ്? അത് ആ ഗ്ലൗസ് ഒക്കെ എന്നിട്ട് ഐസ്ക്രീം തന്നേ എന്നൊക്കെ പറയുന്നവരുണ്ടാവും. ദേ ആർ ബേസിക്കലി അവർ ഐസ്ക്രീം ഒക്കെ അറ്റ് ലാസ്റ്റ് വാങ്ങും, പക്ഷെ അവരെന്താണ്? ലോജിക്കൽ ആണ്, ലോജിക്കലി സ്ലോ ആണ്. അവർ മെത്തേഡിക്കൽ എന്ന് പറയുന്ന ഫോർമാറ്റിലുള്ള ആൾക്കാരാണ്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? ഇതേപോലെ ഇമോഷണൽ കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. അവർ വരും, പക്ഷെ കുറച്ച് ഒന്ന് ആലോചിച്ച് ഇത് വാങ്ങണോ, അത് വാങ്ങണോ, ഇന്നത് വാങ്ങണോ എന്നൊക്കെ തീരുമാനിച്ച് അവസാനം മാത്രം വാങ്ങും. അവരാണ് ഹ്യൂമാനിസ്റ്റിക്. അതായത് ഒരു ഐസ്ക്രീം നമ്മൾ വിചാരിക്കും ഒരു ഐസ്ക്രീം വാങ്ങപ്പോ എന്താ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഐസ്ക്രീം വാങ്ങുന്നതിൽ പോലും ഡിസിഷൻ മേക്കിംഗ് ഈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഓരോരുത്തർക്കും ഉണ്ട്. ഷിബുബായിക്കുണ്ട്. ഷിബുബായിയുടെ ഫാബ്രിക് മാത്രം നോക്കിക്കൊണ്ട്, ഡിസൈൻസ് നോക്കിക്കൊണ്ട് വാങ്ങുന്നവരുണ്ട്. ഷിബുബായ് എന്ന് പറയുന്ന വ്യക്തിയെ കണ്ട്, സാന്റ എന്ന് പറയുന്ന ബ്രാൻഡിനെ കണ്ട് മാത്രം വാങ്ങുന്നവരുണ്ട്. അത് ഇമോഷണലും, അതും ആദ്യത്തെ ലോജിക്കൽ, രണ്ടാമത്തെ ഇമോഷണലോ ഇല്ലേ? എന്റെ ക്ലാസ്സിന് വരുന്നവരുണ്ട്. എന്റെ ക്ലാസ്സിന് വരുന്നവര് ചില ആളുകൾ ശ്രീജിത്ത് കേസിയോടുള്ള സ്നേഹവും ഇഷ്ടവും കൊണ്ട് മാത്രം വരുന്നവരുണ്ട്. പെട്ടെന്ന് തീരുമാനം എടുക്കും, പെട്ടെന്ന് അക്കൗണ്ടിലേക്ക് കാശ് കൊടുക്കും. എന്നാൽ ചിലരുണ്ടല്ലോ, ശ്രീജിത്തിന്റെ ക്ലാസ് നോക്കാം, ഒരു ദിവസം 2 ദിവസം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം, ശ്രീജിത്തിന്റെ ക്ലാസ് അല്ലേ, മോശാവുണ്ടാവില്ല, എന്നാലും ഞാനൊന്ന് ആലോചിച്ചിട്ട് എന്നൊക്കെ പറയുന്നവരുണ്ട്. ഹ്യൂമാനിസ്റ്റിക് എന്ന് പറയുന്ന ടീമുകളുണ്ട്. എന്റെ ഇഷ്ടം കൊണ്ട് തന്നെയാണ്. എന്നാൽ ചില ആളുകളുണ്ട്, ശ്രീജിത്ത് എടുക്കുന്ന കണ്ടന്റ് എനിക്ക് തരണം, ടോപ്പിക് എനിക്ക് തരണം, സിലബസ് എനിക്ക് തരണം, എത്ര കാലം ഉണ്ടായിരിക്കും, അപ്പോ ഇത്രയും കാലം എടുത്ത ക്ലാസ് എന്താണ്, അപ്പൊ അതിന് ഈ ഒരേ ഫീസാണോ ചെയ്യുന്നത് ചോദിക്കുന്നവരുണ്ട്. അവര് ലോജിക്കലായിട്ട് ചിന്തിക്കുന്നവരാണ്. അവര് പൈസ തരുന്ന ചില ആൾക്കാർ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ തരും, ചിലര് വളരെ സ്ലോ ആയിട്ട് തന്നെ തരും. എന്താ തെറ്റെന്താ? അത് നമ്മൾ അംഗീകരിക്കണം. അവൻ കുറെ ആലോചിച്ചിട്ട് തീരുമാനം എടുത്തിട്ട് അവന്റെ ഒരു വിചാരം എന്താ എന്ന് പറയുന്ന സെയിൽസ്മാൻമാരെ എനിക്കറിയാം. ശുദ്ധ അസംബന്ധമാണ്. നിങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. അവർ നിങ്ങൾ മനസ്സിലാക്കണം, അത് ഇങ്ങനത്തെ കസ്റ്റമറാണ്, ഇങ്ങനത്തെ ആളുകളാണ്, ഇങ്ങനത്തെ സ്വഭാവക്കാരാണ് എന്ന് മനസ്സിലാക്കണം. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ അറിയാം, ജുഹൈനയ്ക്കൊക്കെ അറിയാം. ഞാൻ നിഷയും കൂടെ ഒക്കെ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ ആളുകളുടെ ക്യാരക്ടറിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. സൈക്കോമെട്രിക് ടെസ്റ്റ്, ഡോപ്പ് ടെസ്റ്റ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ വരാം, നമുക്ക് ക്ലാസ്സിൽ ഒരു ദിവസം എടുക്കാം. ഈ ഡോപ്പ് ടെസ്റ്റ് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാനും നിഷയും കൂടി സംസാരിക്കുന്ന സമയത്ത് ഒരു അല്ലെങ്കിൽ ഞാൻ നിഷയൊന്നല്ല, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന മിക്കവാറും പേർക്കൊക്കെ അറിയാം, ജുഹൈനയ്ക്കും എല്ലാവർക്കും അറിയാം. ഓരോരുത്തരെ കണ്ടു കഴിഞ്ഞാൽ പറയും ഇതൊരു പ്രാവാണ്, നല്ലൊരു പീക്കോക്കാട്ടോ, അവൻ ഭയങ്കര ഈഗിളാണ്, ഇവന്റെ സ്വഭാവം നല്ല മൂങ്ങയാണല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ആരോ എന്നെ വിളിച്ചപ്പോ, എനിക്ക് ആരാ വിളിച്ചത് എനിക്ക് ഓർമ്മയില്ല, എനിക്ക് നവീൻ തന്നെ തോന്നുന്നുണ്ട് ആരെ വിളിച്ചപ്പോ, ശ്രീജിത്തെ അവനൊരു മൂങ്ങയാ. അപ്പൊ ഇത് വേറൊരാള് കേട്ട് കഴിഞ്ഞാൽ മൂങ്ങാന്ന് പറയുന്നത് അവന്റെ ഓമനപ്പേരായിട്ടാണ് തോന്നുക, അല്ലെങ്കിൽ അവനെ അധിക്ഷേപിക്കുന്ന പോലെ തോന്നുക. പക്ഷെ നമുക്കതല്ല,
നമുക്ക് അവന്റെ ക്യാരക്ടറാണ് നമുക്കത് മനസ്സിലാവും. ഈവൻ ടെസ്റ്റ് പോലും നടത്തണ്ട ഞങ്ങൾക്കത്. അപ്പൊ ഞങ്ങൾ സംസാരിക്കുമ്പോ മുനീർ നല്ലൊരു പ്രാവ. എന്നാൽ ബൈജുവിനെ സംബന്ധിച്ചോളം ബൈജു കുറച്ച് പീക്കോക്കും പ്ലസ് ഒരു മൂങ്ങയുടെ സ്വഭാവമുള്ള ആളാണ്. അപ്പൊ ബൈജു പറയും ഇയാൾ എന്നെ മൂങ്ങാന്ന് വിളിച്ചു. എന്താ ശരിയാ? ഇത് ശരിയല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അയാൾ കേൾക്കുന്ന രീതിയിൽ, ബൈജു കേൾക്കുന്ന രീതിയിൽ പറയാൻ പാടില്ല. ശരിയല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഓരോരുത്തരോടും അവരുടേതായ ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്. അതിനെ കുറ്റപ്പെടുത്തല്ല വേണ്ടത്. ഇപ്പൊ ലോജിക്കലി സ്ലോ ആയിട്ട് ഒരാളാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവന് ലോജിക്കലി അർത്ഥം വരുന്ന കാര്യങ്ങളെ കുറിച്ച് കൊടുക്കണം. അവന് കൂടുതൽ ഫീച്ചേഴ്സ് കൊടുക്കണം, അതിനുള്ള റെഫറൻസ് കൊടുക്കണം, നിങ്ങളുടെ സർട്ടിഫിക്കേഷൻസ് കാണിച്ചു കൊടുക്കേണ്ടി വരും. ഈവൻ നിങ്ങളുടെ കമ്പനി രജിസ്റ്റേർഡ് കമ്പനിയാണെന്ന് കാണിച്ചു കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ 5 വർഷത്തേക്കുള്ള വിഷൻ കാണിച്ചു കൊടുക്കേണ്ടി വരും. ഇത് കണ്ടാലായിരിക്കും ചിലപ്പോൾ ആള് ഓക്കെ ആയിരിക്കും. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഇത് കസ്റ്റമേഴ്സിനെ കൃത്യമായിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യണം. അതിൽ തന്നെ വേറൊരു കാര്യമുണ്ട്. ഒരു കസ്റ്റമർ ബേസിക്കലി 3 തരത്തിലെ ഡിസിഷൻ എടുക്കുള്ളൂ. ഒരു നിങ്ങൾ കൊടുക്കുന്ന പ്രസന്റേഷനിൽ 3 തരത്തിലെ ഡിസിഷൻ എടുക്കുള്ളൂ. ഒന്നില്ലെങ്കിൽ അവൻ ഇമ്മീഡിയറ്റ്ലി ഡിസിഷൻ എടുക്കും, പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തീരുമാനിച്ച് കാശ് വരും. രണ്ടാമത്തത് ലേറ്റർ ആണ്, പിന്നീടാവട്ടെ, ഞാൻ ആലോചിക്കാം, നോക്കട്ടെ, പറയട്ടെ എന്നൊക്കെ പറയുന്ന ലേറ്റർ ആയിട്ട് എടുക്കുന്ന തീരുമാനം എടുക്കുന്ന ആളുകൾ ഉണ്ടാവും. എന്നാൽ മൂന്നാമത്തെ ആളുകള് എന്താ അറിയോ, നെവർ ആയിരിക്കും. നെവർ കസ്റ്റമർ. ഒരിക്കലും അവൻ ഡിസിഷൻ എടുക്കില്ല. ഒരുപാട് ആളുകളുണ്ട്, നമ്മൾ തീരുമാനമൊന്നും എടുത്തിട്ടില്ല, നോക്കാം, വിളിക്കാം, അയാൾ വാങ്ങില്ല. ബേസിക്കലി അവനെ സംബന്ധിച്ചിടത്തോളം അവർ ഇമോഷണലി സ്ലോ ആയിട്ടുള്ള ആളുകളായതുകൊണ്ടാണ് അവർ ബേസിക്കലി തീരുമാനങ്ങൾ എടുക്കാതെ കുറെ കാര്യങ്ങൾ വെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പാവങ്ങൾ ഉണ്ടാവാനുള്ള ഒരു കാരണം എന്താണെന്നറിയോ മുനീർ ഭായ്? നമ്മുടെ നാട്ടില് പാവങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്താ നിങ്ങൾക്കറിയോ? ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ വളരെ സ്ലോ ആയിട്ടും വളരെ ഇമോഷണൽ ആയിട്ടും മാത്രം തീരുമാനം എടുക്കുന്നവർ അവരെന്നും പട്ടിണിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ അതിങ്ങനെ മാറ്റി വെക്കും തീരുമാനങ്ങൾ. പ്രോക്രാസിനേഷൻ എന്ന് അതിനെ പറയും. ആ പ്രോക്രാസിനേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു പോവർട്ടി, മാറ്റി വെക്കുക. എന്നാൽ ചില നല്ല ബിസിനസ്സുകാർ പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി ഡിസിഷൻ എടുക്കും. ലോജിക്കലായിരിക്കാം, ചിലപ്പോൾ ഫാസ്റ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കും. അവരവരുടെ എന്താ പറയുക ബിസിനസ്സിൽ അധികം നല്ല രീതിയിൽ വളരുന്ന ആളുകളായിരിക്കാം. എന്നാൽ ആവറേജ് ബിസിനസ് ചെയ്യുന്നവർ അവർ ഇമോഷണൽ ആയിരിക്കാം, പക്ഷെ ഫാസ്റ്റ് ആയിരിക്കും. ഇമോഷണൽ ആയതുകൊണ്ട് ഫാസ്റ്റ് ആയിരിക്കും, പക്ഷെ അവരുടെ ബിസിനസ് അങ്ങനെയായിരിക്കും. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഓരോ ഡിസിഷൻ മേക്കിങ്ങും ഇമ്പോർട്ടന്റ് ആണ് കസ്റ്റമർക്ക്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസന്റേഷൻ, സെയിൽസ് പ്രസന്റേഷൻ കൊടുക്കുന്നത് എന്തിനാണ്? കസ്റ്റമറുടെ ഡിസിഷൻ മേക്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ എന്ത് നടക്കുന്നത്, നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നത്. പോയിന്റ് കിട്ടിയോ? ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ തീരുമാനം, ഇതാണ് കസ്റ്റമർക്ക് വേണ്ടത്. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് അവൻ, ചില ആളുകൾ കണ്ടിട്ടില്ല, ഇപ്പൊ വിജിക്കൊക്കെ അനുഭവം ഉണ്ടാവും. വിജിയുടെ ഒക്കെ ടെക്സ്റ്റൈൽസിൽ വന്നിട്ട് തുണി അങ്ങോട്ടും മറിക്കും ഇങ്ങോട്ടും മറിക്കും, അങ്ങോട്ടും മറിക്കും ഇങ്ങോട്ടും മറിക്കും. വിജിക്ക് ഇവിടെ ഇങ്ങനെ ദേഷ്യം വരും, കുറെ നേരമായിട്ട് മറച്ചുകൊണ്ടിരിക്കുന്നത്. അതെടുക്കും ഇതെടുക്കും അതെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? അത് ഒഴിവാക്കാനൊരു വഴി പറഞ്ഞു തരട്ടെ വിജി. അത് ഒഴിവാക്കാനുള്ളൊരു വീഡിയോ നിങ്ങൾ അനുഭവിക്കുന്നില്ല അത് കൃത്യമായിട്ട്? ഇവിടെ ടെക്സ്റ്റൈൽസ് ബിസിനസ് ചെയ്യുന്ന ആർക്കെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും ടെക്സ്റ്റൈൽസിൽ ബിസിനസ്? ഈവൻ എനിക്ക് തോന്നുന്നു ഗോൾഡ് ആണെങ്കിലും. റിയാസ് B2C ആണോ? മുഹമ്മദ് റിയാസ് B2C ആണോ? അതായത് കസ്റ്റമർക്ക് ഡയറക്റ്റ് ആണോ? ഡയറക്റ്റ് ആണ്. ദിനേശ് ക്ലിയർ ആയില്ല. നമ്മുടെ പെരുന്തമണ്ണക്കാരനല്ലേ? പെരുന്തമണ്ണക്കാരനല്ലേ? മേലാറ്റൂരുകാരനല്ലേ? മനസ്സിലായി. ഞാൻ പറയുന്നത്, നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എങ്ങനെ ദേഷ്യം പിടിക്കും അല്ലെ? അത് കാരണം എന്താ അറിയോ? അവർ ഇമോഷണലി സ്ലോ ആണ്. മനസ്സിലായോ? ഇനി നമുക്ക് പറയാലോ, ഓ യു ആർ ഇമോഷണലി സ്ലോ, യു ആർ എ ഹ്യൂമാനിസ്റ്റിക് കസ്റ്റമർ എന്നൊക്കെ പറയാം. അവർക്ക് എന്ത് മനസ്സിലാവണം? ചിലപ്പോ ഒന്നും മനസ്സിലാവില്ല, പക്ഷെ വളരെ സിമ്പിൾ ആണ്. ഞാൻ ഈ ഒരു കേസിൽ ഞാൻ പറഞ്ഞുതരാം. അതിലിപ്പോ ഞാൻ അത് പ്രസന്റേഷനിലേക്ക് വരാട്ടോ, ഞാൻ ടോപ്പിക്ക് മാറിയിട്ടൊന്നുമില്ല, അവിടെ കിടപ്പുണ്ട്. എന്നാലും ചെറിയ ഇടയ്ക്കൊക്കെ ഓരോ സാധനങ്ങൾ ഇട്ട് കൊടുക്കണ്ടേ. വളരെ സിമ്പിൾ ആണത്.
അതായത് ബേസിക്കലി ഡിസിഷൻ എടുക്കാതെ ഇങ്ങനെ മറച്ചിടുന്നവര് അവര് ഇമോഷണലി ഭയങ്കരതാണ്. അതായത് ഇപ്പോ നമ്മളിപ്പോ ഒരു 2 എണ്ണം ഇട്ട് കൊടുത്തു എന്ന് വെക്കുക, 2 ഓപ്ഷൻസ് കൊടുത്തു, 1, 2 ക്ലിയർ, 1, 2 ഓപ്ഷൻസ് കൊടുത്തു. അവരപ്പൊ പറയും അടുത്തത് എടുക്ക്. ഇതിപ്പോ ടെക്സ്റ്റൈൽസ് മാത്രമല്ല, ചെരുപ്പ് കട, സ്വർണ്ണാഭരണ കട, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റുട്ടോ. വലിയ വലിയ കടകളിലൊക്കെ പറ്റും ഒരേ സാധനം പല ഇതിൽ കൊടുക്കുന്നത്. അതെടുക്കുന്നു പറയും. ഓക്കെ, അപ്പൊ സാധാരണ ഷോപ്പിൽ എന്താ ചെയ്യുക ഞങ്ങള്? അതും എടുത്തു കൊടുക്കും അല്ലേ? നിങ്ങൾ ഒരു കാര്യം ചെയ്യേ, നാളെ തൊട്ടിട്ട് കാര്യം ചെയ്യേ, 2 എണ്ണം ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, 3ാമത്തെ ചോദിക്കുമ്പോ ഇതിലത്തെ ഏതാ ഞാൻ മാറ്റി വെക്കേണ്ടത് ചോദിച്ചാൽ മതി, ഞാൻ തിരിച്ചെടുക്കേണ്ടത് ചോദിച്ചാൽ മതി. ഇതിലത്തെ ഏതാണ് ഞാൻ തിരിച്ചെടുക്കേണ്ടത് ചോദിച്ചാൽ മതി. കാരണം കസ്റ്റമർക്ക് ഒരു പ്രശ്നമുണ്ട്, കസ്റ്റമർക്ക് 2ൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഡിസിഷൻ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2ൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. 2 എണ്ണത്തിലുണ്ടെങ്കിൽ അവർക്ക് ഡിസിഷൻ എടുക്കാൻ ഈസിയാണ്. ഇതോ അതോ തീരുമാനിച്ചു. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ഈ മലബാർ ഏരിയയില് ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം രാവിലെ ഒരു ഓട്ടോ പിടിച്ചിട്ട് പെണ്ണ് കാണാൻ പോക്കുണ്ട് ചില ടീമുകൾ. അതൊരു ഇതാണ്, പ്രത്യേകിച്ച് മലപ്പുറം ഏരിയയിൽ. നമ്മുടെ യുഹൈനയുടെ ഒക്കെ നാട്ടിലുള്ളതെന്ന് എനിക്കറിയാം. ഈ പറഞ്ഞ ദിനേഷിന്റെ ഒക്കെ നാട്ടിൽ മേലാറ്റൂര് പെരുന്തമണ്ണ റേറ്റിൽ എനിക്കറിയാം. രാവിലെ ഒരു ഓട്ടോ അല്ലെങ്കിൽ ഒരു കാർ എടുത്ത് അങ്ങ് പോകും, ഒരു 4-5 പെണ്ണുങ്ങളെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഒരു ബ്രോക്കറും ഉണ്ടാവും. ചെയ്യരുത്. കാരണം എന്താണെന്നറിയോ, 4-5 പെണ്ണുങ്ങളെ കണ്ടാൽ ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടാ. എന്നാൽ 2 കണ്ടു വെച്ചാൽ അതോ അല്ലെങ്കിൽ ഇതോ തീരുമാനാക്കാം. ഇനി 2 വേണ്ടെങ്കിൽ അത് തീരുമാനാക്കാം. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഓപ്ഷൻ കൊടുക്കരുത്, 2 ഓപ്ഷനെ കൊടുക്കാൻ പാടും. കാരണം അവർക്ക് ഡിസിഷൻ എടുക്കാൻ അത് ഈസിയാ. നമ്മുടെ പണി അതാണേ. നമ്മുടെ പണി എന്താ? അവനെ കൊണ്ട് ഡിസിഷൻ എടുപ്പിക്കലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അങ്ങനെ കൊടുക്കാൻ പാടും. നാളെ തൊട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നടക്കുമോ നോക്ക്. ഓക്കെ, മിക്കവാറും നടക്കും. പക്ഷെ ഒരു കാര്യം കേട്ടോ, ഇതിലത്തെ ഏതാ ഞാൻ മാറ്റണ്ട് അങ്ങനെയല്ല. അപ്പൊ ഇതിലത്തെ ഏതാ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് മറ്റേത് മാറ്റിയിട്ട് പുതുതെടുക്കാം എന്ന് പറയണം. മനസ്സിലായോ വിജി? ശ്രീ സാറ് പറഞ്ഞിട്ടുണ്ട് 2 കൊടുക്കാൻ പാടുള്ളൂ അറ്റ് എ ടൈം, 3ാമത്തെ കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഇതിലത്തെ ഏതാ മാറ്റണ്ടേ അങ്ങനെയൊന്നും ചോദിക്കരുത്. നൈസായിട്ട് അത് ചോദിച്ച് ഡീൽ ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിനെന്താ പ്രശ്നം വെച്ചാലേ ഈ 2 എണ്ണത്തില് തീരുമാനമാക്കുന്ന കസ്റ്റമറേയും കൂടി കിട്ടണ്ടേ? അല്ല, ഞാൻ പറഞ്ഞ 2 എണ്ണത്തിൽ തീരുമാനമാക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ 10 എണ്ണം ചോദിക്കും, അതെടുക്കെന്ന് പറയും, ഇതെടുക്കെന്ന് പറയും. നിങ്ങളുടെ മുന്നിൽ, അവരുടെ മുന്നിൽ 2 എണ്ണേ പാടുള്ളൂ. ബേസിക്കലി പറഞ്ഞു മനസ്സിലായോ? അതിൽ ഈ 2 എണ്ണം കണ്ടിട്ടേ 2 എണ്ണം ഈ ആൾക്കാർക്ക് ഇഷ്ടംമാതിരി കാണണ്ടേ, കാണാതെ അത് ദിനേശ്, അത് ദിനേശിന്റെ മൈൻഡ് സെറ്റ് ആണ്. ആൾക്കാർ കണ്ടു കഴിഞ്ഞാലേ വാങ്ങൂ എന്നുള്ളത്. അതെ, അത് ശരിയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യേ, ആദ്യം 2 എണ്ണം കൊടുക്ക്. ആ 2 എണ്ണത്തിൽ അവന് ഇഷ്ടപ്പെടാത്തത് മാറ്റി വെക്ക്, ഇഷ്ടപ്പെട്ടത് അവിടെ തന്നെ വെക്ക്. അടുത്ത ഓപ്ഷൻ കൊടുക്ക്. അതില് 2 എണ്ണത്തിൽ ഏതാന്ന് അവർ തീരുമാനം എടുക്കട്ടെ, അടുത്തെടുക്കട്ടെ. അവർക്ക് ഡിസിഷൻ എടുക്കാൻ ഈസിയാന്നേ. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ചിന്തിക്കുകയാണ് അവർക്ക് അങ്ങനെ വേണം, അങ്ങനെ ചിന്തിക്കണം എന്ന്. ഞാൻ ഒരു ഉറപ്പാണ് പറയണു, നിങ്ങൾ തീരുമാനിക്കണ പ്രൊഡക്റ്റേ കസ്റ്റമർ വാങ്ങുള്ളൂ. എനിക്കറിയാതെ. പക്ഷെ നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അങ്ങനെ തന്നെയാണ്, അത് കസ്റ്റമർ ഇങ്ങനെയാണ് എന്ന് നമ്മൾ അങ്ങ് ഉറച്ചു വിശ്വസിച്ചിട്ട് കസ്റ്റമർക്ക് ഇഷ്ടത്തിന് അങ്ങനെ നടക്കുകയാണ്. കസ്റ്റമർ ഇങ്ങനെ വട്ടം കറക്കും, കാശും തരില്ല, മറ്റേ തീരുമാനങ്ങൾ എടുത്തിട്ട് ഭയങ്കര ഇതായിട്ട് പറയും. വിജി പറയും. അതെന്താ ഈ 2 എണ്ണത്തിൽ കൂടുതൽ നെറ്റിന്റെ ഇഷ്യൂസ് ഉണ്ടേ? പറയും കേക്കുന്നുണ്ട്. ഇപ്പൊ പറയുന്നുണ്ട്. പോയി നെറ്റിന്റെ ഇഷ്യൂ ഉള്ളപ്പോ വീഡിയോ ഓഫ് ആക്കിയിട്ട് സംസാരിക്കാം. അപ്പൊ കുറച്ചുകൂടി ഈസി ആയിട്ട്. എനിക്ക് ആ പോയിന്റ് ഭയങ്കര ഇഷ്ടമായി സാറേ. എന്തേ? നമ്മൾ തീരുമാനിക്കണം കസ്റ്റമർ ഏത് പ്രോഡക്റ്റ് എടുക്കണമെന്ന്. അല്ലാണ്ട് പിന്നെ നമ്മളെന്നെ തീരുമാനിക്കണം. ഒരു സംശയമില്ല, നമ്മളാ തീരുമാനിക്കുന്നത്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 2 പ്രൊഡക്റ്റ് കൊടുക്കുക. അപ്പൊ അതിൽ ഒന്നെടുക്കും. ഡിസിഷൻ ഈസി ആക്കാനാണ്. കസ്റ്റമർക്ക് ഡിസിഷൻ എടുക്കണം, അത് ഈസി ആക്കാനാണ്. നമ്മൾ തീരുമാനം എടുക്കണം, നമ്മൾ അത് ആലോചിക്കണം. ഞാൻ പറയുന്നത് അവരുടെ മുന്നിൽ 2 എണ്ണേ പാടുള്ളൂ. അല്ലെങ്കിൽ ഒന്നങ്ങ് മാറ്റി വെക്കുക, ഇഷ്ടപ്പെട്ടതൊന്നും മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള 2 എണ്ണം 1-2 എണ്ണം എടുത്ത് അതിനൊന്ന് മാറ്റി വെക്കുക. അതോടുകൂടി 2 എണ്ണത്തിൽ ഇത് ഏതാ സാർ എടുക്കേണ്ടത് തീരുമാനമായി. പലപ്പോഴും നമ്മൾ വിചാരിക്കണം എന്തറിയോ, ഇതെന്തറിയോ ഇതിൽ പ്രശ്നം വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു തെറ്റിദ്ധാരണ ഉണ്ട്. ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയുക, ഇത് പലർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് പുല്ലാണ്. ആദ്യമേ അങ്ങ് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങിയ കുഴപ്പമില്ലല്ലോ. കസ്റ്റമറെ അങ്ങ് സർവീസ് ചെയ്തിട്ട് കസ്റ്റമർ കിങ് ആണ്, കസ്റ്റമർ ഗോഡാണ്,
ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കസ്റ്റമറെ അങ്ങ് സർവീസ് ചെയ്ത് അവസാനം അവന്റെ കാലിന്റെ അടി വരെ നക്കി ഭയങ്കര മോദമായിട്ട് അവൻ പറയണ കാശിന് സാധനം കൊടുത്ത് എങ്ങനെയെങ്കിലും കച്ചവടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്ന കച്ചവടക്കാരാണ്. എന്റെ പഴയ മെൻഡർ പറഞ്ഞ് കോഴിക്കോട് പറഞ്ഞ പോലെ ഡയലോഗ് ഉണ്ടായി, ഞാൻ ഇവിടെ പറയുന്നില്ല, ചിലർക്കെങ്കിലും അറിയുണ്ടാവും. അവരാണ് കുടുങ്ങുന്നത്. ബാലേന്ദ്രൻ. മാന്യമായിട്ട് വളരെ മാന്യമായിട്ട് ഞാൻ പറയണത്. എന്താ ഷിബുബായ്? അതെ, സീരിയസ്ലി കസ്റ്റമർ പറയുന്നത് കേട്ട് കസ്റ്റമർ ചിന്തിക്കുന്നു കസ്റ്റമർ വലിയ സംഭവമാണ്, കസ്റ്റമർ ഇങ്ങനെയാണ്. ഞാൻ പറയും, എന്നെ സംബന്ധിച്ചോളം എന്റെ കസ്റ്റമർ എനിക്ക് ഒരൊപ്പാണെന്ന് ഞാൻ വിചാരിക്കുന്ന ആളാണ്. ഞാൻ ഇന്ന് വരെ ഞാൻ വിളിക്കുമ്പോൾ ഞാൻ വേണ്ടവരെ മാത്രമേ ഞാൻ അങ്ങനെ സാറിനൊക്കെ വിളിച്ചിട്ട് അത്രയും ഇതുണ്ടെങ്കിൽ മാത്രമേ ഞാൻ സാറുള്ളൂ. ഞാൻ വിളിക്കുമ്പോൾ ഒക്കെ മുനീർ ബായ്, ഷിബു ബായ് അല്ലെങ്കിൽ റിയാസ് ബായ് അല്ലെങ്കിൽ പേര് വിളിക്കും. ഞാൻ കുറച്ച് എന്നെക്കാട്ടും പ്രായം കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനൊരു ബായ് വിളിക്കും, അല്ലെങ്കിൽ ഞാൻ പേരെ വിളിക്കുള്ളൂ. ഞാൻ അഭിരാഗിനെ കയറിയിട്ട് അഭിരാഗ് എന്താ പറയുക അഭിരാഗ് സാറെന്ന് ഞാൻ വിളിക്കാൻ നിൽക്കില്ല, അഭിരാഗെന്ന് വിളിക്കും. അത് ഞാൻ അപ്പത്തേക്ക് അവനോട്ടൊരു കണക്ഷൻ ആക്കിയിട്ടുണ്ടാവും. എനിക്ക് ഉറപ്പാണ് ഞാൻ അഭിരാഗിനെ വിളിച്ചിട്ട് ഡാന്ന് വിളിച്ച അഭിരാഗിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. വിളിക്കുന്ന ഡായുടെ ഗുണാട്ടത്. ആ സമയത്ത് അഭിരാഗ് നാളെ എനിക്ക് ചിലപ്പോ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അഭിരാഗ് സാറേ, അഭിരാഗൻ അത് മറ്റേ പുളകം കൊള്ളും സത്യ സാറെന്ന് കേൾക്കുമ്പോ. അതോട് കൂടിയിട്ട് എന്താ അറിയോ, പിന്നെ നമ്മുടെ അടുത്തുള്ള സാധനം അവന്റെ കൈ കൊടുത്തിട്ട് പിന്നെ നമ്മൾ പറയാണ് അതിങ്ങോട്ട് തായോ. പിന്നെ അവൻ തീരുമാനിക്കും, അല്ല നമ്മൾ തീരുമാനിക്കും. കച്ചവടത്തിൽ നമ്മളാണ് തീരുമാനം എടുക്കുന്നത്. ഇത് പറഞ്ഞ ഞാൻ വീണ്ടും പറയുന്നു, ഇതിനെ എതിർക്കുന്ന എത്രയോ ആൾക്കാർ, ഇതിൽ 50% ആൾക്കാരും ഉണ്ടായിരിക്കും. ഞാൻ വീണ്ടും പറയണം, ആദ്യം പറഞ്ഞത് എനിക്ക് പുല്ലാണ്. കാരണം ഞാൻ ഡീൽ ചെയ്യുന്നത് നേർക്ക് നേരെയാണ്. ഞാൻ ഒരിക്കലും മുകളിൽ കയറി സംസാരിക്കാറില്ല. ഞാൻ ഒരിക്കലും താഴെ ഇറങ്ങി സംസാരിക്കാറില്ല. ഞാൻ ഒരിക്കലും സാറേ വാങ്ങ് സാറേ എന്ന് പറഞ്ഞ് ഒരാളുടെ പിന്നാലെ ഞാൻ നടക്കാറില്ല. ഞാൻ ഒരിക്കലും ആജ്ഞാപിക്കല്ല താൻ അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്ന് ഞാൻ പറയാറില്ല. നേർക്ക് നേരെയാണ്. അതിപ്പോ സാമ്പത്തികമായിട്ട് മോശമായാലും വേണ്ടില്ല, കച്ചവടത്തിൽ മോശമായാലും വേണ്ടില്ല, ചെറിയ പ്രൊഡക്റ്റ് ആണെങ്കിലും വലിയ പ്രൊഡക്റ്റ് ആണെങ്കിലും, ഇനി ഫ്രീ ആയിട്ട് എടുക്കുന്ന ആളാണെങ്കിലും വേണ്ടില്ല, ഞാൻ ഒരുപോലെ സംസാരിക്കും. എനിക്ക് 1 രൂപ മെച്ചമില്ലാത്ത കേസാണെങ്കിലും ഞാൻ അങ്ങനെ സംസാരിക്കുന്നു. നിങ്ങൾ അതുപോലെ മതിയെന്നേ. നിങ്ങൾ സ്നേഹം കൊടുക്കൂ, നിങ്ങൾ എമ്പതി കൊടുക്കൂ, വരുന്ന കസ്റ്റമർക്ക് ഒരു നല്ല ചിരി കൊടുക്ക്. അത് ഹൃദയത്തിൽ നിന്ന് വരട്ടെ. അയ്യോ സാറ് ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് ചിരിച്ചാക്കാന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ ചിരിച്ച എന്റെ പല്ലിന്റെ ഗ്യാപ്പ് മാത്രമേ കാണൂ. ചിരിയൊക്കെ ഉള്ളിന്ന് വരട്ടെ, സീരിയസ്ലി. അപ്പൊ പ്രസന്റേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് വെറുതെ നമ്മൾ താഴെ ഇറങ്ങിയിട്ട് ചെയ്തിക്ക നിങ്ങൾക്കൊക്കെ പറ്റണതാണ് കേട്ടോ. ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയാം. ശരിയാണോ? താഴരുത് ചെയ്തിക്ക. നിങ്ങൾ 10-65 വയസ്സുള്ള മനുഷ്യനാണ്, നിങ്ങൾ ഒരിക്കലും താഴേണ്ട കാര്യമില്ല. നിങ്ങളുടെ കസ്റ്റമർ അവര് തന്നിട്ടാ നമ്മൾ ജീവിക്കണമെന്ന് ചിന്ത പാടില്ല. അവനൊരു സൊല്യൂഷൻ കൊടുത്തിട്ടാണ് നമ്മൾ സാധനം പൈസ മേടിക്കുന്നത്. നമ്മൾ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനം ഒന്നല്ല. അയ്യോ അവന്റെ കാശ് കിട്ടിയിട്ട് വേണ്ട എനിക്ക് ജീവിക്കാൻ, അവൻ പൈസ തന്നില്ലെങ്കിൽ എന്റെ കറണ്ട് ബില്ല് എന്ത് ചെയ്യും, എന്റെ ഭാര്യ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, എന്റെ പലിശക്കാർ ചോദിക്കുന്നുണ്ട്, EMI ചോദിക്കുന്നുണ്ട്. ഭയങ്കര മോശം. നിങ്ങൾ മെന്റലി ഫിറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വർക്കും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഫിനാൻഷ്യലി ഫിറ്റ് അല്ലെങ്കിൽ നിങ്ങൾ മെന്റലി ഫിറ്റ് ആവില്ല. നിങ്ങൾ മെന്റലി ഫിറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പണി എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടറിയോ നമ്മുടെ നാട്ടിൽ ഈ ലോണൊക്കെ വന്നിട്ട് ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? അതായത് മരണം ഉണ്ടാവും, ചിലപ്പോൾ ചില ആൾക്കാർ പ്രശ്നങ്ങൾ, അങ്ങനത്തെ ഒക്കെ അറിയാലോ നമുക്ക്. എന്താ കാരണം വെച്ചാൽ അവർ മെന്റലി ഡൗൺ ആണ്. അതുകൊണ്ട് തന്നെയാണ് ബജാജ് ഫിൻസർവും അതുപോലത്തെ ആളുകളും നിങ്ങളെ വിളിച്ച് വെറുപ്പിക്കുന്നത്, ചൊറിയുന്നത്. അവര് നിങ്ങളെ മെന്റലി ഡൗൺ ആക്കാനാണ്. നിങ്ങളെ മെന്റലി ഡൗൺ ആക്കി കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ പൈസ എങ്ങനെയെങ്കിലും അടയ്ക്കും. പല ബിസിനസ്സുകാരും എനിക്കറിയാം, മാർക്കറ്റിൽ 10 രൂപ ഇട്ട് കഴിഞ്ഞാൽ അവന് 100 രൂപ ഉണ്ടാക്കാൻ പറ്റും. ആ സമയത്ത് ആ 10 രൂപ EMI അടയ്ക്കാൻ കൊണ്ടേ കിടക്കും, അല്ലെ ലോൺ എടുക്കാൻ അടയ്ക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുക, EMI അടച്ചു പോവാന്നല്ലാണ്ട് അവൻ അടുത്തൊരു എമൗണ്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ ടോപ്പിക് നിന്ന് മാറിപ്പോയി, സോറി. അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി ഞാൻ വേറെ ലെവലിൽ പോകും. അപ്പോ പ്രസന്റേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പ്രസന്റേഷൻ എന്താണ്? നമ്മുടെ പ്രസന്റേഷൻ നിങ്ങൾ സെയിൽസിൽ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് അവന് കൊടുക്കാൻ പറ്റുന്ന ബെനിഫിറ്റുകളെ കുറിച്ച്, അവന് കിട്ടാൻ പോകുന്ന അഡ്വാൻറ്റേജസിനെ കുറിച്ച്, അവൻ ആക്ച്വലി കിട്ടാൻ പോകുന്ന ഔട്ട്കമ്മിനെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്കറിയോ ഈ ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഇരിക്കുമെന്നറിയോ? അതൊന്ന് ധരിച്ചു വന്നേ, ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾ അവരെ നിർബന്ധിക്കണം, ഈ ഡ്രസ്സ് ഒന്ന് ധരിച്ചു വന്നേ.
അവരവിടെ പോയിട്ട് വരുമ്പോൾ വാവ് നന്നായിട്ടുണ്ട്, ഒരു മാറ്റം ഉണ്ടല്ലോ, ഒരു നന്നായിട്ടുണ്ട്. അപ്പൊ അവനെ സംബന്ധിച്ചുള്ള അവ കണ്ണാട മുമ്പിൽ ഇങ്ങനെ ഒരു 4 വരം നോക്കും, കൊള്ളാം, നന്നായിട്ടുണ്ട്, പിന്നെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് ടൈറ്റ് നമുക്ക് വേറെ ഒന്നും കൂടി നോക്കണോ, കുറച്ചും കൂടി ലൂസ് ആയിട്ടുള്ളത് നോക്കണോ, എന്നാൽ ലൂസിലും കൂടി നോക്കാം, അതും കൂടി നിട്ടു നോക്ക്, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ നമ്മൾ 2 ഓപ്ഷൻ കൊടുത്തു. അപ്പൊ സ്വാഭാവികമായിട്ട് അതിലൊരു തീരുമാനത്തിലെത്തും. അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതെങ്കിലും ഉണ്ടോ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ. അതായത് അവന് കിട്ടുന്ന ബ്ലാക്കിൽ കുറച്ചുകൂടി, ബ്ലാക്ക് നല്ല ബ്ലൂവിൽ കാണാൻ നല്ല രസം ഉണ്ടായിരിക്കും കേട്ടോ. ഞാനൊരു സജഷൻ പറഞ്ഞോട്ടെ. ചില ആളുകൾ വന്നിട്ട് റോങ് കളർ വന്നിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ടാവും. അവരോട് പറയും, നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും, കാരണം നിങ്ങൾ എക്സ്പെർട്ട് അല്ലേ, അവർ സജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ പറയും അത് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ അല്ലെങ്കിൽ ബ്ലൂ കളർ, കുറച്ച് ഡാർക്ക് കളറാണ് നിങ്ങൾക്ക് നല്ലത്, അപ്പൊ ഒന്ന് എടുത്ത് കാണിക്കും. നിങ്ങൾ കുറച്ച് ഫെയർ അല്ലേ, അപ്പൊ കുറച്ചുകൂടി നന്നായിട്ട് കാണിക്കും. ചില കുറച്ച് ഡാർക്ക് ആയിട്ട് ആളുകൾ ചിലപ്പോൾ ഭയങ്കര ഡാർക്ക് കളർ ഇടും. അപ്പൊ ഭയങ്കര അത് അവരെ ഫേസിൽ കാണുന്നത് ഭയങ്കര, അവരെ ഫേസിൽ ശരിക്കും അത് വ്യത്യാസം വരും. കളർ അനാലിസിസ് ഉണ്ട്, നിങ്ങൾ അതൊക്കെ പഠിക്കണം. ടെക്സ്റ്റൈൽസിലുള്ള ആൾക്കാർ കളർ അനാലിസിസ് ഉണ്ട്, അവരതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞാൻ പറയാൻ അർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ ഔട്ട്കം ആണ് കൊടുക്കേണ്ടത്. നിങ്ങൾ ഇത് ധരിച്ചാൽ ഇങ്ങനെ ഇരിക്കും, അല്ലാണ്ട് ഇതിന്റെ വില 2000 രൂപയാട്ടോ, അതിനാണെങ്കിൽ 750 രൂപയുള്ളൂ, ഇത് വന്നിരിക്കുന്നത് കോട്ടണിലാട്ടോ, ഇത് വന്നിരിക്കുന്നത് മറ്റേ വേറെ എന്തെങ്കിലും കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. 4000-ന്റെയും 5000-ന്റെയും കേരള സാരി വാങ്ങുന്നതിനേക്കാൾ ചന്തമുണ്ട് പെൺകുട്ടികൾക്ക് 250-ന്റെയും 300-ന്റെയും മുണ്ടും വേസ്റ്റ് എടുത്താൽ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്, സീരിയസ്ലി. ചിലർക്ക് നന്നായിരിക്കും, ചിലർക്ക് മോശമായിരിക്കും. പക്ഷെ അത് വിലയിൽ മാത്രമല്ല. ചിലർ നമ്മൾ വിചാരം എന്താ അറിയും, ചിലർ വിലയിലാണ് തീരുമാനിക്കുക. അങ്ങനത്തെ തെറ്റിദ്ധാരണകളുണ്ട്. നിങ്ങൾ ഔട്ട്കം കൊടുക്കുക. അവൻ എന്ത് കിട്ടും, അവൻ എങ്ങനെ ഇരിക്കും, അവന് ഇത് കിട്ടും. ഇപ്പൊ മുനീറിന്റെ ഇത് കോൾഡ് സ്റ്റോറേജ് ആണ് അല്ലെ, പലതരത്തിലുള്ള കോൾഡ് സ്റ്റോറേജ് ആണുള്ളത്, പല വലുപ്പത്തിലും കാര്യങ്ങളുള്ളതാണുള്ളത്, ആണോ? നിങ്ങൾ അത് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള സാധനം കൊടുക്കുക, ഏറ്റവും നന്നായിട്ട് നിൽക്കുന്ന. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു മീറ്റ് കച്ചവടക്കാരനാണ്, ഒരു ഇറച്ചി കച്ചവടക്കാരനാണെങ്കിൽ അവന് ചിലപ്പോൾ ഒരു 3 ദിവസം വരെയൊക്കെ ചിലപ്പോൾ നിർത്തേണ്ടി വരും. അങ്ങനത്തെ കൊടുക്കുക. അവന്റെ കമ്പനിയുടെ വലുപ്പം അറിഞ്ഞിട്ട് തണുപ്പ് കൂടുതലും കുറയും. എനിക്ക് അതിന്റെ കൃത്യമായിട്ട് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്ക്. അല്ലാണ്ട് ഇത് ഇന്ന കമ്പനിയുടെയാണ്, ഇത് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയതാണ്, അത് അവിടെ ചെയ്തതാണ്, ഇതൊന്നും വേണ്ട. അതൊക്കെ അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം പിന്നീട്. ആ ഔട്ട്കം എങ്ങനെയാണെന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ നിങ്ങളുടെ പ്രസന്റേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഔട്ട്കം ബേസ്ഡ് ആയിരിക്കണം, അഡ്വാൻറ്റേജ് ബേസ്ഡ് ആയിരിക്കണം. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ആണോ? യെസ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യം. അപ്പോൾ പ്രസന്റേഷൻ നമ്മൾ കസ്റ്റമറോട് പറയുന്ന സമയത്ത് അനാവശ്യമായിട്ട് ഫീച്ചറുകളെ കുറിച്ച്, ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റേ ആ സാധനമാണ്, ഈ സാധനമാണ്, കളർ ഇങ്ങനെയാണ് ഒക്കെ പറയുന്ന പല രീതിയിലുള്ള ഫീച്ചറുകൾ ഉണ്ടല്ലോ, ടെക്നിക്കൽ കാര്യങ്ങൾ, വാക്കുകൾ ഉണ്ടല്ലോ, അത് വേണ്ട. അതില്ലാണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഇത് എങ്ങനെ പ്രസന്റേഷൻസ് അവതരിപ്പിക്കാം? ഇപ്പൊ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ ഓക്കെ ഷിബുബായുടെ നമുക്ക് സാൻഡ എടുക്കാം. സാൻഡ ഡിസൈൻ കൊച്ചിയിലെ അത്യാവശ്യം നല്ല പേര് കേട്ട ബ്രാൻഡാണ്. ഷിബുബായി ആണ് അതിന്റെ, ഷിബു KG ആണ് അതിന്റെ ഓണർ. ഷിബുവിന്റെ ഓഫീസിലേക്ക് ഒരു തുണി വാങ്ങാൻ വരുന്ന ആളാണെന്ന് കരുതുക, ഒരു ഡ്രസ്സ് എടുക്കാൻ വരുന്ന ആളാണെന്ന് കരുതുക. അവരെ നമ്മൾ എങ്ങനെ ഡീല് ചെയ്യാമെന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരാൾ വന്നു, നമ്മൾ നിർബന്ധമായിട്ടും അവരോട് ചോദ്യങ്ങൾ ചോദിക്കണം. ഷിബുബായ്, നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കണം. അതായത് എവിടെയാ സ്ഥലം, എന്താ സ്ഥലം, നിങ്ങൾക്ക് എങ്ങനത്തെ ഡ്രസ്സാണ് വേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കണം. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചു കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഒരിക്കലും ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. മറ്റേതിൽ പറഞ്ഞ അനിൽ ബാലേന്ദ്ര സാർ പഠിപ്പിക്കാത്ത കാര്യമാണ് ഷിബുബായ്. നിങ്ങള് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവരാലോചിക്കലോ, ഒരു ആലോചിച്ചിട്ടല്ലേ ഉത്തരം പറയുക. ഈ ആലോചിക്കുന്ന സമയത്ത് അവരുടെ കണ്ണുകളിലേക്ക് നിങ്ങൾ നോക്കണം. കണ്ണുകളിലേക്ക് നോക്കുന്ന സമയത്ത് അവരെ കണ്ണുകൾ ഇങ്ങനെ ആലോചിക്കണത്, അതിപ്പോ ഞാൻ അവിടുന്ന് ഇങ്ങനെ വന്നു, ഇങ്ങനെ ചെയ്തു. കണ്ണുകൾ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, അവർ വിഷ്വലൈസേഴ്സ് ആണ്. വിഷ്വലൈസേഴ്സ് ആണ്. എന്താണ് ഈ വിഷ്വലൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല കാര്യങ്ങളും പറയുന്ന സമയത്ത് അവര്, ഇപ്പൊ താങ്കൾ പറഞ്ഞു കൊടുക്കുകയാണ്,
ഇതിന്റെ കളറ് ലൈറ്റ് ഗ്രീൻ ആണ് വരുന്നത്. അത് നമുക്ക് എന്താ ലെഹങ്കയല്ലേ? ലെഹങ്കയാണ്. അത് നമുക്കിങ്ങനെ ഇത് രീതിയിലാണ് വരിക എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അതുപോലത്തെ ഒരു ഡ്രസ്സോ അതുപോലത്തെ തുണിയോ അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങളോ കാണിച്ചു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം അവർ നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് അവരുടെ മനസ്സിൽ മുമ്പിൽ ഒരു സ്ക്രീനിൽ അത് അവർ കാണും, വിഷ്വലൈസ് ചെയ്യും. ഇതിപ്പോ ഞാൻ പറയുമ്പോ, ഞാൻ ഈ ട്രെയിനിങ് എടുക്കുമ്പോൾ ഇവിടെ 3 തരത്തിലെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ പറയുന്ന സമയത്ത് ചില ആളുകൾ ഞാൻ പറയുന്ന സ്റ്റോറി, ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ ഞാൻ ഈ ഡബിളിന്റെ കാര്യം പറഞ്ഞില്ലേ, എന്തുകൊണ്ടാ ദിനേശ് പെട്ടെന്ന് പ്രതികരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിനേശ് ഒരു വിഷ്വലൈസർ, അത് എനിക്ക് മനസ്സിലായി. ഞാൻ അതെങ്ങനെയാന്നൊക്കെ ഞാൻ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ദിനേശ് പെട്ടെന്ന് ഷോപ്പിൽ വന്ന ഒരു കസ്റ്റമറുടെ മുന്നിലേക്ക് ആ തുണി ഇങ്ങനെ ഇട്ടത് ഓർത്തു. അതുകൊണ്ടാണ് ദിനേശ് അത് പെട്ടെന്ന് പ്രതികരിച്ചത്. കാരണം അത് ആൾക്കാർ കുറെ കാണണ്ടേ എന്നൊക്കെ ചോദിച്ചത്. കാരണം ഹീസ് ബേസിക്കലി വിഷ്വലൈസർ, അവൻ അത് കാണാനാണ് താല്പര്യം. ക്ലിയർ? എന്നാൽ ഓക്കെ, ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? കണ്ണുകൾ മുകളിലേക്ക് നോക്കി ആലോചിക്കുന്ന ആളുകളാണെങ്കിൽ they are called visualizers. നിങ്ങൾ പറയുന്ന സമയത്ത് സൈഡിലേക്ക് ആലോചിക്കുന്ന ആളുകളാണെങ്കിൽ അവര് ഓഡിറ്ററീസ് എന്നാ പറയുക. ഓഡിറ്ററീസ് എന്താണ് ഈ ഓഡിറ്ററീസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന തുണിയേക്കാൾ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ അവർ സ്ക്രീനിൽ കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതൽ അവർക്കത് കേൾക്കാനാണ് ഇഷ്ടം. ക്ലിയർ ആണോ? കേൾക്കാനാണ് ഇഷ്ടം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനത്തെ ആളുകളോട് നിങ്ങൾ വളരെ വിശദമായിട്ട് ഇങ്ങനത്തെ വർക്കുകൾ വരും, ഇങ്ങനെ അത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരോട് കൂടുതൽ അടുത്ത് ചെന്ന് ചെവിയിലേക്ക് സംസാരിക്കുന്ന പോലെ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സംസാരങ്ങൾ, ഇങ്ങനെ ഗ്രാഫുകൾ മാറ്റി കയറ്റി ഇറക്കി ഇങ്ങനെയൊക്കെ സംസാരിക്കണം. എന്നാൽ ചില ആളുകളോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അവർ താഴത്തേക്ക് നോക്കും. താഴത്താക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്യണം. ഏതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തുണി അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡിസൈൻ അല്ലെങ്കിൽ ഡ്രസ്സ് അതങ്ങ് കൈ കൊടുത്തേക്കും. They are called kinesthetic. അവർക്കൊന്ന് തൊട്ട് തടവി ഒന്ന് ടച്ച് ചെയ്തിട്ടൊക്കെ വേണം അവർക്ക് ചെയ്യാൻ. ഇനി ഇതിൽ വേറൊരു കഥയും കൂടി ഉണ്ട്. നമുക്ക് ബിസിനസ് അല്ല, പേഴ്സണൽ ആണ്. ഇതിന് കാശ് വേറെ മേടിക്കേണ്ടതാണ്. എന്നാലും ഞാൻ പറഞ്ഞുതരാം. ആണുങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ വീട്ടില് നിങ്ങൾ വൈകുന്നേരം ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, എസ്പെഷ്യലി അവർ ഓഡിറ്ററീസ് ആണെങ്കിൽ, അവര് പറയുന്നത് നിങ്ങൾ കേൾക്കുകയും നിങ്ങൾ അവരോട് കുറച്ചു നേരം സംസാരിക്കുകയും വേണം. അല്ലെ കുടുംബ പ്രശ്നമാവും. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ ഓഡിറ്ററീസ്. അവർക്ക് കേൾക്കാനും സംസാരിക്കാനും വേണം. ഒരു ദിവസം കോള് വന്നില്ലെങ്കിൽ അയൂബിനെ മുള്ളേ നിർത്തും ജുഹൈന. ഒരു സംശയമില്ല. കാരണം എന്താ? അയൂബ് ഗൾഫിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എന്താ വിളിച്ചെന്ന് കുഴപ്പം, തങ്ങൾ എന്ത് തിരക്കാ നിങ്ങൾക്ക് എന്ന് ചോദിക്കും. കാരണം ജുഹൈനയ്ക്ക് സംസാരിക്കണം. പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ടാണ് മറ്റേ ആ സിനിമയിൽ പറഞ്ഞ പോലെ മിക്കവാറും, അതായത് ഞാൻ ഒന്നുകൂടി പറയാം, മിക്കവാറും സ്ത്രീകൾ എന്ന് പറയുന്നവർ ഓഡിറ്ററി ആയിരിക്കും. ഒരു 80% വരെ കേട്ടോ, 80% വരെ ഓഡിറ്ററി ആയിരിക്കും. അതുകൊണ്ടാണ് മിക്കവാറും സ്ത്രീകളുടെ പെൺകുട്ടികളുടെ കാമുകന്മാർ ഊളകളാവുന്നത്. പറയുന്നില്ല സിനിമയിൽ. കാരണം വെച്ചാൽ അവർക്ക് ഭംഗിയിലല്ല അവരുടെ പ്രശ്നം, അവർക്ക് നല്ല ശബ്ദത്തിൽ സംസാരിക്കുന്ന അങ്ങനെയുള്ള സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ തിരിച്ച് സ്ത്രീകളോട് എനിക്കൊരു കാര്യം പറഞ്ഞു തരാനുണ്ട്. നിങ്ങളുടെ ഭർത്താക്കന്മാര് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അടുക്കളയിൽ ഇട്ടിരിക്കുന്ന നൈറ്റി, അവിയൽ മുതൽ സാമ്പാർ മുതൽ ഇറച്ചിക്കറി വരെ ആയിട്ടുള്ള നൈറ്റി, നനഞ്ഞ് പിണ്ടിയായിട്ടുള്ള നൈറ്റി ആയിട്ടിട്ട് അവിടെ പോയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഭർത്താവ് അടുത്ത വീട്ടിലെ ചേച്ചിയെ നോക്കുമ്പോൾ ഒന്നും തോന്നരുത്. ദേ ആർ ബേസിക്കലി 80% പീപ്പിൾ ആർ ബേസിക്കലി വിഷ്വലൈസേഴ്സ്. ആണുങ്ങള് അവർക്ക് നിങ്ങളെ സുന്ദരിയായിട്ട് കാണാനാണ് താല്പര്യം. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ അത് കീപ്പ് ചെയ്യണം. നിങ്ങൾ പുറത്തേക്ക് പോകുന്നുണ്ടല്ലോ ലിപ്സ്റ്റിക് ഇട്ടിട്ട് മേക്കപ്പ് ചെയ്തിട്ട് നിൽക്കുന്ന സന്തോഷം അവർക്ക്. അതുകൊണ്ടാണ് ആ മറ്റേ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് പൂന്തിങ്കളാകണം ഭാര്യ എന്നാ പറഞ്ഞത്. പൂമുഖവാദിക്കല് അവിടെ കയ്യിലും പിടിച്ചിട്ട് നനഞ്ഞു വിണ്ടിയായിട്ട് 2 ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് ചിലപ്പോൾ അതേപടി ഇറങ്ങിപ്പോകും. വെരി സോറി. മോസ്റ്റ് ഓഫ് ദ ആണുങ്ങൾ വിഷ്വലൈസേഴ്സ് ആണ്. പോയിന്റ് കിട്ടിയോ? ഇത് ഔട്ട് ഓഫ് ദ കോട്ടാട്ടോ, ഔട്ട് ഓഫ് ദ സിലബസാ. അഭിരാഗേ, കല്യാണം കഴിഞ്ഞോടാ?
അല്ല. ആരെങ്കിലും പെൺകുട്ടികളെ നോക്കുന്നുണ്ടെങ്കിലേ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് ശബ്ദം കുറച്ചും കൂട്ടിയും ഗ്രാഫൊക്കെ മറ്റേ സൈൻസ് കർവ് എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് വേണം സംസാരിക്കാൻ. ഇടയ്ക്ക് രഹസ്യം പറഞ്ഞ പോലെ ഇടയ്ക്ക് നല്ല രീതിയിൽ സംസാരിക്കുന്നത്, ഇങ്ങനെ സംസാരിക്കുന്നു കഴിഞ്ഞാൽ മിക്കവാറും പെൺകുട്ടികൾ വളയും. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേയിലേക്ക് ഒരു 1100 ഉറുപ്പിക ഇട്ടോ, ഞാൻ പറഞ്ഞുതരാം ബാക്കി. ഇതിന്റെ വീഡിയോ ഇതുണ്ട്. വെരി സിമ്പിൾ. ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നില്ലേ മുനീർ ഭായ്? ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്നില്ലേ? ഞാൻ എന്റെ കൈ എപ്പോഴേലും ഒതുങ്ങിയിരുന്ന് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കാണില്ല. ഞാൻ എപ്പോഴും എന്റെ കൈ ഭയങ്കര ആക്ഷൻസ് ആയിരിക്കും. എന്തിനറിയോ? അത് വിഷ്വലൈസേഴ്സിനെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഞാൻ ചിലപ്പോൾ ചില സമയത്ത് ഞാൻ ബോർഡ് ഉപയോഗിക്കും. ഇപ്പൊ സ്കൂളിലൊക്കെ ബോർഡ് ഉപയോഗിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഐപാഡ് ഉപയോഗിക്കും, എഴുതി കാണിക്കും. ഓക്കെ, അത് ബേസിക്കലി എന്താണ്? അത് വിഷ്വലൈസേഴ്സിന്. മുനീർ ആക്ച്വലി ഞാൻ പറയുന്ന കണ്ടന്റ് ഓർത്ത് വെക്കണം. എങ്ങനെ അറിയോ? ഞാൻ എന്റെ മുഖഭാവം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിലായിരിക്കും ആ ഓർത്ത് വെക്കുന്നത്. ഞാൻ പറയുമ്പോൾ ആ സമയത്ത് ഇങ്ങനെ ആയിരുന്നു എന്നുള്ളതായിരിക്കും. എന്നാൽ ജുഹൈന എന്റെ ശബ്ദത്തിന്റെ അളവ് നോക്കിയിട്ടാ. അപ്പൊ ഞാൻ ശബ്ദം കൂട്ടി കുറച്ചൊക്കെ വെക്കണം. എന്താ? അവരുടെ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാ. സ്ത്രീകളുടെ ഒരു നല്ല ട്രെയിനർ വിജയിക്കുന്നത് അവിടെയാണ്. എന്ത്? ശബ്ദം കൂട്ടുക, കുറയ്ക്കുക, അവരുടെ ആംഗ്യം, അവരുടെ ബോർഡ് കാര്യങ്ങള്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പൊ B2C ഇവിടെ B2B ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പ്രസന്റേഷൻ അവതരിപ്പിക്കുന്ന സമയത്ത് ജസ്റ്റ് PPT വെച്ചിട്ട് അങ്ങനെ അങ്ങ് പറഞ്ഞു പോയാൽ, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ നോർത്ത് ഇന്ത്യൻ കമ്പനികളിൽ നിന്നൊക്കെ എനിക്ക് ഓൺലൈൻ പ്രസന്റേഷൻസ് കിട്ടും. അയ്യോ എന്റെ പൊന്നെ, മാതിരി ബോററിയോ. അവരിങ്ങനെ അങ്ങനെ മാറ്റി പോയിട്ട് അവരിങ്ങനെ മറ്റേ നമ്മുടെ പണ്ട് കുരങ്ങിന് താക്കോൽ കൊടുത്ത പോലെ ഇങ്ങനെ കൊട്ടി പാടിയിട്ട് അവരിങ്ങനെ ഒരർത്ഥമില്ല. നമുക്ക് ഒന്നും മനസ്സിലാവില്ല. ഞാൻ ഓർത്ത് വെച്ച് പോലും ഇല്ല. പക്ഷെ അതിൽ നല്ല രസമുള്ള വീഡിയോ ആക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ നന്നായി. പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എവിടെ നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോയത്? യെസ്, പ്രസന്റേഷൻ. നിങ്ങളുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സ് എങ്ങനത്തെ ആളുകളാണെന്ന് നോക്കിയിട്ട് അവർക്ക് ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം നല്ലതാണ് എന്നുള്ളതാണ് സത്യം. ഇനി അതിൽ തന്നെ കസ്റ്റമറുടെ പെയിൻ പോയിന്റ് എന്താണ്, അത് മനസ്സിലാക്കാനുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇന്നലെ പഠിച്ചു. ആ ചോദ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഉത്തരം കൊടുക്കും. ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഓരോരുത്തരുടെയും പെയിനിനാ ഉത്തരം പറയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വീഡിയോ ഇവിടെ ഓണാക്കി കഴിഞ്ഞാൽ ഞാൻ പേര് വിളിക്കും, സംസാരിക്കും. അപ്പൊ ഇന്ന് വിളിക്കാത്ത ആള് അപ്പൊ അമീൻ ഉണ്ട്, പ്രേമാദേവി ഉണ്ട്, ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാവരും ഞാൻ വിളിച്ചു കഴിഞ്ഞു. ഞാൻ അത് കഴിയുമ്പോഴേക്കും അവർ നിങ്ങളെ വിളിച്ചിരിക്കും. വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ ഞാൻ വിളിച്ചിരിക്കും, സംസാരിച്ചിരിക്കും. നിങ്ങൾക്കുള്ള സൊല്യൂഷൻ, ഇനി അത് ഏത് ഭൂലോക പ്രശ്നമാണെങ്കിലും നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കും. എനിക്ക് പറ്റില്ലെങ്കിൽ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെയാണ്, എനിക്ക് പറ്റില്ലെങ്കിൽ ഞാനും താങ്കളും കൂടി പിന്നെ തെരഞ്ഞിറങ്ങും ആ സൊല്യൂഷൻ. ആണ് നമ്മുടെ പോളിസി. കാരണം ആ സൊല്യൂഷൻ എനിക്ക് കൂടി പഠിക്കേണ്ടത് ആവശ്യമുണ്ട്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ പെയിൻ പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള സൊല്യൂഷൻ കൊടുക്കും. ഇവിടെ പലരും എന്തുകൊണ്ടാണ് മുനീർ ഭായി നിങ്ങൾ പറഞ്ഞത് തള്ളല്ല, നല്ല പരിപാടിയാണെന്ന് പറഞ്ഞു. ഇന്നലെ സരി മെസ്സേജ് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു നന്നായിട്ടുണ്ടായിരുന്നു പരിപാടി എന്ന് പറഞ്ഞു. ചിലരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് നല്ലതാന്നൊക്കെ പറഞ്ഞ് അയക്കും. എന്താണെന്നറിയോ? ഞാൻ ബേസിക്കലി എന്നെ സംബന്ധിച്ചോളം എന്റെ പ്രസന്റേഷൻ, അത് ട്രെയിനിങ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, ഞാൻ ബേസിക്കലി സൊല്യൂഷൻ ആണ് കൊടുക്കാൻ നോക്കുക. ഞാൻ ചലഞ്ച് മനസ്സിലാക്കും, സൊല്യൂഷൻ കൊടുക്കാൻ ശ്രമിക്കും. അത് എന്നെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രസന്റേഷനിൽ നമ്മൾ മുഴുവൻ പറഞ്ഞിട്ടില്ല, ബാക്കി നാളെ പറയാം. കുറച്ചുകൂടി ഉണ്ട് കണ്ടന്റ്. ജുഹൈന ഒന്ന് ഉറപ്പിക്കണം കേട്ടോ. ഞാനിതിങ്ങനെ പല കണ്ടന്റുകളാവുണ്ട്. നാളെ ഇപ്പോൾ വേറെ 2 ട്രെയിനിങ് ഉണ്ട്. അപ്പൊ അതൊക്കെ പല കണ്ടന്റ് ഒക്കെ മിക്സാ. പ്രസന്റേഷനിൽ വളരെ സിമ്പിൾ ആയിട്ട് പെയിനിന് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അല്ലാണ്ട് നിങ്ങളുടെ നോളേജ്, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ ഫീച്ചർ, നിങ്ങൾ എന്തൊക്കെയാണെന്ന് സംഭവിക്കുന്നത്, ഇതിന് ഉത്തരം കൊടുക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ പ്രശ്നം. മനസ്സിലായോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ബാക്കി ഇന്ന് പറയണോ? നാളെ പറഞ്ഞാൽ മതിയോ? ഫാസ്റ്റ് ആയിട്ട് പോകണം. വേറെ കാര്യം ചോദിച്ചോട്ടെ, ഞാൻ വളരെ സ്ലോ ആണോ? ഞാൻ സ്ലോ ആണോ അതോ ഫാസ്റ്റ് ആയിട്ട് പോകണോ? കുറച്ചും കൂടി ഞാൻ ചോദിക്കണം കേട്ടോ നിങ്ങളോട്. ഉത്തരം പറ. ജുഹൈന പറയണ്ട, ബാക്കിയുള്ളവർ പറയട്ടെ. ഇങ്ങനെ തന്നെ മതി സാർ, ഇങ്ങനെ തന്നെ മതി. ഓക്കെ, ശരി, ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ പോവാം. കുറച്ച് സ്ലോ ആയാലും കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ പറ്റില്ല, നമുക്ക് കാര്യങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം. യെസ്, ഫൈൻ, ഓക്കെ, താങ്ക് യു. അപ്പോ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ വരട്ടെ. അമീനെ, പെട്ടെന്ന് തീരുമാനം എടുക്കാത്തവരുണ്ട്. പ്രോപ്പർട്ടി
പോയി ചില പെട്ടെന്ന് എടുത്താൽ അതിനെക്കാട്ടി കൂടുതൽ വരുമല്ലോ. ഈ ഒരു ധാരണ അങ്ങ് മാറ്റിയേക്ക്. എനിക്ക് കൂടുതൽ പെട്ടെന്ന് തീരുമാനത്തിനായിട്ട് കുറെ കാശ് പോയിട്ടുണ്ട്. അങ്ങനല്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. അത് ഇമോഷണലി പെട്ടെന്നാവുന്നുണ്ടാ, ഇമോഷണലി പെട്ടെന്നാവുകൊണ്ട് തീരുമാനം എടുക്കുന്നുണ്ടാ. നിങ്ങൾ ലോജിക്കലി പെട്ടെന്ന് തീരുമാനം എടുത്തിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ഐഡിയ. വന്ന ആളുകൾ അല്ലെങ്കിൽ വന്നപ്പോ നിങ്ങളിപ്പോ ഒരു കാശ് പോയ ഒരു ഉദാഹരണം പറയൂ, എന്നപ്പോ എനിക്ക് പെട്ടെന്ന് റിസൾട്ട് പറഞ്ഞു. അതായത് ഒരാൾ ട്രേഡ് ചെയ്ത് തരാറുണ്ടോ? കറൻസി ട്രേഡ് 5 ലക്ഷം കൊടുത്താൽ ആളെ കണ്ടിട്ടാണല്ലോ നിങ്ങൾ സംസാരിച്ചത്? ആള് എറണാകുളത്തുള്ള ആളായിരുന്നു. കൊടുത്ത് ഒരു മാസം കാശ് വന്നു, പിന്നെ പുള്ളിന് അഡ്രസ് ഇല്ല, ഒന്നുമില്ല. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ആളെ കണ്ടിട്ടല്ലേ നിങ്ങൾ തീരുമാനം എടുത്തത്? അല്ലെങ്കിൽ ആളുടെ സംസാരത്തിലല്ലേ നിങ്ങൾ തീരുമാനം എടുത്തത്? അല്ല, അവരാ പ്രോഫിറ്റ് കണ്ടിട്ട്. അല്ല, അതിന്റെ അത് അയാൾ പറയുന്ന രീതി കണ്ടിട്ടല്ലേ നിങ്ങൾ എടുത്തത്? ആണ്. അത് വേണ്ട. ആ ഇമോഷണലി ഫാസ്റ്റ് ആയതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. ഡിസിഷൻ എടുക്കുമ്പോൾ ലോജിക്കലി ഫാസ്റ്റ് ആണോ? നിങ്ങൾ ആ പരിപാടിയുടെ കാര്യങ്ങളെ കുറിച്ച് അത് എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെ നിങ്ങൾ ചിലപ്പോൾ ഡിസിഷൻ എടുക്കില്ലായിരുന്നു. ലോജിക്കലി കുറച്ച് ഫാസ്റ്റ് എടുത്താൽ മതി. ഒരു സ്ഥലം എടുത്തു, അത് ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ബ്രോക്കർ പറഞ്ഞത് കേട്ടെടുത്തിട്ട് ലാസ്റ്റ് ആ സ്ഥലം വിറ്റു. അതാണ് ആ ബ്രോക്കർ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ അവിടെ അന്വേഷിക്കണമായിരുന്നു എങ്ങനെയാണ് സ്ഥലം. ബ്രോക്കറെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ അപ്പുറത്ത് പോയിട്ട് വേറെ രീതിയിൽ അന്വേഷിക്കണമായിരുന്നു. അതെന്താണ് ഇപ്പൊ അവിടുത്തെ അവസ്ഥ, എന്താണ് അവസ്ഥ എന്നുള്ളത് ഒന്ന് ആലോചിച്ചിട്ട് ഒരു ലോജിക്കലായിട്ടുള്ള തീരുമാനം എടുത്താൽ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. പോയിന്റ് കിട്ടിയോ? ആ ക്വിക്ക് ഡിസിഷൻ എടുക്കാം, പക്ഷെ ലോജിക്കലായിരിക്കണം. നമുക്കതിന് നമ്മുടെ ഔട്ട്കമ്മും കൂടി നോക്കണം. നമുക്ക് എന്ത് കിട്ടുന്നത് നോക്കണം, അത്രേ ഉള്ളൂ. ബ്രോക്കർ പറയുന്നത് മുഴുവൻ നമ്മൾ ഈ ബ്രോക്കർമാർക്ക് ആളുകൾ പറയുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം ബേസിക്കലി. കാരണം ഇമോഷണലി നമ്മൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി ഇമോഷണലി ഞാൻ ഒരു കാര്യം പറയട്ടെ, മുനീർ ഭായ് മാത്രമല്ല, 90-80% മുകളിൽ ആളുകളും ഇമോഷണലി അതിന്റെ തീരുമാനം എടുക്കുന്നത്. അതൊന്ന് മാറ്റി പിടിച്ചാൽ മതി. ക്വിക്കായിട്ടുള്ള ഡിസിഷൻ എടുത്ത്. ക്വിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് സാധനം വന്നു അപ്പൊ തന്നെ എടുക്കുന്നതല്ല ഞാൻ പറയുന്നത്. തീരുമാനങ്ങൾ ഫാസ്റ്റ് ആയിരിക്കണം. നമ്മൾ തീരുമാനിക്കുന്നത് ഫാസ്റ്റ് ആയിട്ട് തീരുമാനിക്കണം, ലേറ്റ് ആക്കണ്ട എന്ന് പറഞ്ഞാൽ. ഇമോഷണലി സ്ലോ ആവുന്ന സമയത്താണ് നമുക്ക് വലിയ പണി പറ്റും. യെസ്, ഓഡിറ്ററീസ് പറഞ്ഞില്ലേ, അത് എങ്ങനെ മനസ്സിലാക്കുമെന്നാണ് പറഞ്ഞത്? അവരെ എങ്ങോട്ടായിരിക്കും നോക്കുന്നു? സൈഡിക്ക് ഏതെങ്കിലും ഒരു സൈഡിലെ ഏതെങ്കിലും സൈഡിക്ക് ഇങ്ങനെയൊക്കെ നോക്കും. ക്ലിയർ? വളരെ ഞാൻ പറഞ്ഞത് അവരിങ്ങനെ ആലോചിക്കാൻ പറയുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നല്ല, അത് നമ്മൾ കണ്ണിൽ ശ്രദ്ധിക്കുന്നതാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ. ഇത്രയും നേരം ക്ലാസ് എടുത്തിട്ട് അവൻ ആ ഓഡിറ്ററി നോക്കിക്കൊണ്ടിരിക്കുക. കല്യാണം തീരുമാനിച്ചടാ? കഴിഞ്ഞല്ലേ? ഭാര്യ ഓഡിറ്ററി ആണോ? അതെ. അപ്പൊ ഞാൻ പറഞ്ഞ ഒരുമാതിരിപ്പെട്ട പെണ്ണുങ്ങളെല്ലാം ഓഡിറ്ററി ആണല്ലോ. അമ്മയുണ്ട് കേട്ടോ അവിടെ. ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. എനിക്കറിയാം. യെസ് പ്ലീസ് സഹദ്. ഞാൻ കോളേജിൽ വർക്ക് ചെയ്യണല്ലോ, ലാബ് സ്റ്റാഫ് ആയിട്ട്. അതിന്റെ കൂടെ സൈഡ് ആയിട്ടൊരു ബിസിനസ് ചെയ്യാണ്. ഞാൻ ഫാന്റെ റീറ്റെയിൽ ഷോപ്പാണ്. BLDC ഫാനുകള് ഓർഡർ എടുക്കും, സാധനം വീട്ടിലേക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കും, ഫിറ്റിങ്സും അതിന്റെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാറുള്ളത്. അപ്പൊ ഞാനിപ്പോ ഒരു എൻക്വയറി പിന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ പരസ്യം ഇടാറുണ്ട്. ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അതിന് റീപ്ലൈ കൊടുക്കുക ഒന്നും ചെയ്യില്ല. കുറച്ച് സമയമെടുത്ത്, എൻ്റെ ഒരു അലസത കൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ചിലപ്പോ എനിക്കിങ്ങനെ തോന്നും, അത് ഇപ്പൊ ആളുകൾക്ക് പെട്ടെന്ന് അതിനിങ്ങനെ റീപ്ലൈ കൊടുക്കുമ്പോൾ കസ്റ്റമർ നെഗറ്റീവായിട്ട് എന്തെങ്കിലും തോന്നുന്നു എന്നുള്ളൊരു ചിന്ത എനിക്ക് വരാറുണ്ട്. അല്ലോ, ഞാൻ അതിന്റെ ശരിയായിട്ടുള്ള ഒറ്റ ആൻസർ പറയാം സഹദ്. അതോടുകൂടി സഹദിന് തീരുമാനം. നിങ്ങൾ കൊടുക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗിലല്ലേ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയാൻ കഴിയില്ല. പിന്നെ സാധാരണ കൂടുതൽ പരസ്യം കൊടുക്കൽ ഈ ന്യൂസ് ചാനലുകൾ ഉണ്ടാവുമല്ലോ, വാട്സപ്പിലുള്ള, അതിൽ കൊടുക്കും. പിന്നെ ഇടയ്ക്ക് എന്റെ പേജിലൊന്ന് ബൂസ്റ്റ് ചെയ്യും. പേജിൽ ബൂസ്റ്റ് ചെയ്യല്ലോ. പേജിൽ ബൂസ്റ്റ് ചെയ്യണ സമയത്ത് ഒരു കസ്റ്റമർ നിങ്ങളത് കാണുന്നു, റിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, കാണുന്നു, റിപ്ലൈ ചെയ്യുന്നു. നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടാവട്ടെ എന്ന് തീരുമാനിക്കും. നിങ്ങൾ ബൂസ്റ്റ് ചെയ്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കസ്റ്റമർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും കുറച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കാം നിങ്ങളുടെ അതേപോലത്തെ പ്രൊഡക്റ്റുകളെ അവന് കാണിച്ചു കൊടുക്കും.
അത് ചിലപ്പോൾ ആമസോണിൽ ചെയ്യാൻ വേറെ എന്തിനേലായിരിക്കും പ്രൊഡക്റ്റുകളെ കാണിച്ചു തുടങ്ങും കാറ്റഗറി. അവൻ അതിലും പോയി ക്ലിക്ക് ചെയ്യും. അവർ നേരത്തെ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ കസ്റ്റമർ ബേസിക്കലി അവന്റെ പിന്നാലെ പോകും. നിങ്ങൾ നിങ്ങളുടെ അലസതയൊക്കെ കഴിഞ്ഞ് സമയമൊക്കെ നോക്കി മറ്റേ എന്താ പറയുക ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ വിളിക്കാൻ പോകുമ്പോഴേക്കും അവന്റെ ആ മൂഡ് പോയിട്ടുണ്ടാവും. ഇനി രണ്ടാമത്തെ കേസ്, നമുക്ക് ഇപ്പൊ ഇതിൽ പറയണ മോഹൻലാൽ മറ്റേ സിനിമയിൽ പറയണ പോലെ ഇന്നലെ എനിക്ക് ഹാർമോണിയത്തിനോടായിരുന്നു താല്പര്യം, ഇന്നിപ്പോ ഡബിൾ ബാരൽ ഗണ്ണാ താല്പര്യം എന്ന് പറഞ്ഞു. അതുപോലെയാണ് കസ്റ്റമർ ആദ്യം തീരുമാനിക്കുന്നത്. ഇപ്പോഴത്തെ ആഗ്രഹം എന്ന് പറയും, ഇപ്പൊ നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ്, ഞാനിപ്പോ ഇന്ന് രാവിലെ എൻ്റെ ഒരു വാച്ച് നോക്കണം എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായത്. ഞാൻ വാച്ചൊക്കെ ഇങ്ങനെ തെരഞ്ഞു നമ്മൾ വാച്ച് എന്ന് പറയുമ്പോൾ തന്നെ ഫോണിൽ വരും, നമുക്ക് കാണാൻ പറ്റും പരസ്യം, നമ്മളെ വോയിസ് അടക്കം എടുക്കുകയാണ്. അത് ഇങ്ങനെ പരസ്യം കുറെ കണ്ടു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ എനിക്കൊരു ഷൂസ് വാങ്ങണമെന്നായി. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മഴയൊക്കെ ഉണ്ട് ചെറുതായിട്ട്, അപ്പൊ അതിൽ മഴയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷൂസ് വാങ്ങണം. എൻ്റെ ഇപ്പൊ എനിക്ക് വാച്ചിനോടല്ല താല്പര്യം, ഷൂസിനോടാ താല്പര്യം. അതേപോലെ കസ്റ്റമർക്ക് അനുസരിച്ചിട്ട് തീരുമാനം മാറ്റും. ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം, നിങ്ങൾ അത് എന്നെ ശ്രദ്ധിച്ചാൽ മതി. പല ആളുകളും എൻ്റെ പരസ്യം കണ്ടിട്ടാണ് എൻ്റെയിലേക്ക് വന്നിട്ടുണ്ടാവുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ കുറച്ചു നേരം, എനിക്ക് തീരെ സുഖം ഉണ്ടായിരുന്നില്ല, ഇന്നലെ കുറച്ചു നേരം ഞാൻ കടന്നുറങ്ങിപ്പോയി ടയേർഡായിട്ട്. ആ സമയത്ത് മാത്രമാണ് 1 മണിക്കൂർ ഇല്ല 3/4 മണിക്കൂറിൽ കൂടുതൽ ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ സമയമെടുത്തത്. അല്ലെങ്കിൽ എനിക്കൊരു ലീഡ് വന്നാൽ, ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ അടുത്ത 10 മിനിറ്റിന്റെ ഉള്ളിൽ, മിക്കവാറും പെട്ടെന്ന് തന്നെ പോകും, 10 മിനിറ്റിന്റെ ഉള്ളിൽ ഞാൻ മെസ്സേജ് തിരിച്ചയച്ചിരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കണം എന്തിനാണെന്നറിയോ, എനിക്ക് അവിടെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലീഡ് വരുന്നുണ്ടായിരിക്കും, ആ ലീഡ് ഞാൻ റെസ്പോൺസ് ചെയ്യും. ഞാൻ തന്നെയാണ് ഇപ്പോൾ എൻ്റെ ഇത് ചെയ്യുന്നത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കണക്ഷൻ ഉണ്ടാക്കാനാണ്. മനസ്സിലായില്ലേ? ഇമ്മീഡിയറ്റ്ലി ഡിസിഷൻ എടുക്കണം ആ കാര്യത്തിൽ, ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. അല്ലെ കസ്റ്റമറുടെ പാട്ടിലും സഹദേ സഹദ അവിടെ ഉണ്ടോ? നാളെ തൊട്ട് ഇന്ന് തൊട്ട് തന്നെ തീരുമാനം എടുക്കണം. ആ കാര്യം കഴിയണം, അല്ലെങ്കിൽ അതിന് പറ്റിയ ആളെ ഏൽപ്പിക്കണം. പറ്റിയ ആളെ ഏൽപ്പിക്കണം. എന്താ മടിക്കണം? അല്ലെങ്കിൽ എങ്ങനെ ഓട്ടോമേഷൻ ചെയ്താലും മതിയല്ലോ. ആ ഓട്ടോമേഷൻ ചെയ്താൽ മതി. അത് ഇപ്പൊ വാട്ടിയൊക്കെ പറ്റേ ബോട്ട് ചെയ്താൽ മതി, ബോട്ടിൽ ചെയ്താൽ മതി. നമുക്ക് എന്താണ് ഉത്തരം കൊടുക്കേണ്ട ആ രീതി കൊടുത്താൽ മതി. അതിനെന്താ മടിക്കാനുള്ളത്? അത് നമുക്ക് കാറ്റലോഗ് വരെ ചെയ്യാൻ പറ്റും. കാറ്റലോഗ് പോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ബിസിനസ് വാട്സപ്പിൽ. അത് കൊടുക്കാം. അല്ലെങ്കിൽ മറ്റേ ബാർ എന്താ പറയാ, മറ്റേ സൈഡ് ബാർ അല്ലേ, അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇമ്മീഡിയറ്റ് റെസ്പോൺസ് കൊടുക്കാൻ പറ്റും ബിസിനസ് വാട്സപ്പിൽ. അതൊക്കെ സൗകര്യങ്ങളുണ്ടല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് മാത്രം എത്ര നല്ല ആയുധമാണ് ബിസിനസ് നടത്താൻ. സെറ്റാണോ? ക്ലിയർ ആണോ സാർ? ക്ലിയർ ഒരു കാര്യം പറയാണ്ടേ, അത് ചോദിക്കാം, അത് കേട്ട് പറയും. ഞാനിപ്പോ ഈ ഫാനിന് മാത്രം പ്രൊഡക്റ്റ് ആയിട്ട് വെക്കുന്നുള്ളൂ. പല പെഡസ്റ്റൽ ഫാൻ, സീലിംഗ് ഫാൻ, വാൾ ഫാൻ, അതിലിങ്ങനെ നല്ല പ്രൊഡക്റ്റ് മാത്രമേ ഇറക്കുക. പിന്നെ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. പലരിനോട് പറയുന്നുണ്ട് മറ്റു പ്രൊഡക്റ്റ് ഒക്കെ ഇറക്കി കൂടെ ചെയ്തൂടെ. അതൊന്നും എനിക്ക് അതിനേക്കാൾ ഒരു പ്രൊഡക്റ്റ് മാത്രമായിട്ട് പോവാൻ നിങ്ങളുടെ ചിന്ത എങ്ങനെ പോകുന്നത്? എന്റെ ചോദ്യം അത് തന്നെയാണ്. ഞാൻ അതന്നെയാണ് ചോദിക്കാൻ വന്നത്. നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾ ഹാപ്പിയാണ്? ഹാപ്പിയാണ്. ഓക്കെ. നിങ്ങൾക്ക് വരുന്ന വരുമാനത്തിൽ നിങ്ങൾ ഹാപ്പിയാണോ? വരുമാനത്തിൽ ഒരിക്കലും ഹാപ്പിയല്ല. വരുമാനത്തിൽ ഹാപ്പിയല്ല. അത് ഫാനിന്റെ കച്ചവടം പഠിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പഠിത്തം എന്നൊക്കെ പറയുന്നത് നമ്മൾ പാരലി ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ഈ MBA BBA ഒക്കെ പഠിപ്പിച്ചിട്ട് ബിസിനസ് തുടങ്ങി ഏതെങ്കിലും മറ്റേ പിള്ളേരെ നിങ്ങൾക്ക് അറിയോ? ഞാൻ MBA പഠിച്ചതാണ്, 20 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ കച്ചവടം തുടങ്ങുന്നത്. അതിലൊന്നും കഥയില്ലപ്പാ. വളരെ സിമ്പിൾ ഇത്രേ ഉള്ളൂ. ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ഫാന് കൊടുക്കുന്നതിൽ, ഫാന് വിൽക്കുന്നതിൽ വളരെ ഹാപ്പിയാണ്. നിങ്ങൾക്ക് അതിൽ വിചാരിച്ചൊരു ലാഭം കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് അത് നന്നായിട്ട് സർവീസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ടൈപ്പ് ഫാനുകൾ ഇറക്കിയിട്ട് അതിൽ നിങ്ങൾ എക്സ്പേർട്ട് ആവും. ബിസിനസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒന്നില്ലെങ്കിൽ വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വെർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫാനാണ് കൊടുക്കുന്നതെങ്കിൽ ഫാനിന്റെ ഡിഫറൻറ്റ് സാധനം, വില പലതരത്തിലുള്ള വിലയുള്ളത്, പല ക്വാളിറ്റി ഉള്ളത്, നിങ്ങളൊരു ഫാൻ എക്സ്പെർട്ട് ആവും. ഫാൻ എടുക്കുകയാണെങ്കിൽ സഹദായിരിക്കണം അവിടെ, സഹദിന്റെ സൊല്യൂഷൻ ചോദിക്കണം. എന്നിട്ട് നിങ്ങൾ ചെയ്യ് വീഡിയോ, നാളെ തൊട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യ്, ഫാൻ എക്സ്പേർട്ട് സഹദ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താ സംഭവിക്കുക? ആളുകൾ സഹദിനോട് ചോദിക്കും അത് ഏത് ഫാനാ വാങ്ങാൻ നല്ലത്.
അപ്പോൾ ഈ പറയുന്ന ക്രോംപ്റ്റൺ ആണെങ്കിലും മറ്റതിനൊക്കെ അപ്പുറത്ത് നിങ്ങളുടെ ഫാനുകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് പലതരത്തിലുള്ള സാധനങ്ങൾ തുടങ്ങാം. ഓക്കെ, പക്ഷെ ഒരു കാര്യമുണ്ട്, പലതരത്തിൽ തുടങ്ങുമ്പോൾ അതിന് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കണം നിങ്ങളുടെ അടുത്ത് ഉണ്ടാവുന്നത്. 2-3 ഫാനുകൾ, 2-3 ലൈറ്റുകൾ, 2-3 വേറെ എന്തെങ്കിലും സാധനങ്ങൾ അങ്ങനെ കൊടുക്കാം. പക്ഷെ അപ്പൊ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളൊരു എക്സ്പേർട്ട് ആവില്ല. എസ്പെഷ്യലി നിങ്ങളൊരു വലിയ കമ്പനി അല്ലാത്തത് കൊണ്ട് ഒരു എക്സ്പേർട്ട് ആവണമെന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഫാനുകളിൽ പലതരത്തിലുള്ള സാധനങ്ങൾ ഇറക്കും. മറ്റേ ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കഴുത്ത് കെട്ടി വെക്കാൻ പറ്റുന്ന ഫാൻ ഉണ്ടെങ്കിൽ നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ചൂടാ അല്ലേ? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ വേറെ മോഡൽ ഉണ്ടല്ലോ, ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ബാറ്ററിയിലുള്ള ഫാനുകൾ, കറണ്ടിന്റെ പ്രശ്നം വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഫാനുകൾ, അല്ലെങ്കിൽ എന്തൊക്കെ ആയിക്കോട്ടെ അതൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. എന്നിട്ട് അതിൽ നിങ്ങൾ വീഡിയോ ചെയ്തു തുടങ്ങി പ്രസന്റേഷൻ കൊടുക്ക്. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വീഡിയോ ചെയ്യണം. പലർക്കും എന്താ അറിയോ, നമ്മൾ ഒളിച്ചിരിക്കുക. ഇവിടെ ഇരിക്കുന്ന ചില മരമണ്ടന്മാരുണ്ട് ഇവിടെ, വീഡിയോ ഓഫ് ആക്കാൻ ഇന്ന് വരെ വീഡിയോ ഓൺ ആക്കിയിട്ടില്ല. ഞാൻ അങ്ങനെ തന്നെ പറയും. നിങ്ങളെ കണ്ട് നിങ്ങളെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന കച്ചവടം എന്താ നിങ്ങൾക്ക് അറിയോ? എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ഒരു സംശയമില്ല. ഒന്നുമില്ല, നിങ്ങളുടെ കച്ചവടത്തിനെ കുറിച്ച് നല്ലത് മറ്റേ ഏത് അടുത്ത ലെവലിൽ കൊണ്ടുവരാൻ എന്ത് ചെയ്യണമെന്നെങ്കിൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. ഫ്രീ ആയിട്ട് കിട്ടണതല്ലേ. ഈ പറഞ്ഞ എന്റെ മെന്ററുടെ അടുത്തൊന്നും നിങ്ങൾ ചെന്ന് നോക്കും, ഒരു ക്ലാസ്സിന് എത്ര രൂപയാണ്. റിയാസ് പറഞ്ഞില്ല ഒരാളുടെ പേര്, അനിൽ ബാലചന്ദ്രൻ, എന്റെ മെന്ററ, ചെന്ന് നോക്ക് എത്രയെന്നത്. കഴിഞ്ഞ ദിവസം എന്റെ ഇവിടെ എന്താണെന്ന് അറിയില്ല, ഒരാള് ജുഹൈന, നമ്മുടെ അഖില, ചുമ്മാ വിളിച്ചു നോക്കി, സാർ എനിക്കൊരു കൺസൾട്ടിങ് വേണമെന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം രൂപയാണ് 2 മണിക്കൂർ. ആ സമയത്ത് അവിടെ ഫ്രീ ആയിട്ട് തരണത്. ഞാനും കൂട്ടിട്ടോ, അതിൽ സംശയമൊന്നുമില്ല. എന്റെ കൺസൾട്ടിങ് ഫീസ് 1 ലക്ഷം രൂപ ബിസിനസ് പഠിക്കും, അതിൽ സംശയമൊന്നുമില്ല. അല്ല, പുള്ളി ആദ്യം ഫ്രീ ആയിരുന്നു. കോവിഡ് ടൈമിലൊക്കെ പുള്ളി ഫ്രീ ആയിട്ട് കാറിൽ ചെയ്തു. He was creating trust. പുള്ളി ട്രസ്റ്റ് ചെയ്തു. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. അമീനോട് ചോദിക്കാന്ന് പറഞ്ഞപ്പോ അമീനും കണ്ടം വഴി ഓടിക്കും. യെസ്, വേറെ ആർക്കെങ്കിലും അല്ല, അവിടെ ഉണ്ടല്ലേ അമീന് കാർ ഓടിക്കുക. അമീനെ ചോദിക്കാൻ പറ്റുമോ? ഞാൻ അൺമ്യൂട്ട് ചെയ്ത് തരാം. എന്തെങ്കിലും ഉണ്ടോ? ക്ലോസ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡ്രൈവിംഗിലാണ്, സോറി. കുഴപ്പമില്ല, ചോദ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചു, ഉത്തരം പറഞ്ഞുതരാം. കേൾക്കാൻ പറ്റില്ല? എന്നാ വേണ്ട, വിട്ടേക്ക്, കുഴപ്പമില്ല. നാളെ വരാം. അടുത്തത് നെക്സ്റ്റ് 10:15. ശിവുഭായ് എന്തെങ്കിലും ചോദ്യങ്ങൾ? ശിവുഭായിക്ക് എന്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ? ഒരുപാട് ആൾക്കാർ വെയിറ്റിംഗ് അല്ലേ? അതൊന്നുമില്ല, ആൾക്കാരെ വെയിറ്റിംഗ് ആക്കട്ടെ. നമ്മൾ ഇടിച്ചു കയറി മുന്നിൽ നിൽക്കുക. കച്ചവടക്കാരന്റെ അവസ്ഥ അതാണ്. എവിടെ അവസരം കിട്ടുന്ന ഇടിച്ചു കയറി നിന്നോളാം. ശരിക്കും ഇപ്പൊ ഇന്നെടുത്ത ടോപ്പിക്ക് നല്ല വൈഡ് ആയിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു ടോപ്പിക്കാണ്. പ്രസന്റേഷൻ വളരെ വലിയ, ഞാനൊരു 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ എടുക്കുന്ന ടോപ്പിക്കാണ്. വളരെ വലിയ ടീപ്പ് ടോപ്പിക്. അതിൽ പെയിന് പറയും, പെയിനിന്റെ പ്രസന്റേഷൻസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്രസന്റേഷൻ. പിന്നെ അതേപോലെ തന്നെ ഈ പറയുന്ന വിഷ്വലൈസ് നമ്മൾ എക്സാമ്പിൾ കാണിച്ചു കൊടുക്കും. ഓരോരുത്തരെ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ചോദിക്കും. ഇപ്പൊ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുന്ന ചില സ്ത്രീകളെയൊക്കെ നോക്കി, ചില ആളുകളെയൊക്കെ നോക്കിയിട്ട് പറയും, അവർക്ക് പാട്ട് കേൾക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം. ഈ രസം കണ്ട എല്ലാ ആണുങ്ങളും, ഞാനിപ്പോ മിക്കവാറും ആണുങ്ങൾ എന്താ പറയാ വിഷ്വലൈസറാന്ന് പറഞ്ഞില്ലേ, പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട അച്യുതാനന്ദൻ സഖാവ് നല്ലൊരു ഓഡിറ്ററിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉമ്മൻചാണ്ടി ഓഡിറ്ററിയാണ്. അവര് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അച്യുതാനന്ദൻ ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു ഇത് കിട്ടിട്ട് ഭയങ്കര ഗ്യാപ്പ് ഇട്ട് എന്ന് പറയുന്ന സംഭവം ഇല്ലേ, അതൊക്കെ ഓഡിറ്ററുടെ തെളിവ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം. അതേപോലത്തെ ഉമ്മൻചാണ്ടിയുടെ ചോദിക്കും. സാറ് ഒരുപാട് ബിസിനസ് കൺസൾട്ടിങ് ചെയ്യുന്നു, പിന്നെ മെന്ററിങ് ചെയ്യുന്നു, ഒരുപാട് ആളുകൾക്ക് ക്ലാസ് കൊടുക്കുന്നു. പക്ഷെ ഞാൻ ഇന്ന് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തത് എനിക്കുണ്ടായ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാല്, സാറ് സാധാരണ അവർക്ക് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ കണ്ടന്റ് ഇന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരാളുകൾക്ക് ഇത്രയും കണ്ടന്റ് കൊടുക്കാനുള്ള ഒരു കാര്യം എന്താണെന്നുള്ള എന്റെ ഒരു ക്വസ്റ്റ്യൻ. ഞാൻ 99% ഫ്രീ ആയിട്ടല്ലേ കൊടുക്കാറ്, 1% ഞാൻ ചാർജ് ചെയ്യാറുള്ളൂ. തോന്നിയിട്ടില്ലേ? പക്ഷെ എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് എനിക്ക് ആവശ്യമുള്ളതിന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടിയായിട്ട് എനിക്ക് തോന്നുന്നു, സാധാരണ കൂടുതൽ. നമ്മള് BCH സംസാരിക്കണം എന്താ അറിയോ വിപിനെ, അവിടെ നമ്മൾ അടുത്ത എക്സ്പാൻഷൻ സ്റ്റേജിലാണ് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സ്പാൻഷൻ സ്റ്റേജിലാകുമ്പോൾ നമുക്കിപ്പോ
ഇപ്പൊ നാളത്തെ ദിവസം ഞാനിവിടെ എല്ലാവരും നാളെ നമ്മൾ വർക്ക് ഫോഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നത്. ആളെ എടുക്കേണ്ടത് എങ്ങനെയെന്നല്ല, ആളുകളെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള സംസാരിച്ചു. അവിടെ സ്കിൽ വിൽ മെട്രിക്സ് വരുന്നുണ്ട്, പെർഫോമൻസ് മെട്രിക്സ് വരുന്നുണ്ട്, എബിലിറ്റി മെട്രിക്സ് വരുന്നുണ്ട്, ക്രിയേറ്റിവിറ്റി എബിലിറ്റി മെട്രിക്സ് വരുന്നുണ്ട്. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് കുറെ കണ്ടന്റ് ആയിരിക്കും അതിൽ. കണ്ടന്റ് അതായത് അതിൽ മറ്റേ ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇവിടെ നിന്ന് സംസാരിച്ചത് കൂടുതലായിട്ട് ഇമോഷണൽ ആയിട്ടുള്ള ആളുകളുടെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന സംശയങ്ങൾ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് വിപിൻ അത് മേ ബി നമ്മുടെ ക്ലാസ്സിൽ എടുത്തെന്ന് തോന്നുന്നുണ്ട് എനിക്കിതൊക്കെ. പക്ഷെ ഇതുകൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളിതിങ്ങനെ ഇതൊന്നും സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നേ. എൻ്റെ അടുത്ത് നിന്ന് ആകെ 4 പോയിന്റ് ഉള്ളൂ. ആ 4 പോയിന്റ് കൊണ്ടാ വരിക. പിന്നെ അതിന്റെ പുറത്താണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ പിന്നെ അതിന് നമ്മളെന്തിനാ മടിക്കുന്നത്? ഒരു 99% നിങ്ങൾ ഫ്രീ കൊടുക്കും, 1% നിങ്ങൾ നല്ല റേറ്റ് ചാർജ് ചെയ്യണം എന്നാണ് എൻ്റെ മുതലാളി പറഞ്ഞു. നേരത്തെ പറഞ്ഞ ആള്. പിന്നെന്താ ഞാൻ പറഞ്ഞ, എനിക്ക് എന്റെ 2 മെന്റേഴ്സാ. ഒന്നിതാ എന്റെ ജീവിതം പഠിപ്പിച്ച ആള്, ഒന്ന് അപ്പുറത്ത് ഇരിപ്പുണ്ട്. ഫോട്ടോ ഒക്കെ ഉണ്ട്. യെസ് ആയിഷ. ആ സാഹിബ് വരട്ടെ. ഇതിന്റെ ഒരു വിഷയം എന്താ വെച്ചാൽ പലർക്കും ഉണ്ട് തോന്നുന്നു. ഒരു മാസം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാഴ്ച 1.5 വളരെ എനർജറ്റിക് ആയിരിക്കും. ആ സമയത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ബൂസ്റ്റ് ആവും, ഹൈ ലെവലിലേക്ക് പോകും. പിന്നെ അങ്ങനെ മൈൻഡ് ഡൗൺ ആയി ഇങ്ങനെ വരുന്നു ഒന്നുകൂടി. പിന്നെ ഇടയ്ക്കൊന്ന് ബൂസ്റ്റ് ആവും. അപ്പൊ ഇങ്ങനെ ഒരു ഭയങ്കര വേരിയേഷൻ ആണ്. അത് എല്ലാത്തിനും ബാധിക്കുന്നുണ്ട്. അതിന് കൂടുതൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇമോഷൻസിന് നമ്മുടെ ഉള്ളിൽ നമ്മുടെ സ്ഥാനമുള്ളത് കൊണ്ടാണ്. പ്രാവുകൾ എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് ആളുകളാണ് അത് അങ്ങനത്തെ വരിക. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഏത് കാര്യം ചെയ്യാൻ തീരുമാനിച്ചാലും 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. ആ 21 ദിവസമാണ് നിങ്ങളുടെ ഹാബിറ്റ് ക്രിയേഷൻസ്. ആ 21 ദിവസം കൊണ്ട് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. നിങ്ങൾ എന്താ വിചാരിക്കണേ? ഞാൻ ലോകമടിയനായിരുന്നു. 9 മണിക്കൊക്കെ രാവിലെ എഴുന്നേറ്റോണ്ടിരുന്നു. ഞാനിപ്പോ 4:45 5 മണി 4:55 എഴുന്നേക്കൊണ്ടിരുന്നു. 56 എൻ്റെ ആ ടൈം. 55 എഴുന്നേക്കും. ഞാനിപ്പോ അതൊന്നുകൂടി മാറ്റിയിട്ട് ഇപ്പൊ ഈ സൈക്കിള് ഞാനത് 4:40 ആക്കി. ഒന്ന് മാറ്റപ്പിടിക്കാൻ. ഞാൻ വർഷങ്ങളായിട്ട് 5 മണിക്ക് മുന്നേ എഴുന്നേക്കുന്ന ആളാണ്. വീണ്ടും ഞാൻ പറയുന്നു, ഞാൻ ലോകമടിയനാണ്. ഞാൻ 2 പിള്ളേരെയും കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങണ വീട്ടിൽ നല്ല മഴയത്ത് കടന്നുറങ്ങുമ്പോൾ ഞാൻ 5 മണിക്ക് എഴുന്നേക്കും. ഒരു പണി ഇല്ലെങ്കിൽ ഞാൻ 5 മണിക്ക് എഴുന്നേക്കും. ഞെട്ടി ഉണരും. എന്നിട്ട് തിരിഞ്ഞ് ചിലപ്പോൾ കടന്നുറങ്ങി ഈ പറഞ്ഞ പോലെ പിള്ളേരെ ബാക്കിയിട്ട് ഒരു റൗണ്ട് നടന്നു വരണം. എന്നിട്ട് ഞാൻ വീണ്ടും വന്ന് കടന്നുറങ്ങുമായിരിക്കും. എനിക്ക് പക്ഷെ 5 മണിക്ക് ഞാൻ എഴുന്നേക്കും. ഇനി ചില സമയത്ത് പഠിക്കാം, ഈ പറഞ്ഞ പോലെ ക്ലാസ് എടുത്തില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കഴിഞ്ഞ 360 ദിവസമായിട്ട് 350 ദിവസം 340 ദിവസമായി ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ ജൂലൈ 1 തൊട്ട് നമ്മൾ 21 ഡേയ്സിന്റെ ക്ലാസ് തുടങ്ങി. അതിനെ ഇവരൊക്കെപ്പാടെ പറഞ്ഞിട്ട് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ക്ലാസ് ആക്കിയിട്ട് ഇന്ന് രാവിലെ ക്ലാസ് നടന്നു, നാളെയുണ്ട്, എല്ലാ ദിവസവും ഉണ്ട് നമുക്ക്. ഈ ജുഹൈനയൊക്കെ അങ്ങനെ, വിപിൻ രാജ്, ജുഹൈന, അങ്ങനത്തെ ആളുകൾ. ജുഹൈനയൊക്കെ ഒരൊറ്റ ക്ലാസ് കട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. ഒരൊറ്റ ക്ലാസ് കട്ട് ചെയ്തിട്ടില്ല. മഴയോ വെയിലോ എന്തോ ആയിക്കോട്ടെ, നീ സ്വന്തം വീട്ടിലോ അമ്മയുടെ വീട്ടിലോ ആരാന്റെ വീട്ടിലോ എവിടെ ആയിക്കോട്ടെ ക്ലാസ് അറ്റൻഡ് ചെയ്യും. അതൊരു ശീലമായി മാറി. അത് നമ്മളെ മോട്ടിവേറ്റ്. ഞാനൊരു കാര്യം പറയട്ടെ, ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അവനവനിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം കാശ് ഏറ്റവും കൂടുതൽ ഞാൻ എന്നിലാണ് ഇൻവെസ്റ്റ് ചെയ്യാറ്. യെസ്, നിങ്ങൾ ഈ ഗുഡ് നൈറ്റ് ഒന്നും പറഞ്ഞു പോവല്ലേ, എനിക്ക് ഉറക്കം വരും. നിങ്ങളെന്താ ഈ ഗുഡ് നൈറ്റ് പറയണത്? ഇപ്പൊ ഞാനൊക്കെ അടുത്ത നാളത്തേക്കുള്ള കണ്ടന്റ് കാര്യങ്ങൾ നോക്കി പഠിച്ചിട്ട് വേണം ഞാൻ ഉറങ്ങാൻ. യെസ്, ആയിഷ ഷൻഫി വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്, പറഞ്ഞോളൂ. ഞാനും ഗുഡ് നൈറ്റ് പറയുന്നു. മോർണിംഗ് കാണാം. ബൈ. പറയ് ആയിഷ, കേൾക്കുന്നുണ്ടോ? ഒരു മിനിറ്റ് അൺമ്യൂട്ട് ചെയ്തരാം. ആ പറയൂ, കേൾക്കുന്നുണ്ടോ? എന്ത് ബിസിനസ്സാ ചെയ്യുന്നത്? ഞാനിന്ന് ഫസ്റ്റ് ഡേ ആണ്. എനിക്ക് വെരി ഗുഡ്. കൂടുതലൊന്നും മനസ്സിലായിട്ടില്ല. ഒന്നും മനസ്സിലായില്ല ഇതുവരെയായിട്ട്? സാറിന് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. യെസ്. എന്ത് ബിസിനസ് ആയിഷ ചെയ്യുന്നത്? എനിക്കിപ്പോ ഷഹദ് പറഞ്ഞ പോലെ ബിസിനസ് എന്ന് പറയാനൊന്നുമില്ല. ഞാനൊരു ടീച്ചറാണ്. ഞാനൊരു ഫാഷൻ ഡിസൈനിങ് ടീച്ചറാണ്. എന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താന്നുള്ളത് എനിക്ക് തന്നെ അറിയാം. കാരണം ഞാന് എന്തിലേക്കാണോ ഇറങ്ങിയത് അതിന് തക്കൊരു ലക്ഷ്യം എനിക്ക് ഉണ്ടാവും. എനിക്ക് ഒരു ഉദാഹരണമായിട്ട് മാത്രം കേൾത്താൽ മതി. എനിക്കൊരു 1.5 ലക്ഷം രൂപ വേണം.
ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ ഇറങ്ങാം. എനിക്കൊരു 1.5 ലക്ഷം രൂപ വേണം. അത് ഇത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര മാസത്തിനുള്ളിൽ ഇത്ര പേരെ വെച്ച് എന്നൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇറങ്ങാം. അത് ടീച്ചിങ് ആവാം, സെയിലാവാം, എന്തും ആവാം. ആ സമയത്ത് എനിക്ക് എന്താണോ തലയിൽ കയറുന്നത് അത് വെച്ച് ഞാൻ ഇറങ്ങും. അത് ആ ഒരു കറക്റ്റ് പീരീഡിനുള്ളിൽ ഞാൻ അത് സെറ്റ് ചെയ്ത് അത് ഫിനിഷ് ചെയ്ത് ഉടനെ അടുത്തതിലേക്ക് ചാടിക്കയറും. അത് കണ്ടിന്യൂസ് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകില്ല. അതിന് കാരണം എന്ന് പറയുന്നത് നമ്പർ 1 കാര്യം, നിങ്ങൾക്ക് ഡെയിലി ഉള്ളൊരു ബൂസ്റ്റിംഗ് ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡെയിലി ഉള്ളൊരു മോട്ടിവേഷൻ, സെൽഫ് മോട്ടിവേഷൻ ഇല്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ നിർബന്ധിക്കാനോ നിങ്ങളോട് പറയാനോ ആരുമില്ല, അല്ലെങ്കിൽ അത് ചോദിക്കാൻ ആരില്ല. എല്ലാം പടച്ചോനെ വിട്ടുവിട്ടിട്ട് പടച്ചോൻ തീരുമാനിക്കണം എന്നുള്ള രീതിയിലാണ്. പടച്ചോൻ നേരിട്ടൊന്നും പറയില്ല. അത് പറയാൻ പറ്റുന്ന ആളുകളെ ഒപ്പം നിർത്തുന്നത് നന്നായിരിക്കും. ഒന്നില്ലെങ്കിൽ നല്ല ബിസിനസ് സുഹൃത്തുക്കളാവാം, അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി പോലത്തെ കമ്മ്യൂണിറ്റികളിലാവാം. കാരണം അവിടെയൊക്കെ ഡെയിലി ബിസിനസ് ഡിസ്കഷൻസ് നടക്കും. അപ്പൊ നമുക്കത് ചെയ്യണം തോന്നും. മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും നല്ല ബിസിനസ്സിന് ഒരു സൂത്രവാക്യമുണ്ട്. CRDA എന്ന് പറയും, കണ്ടിന്യൂസ് റിപ്പീറ്റഡ് ഡിസിപ്ലിൻഡ് ആക്ഷൻ. കണ്ടിന്യൂസ് റിപ്പീറ്റഡ് ഡിസിപ്ലിൻഡ് ആക്ഷൻ. മനസ്സിലായോ? ഇത് നിർബന്ധമായിട്ടും ഉണ്ടാവണം. കാരണം ഞാനും ബേസിക്കലി ഒരു ടീച്ചറാണല്ലോ, ട്രെയിനറാണല്ലോ. എനിക്ക് നല്ല ബിസിനസ്സുകാരെ കിട്ടണം, അല്ലെങ്കിൽ നല്ല ആളുകളെ കിട്ടണം, കസ്റ്റമറായിട്ട് കിട്ടണമെങ്കിൽ ഞാനിത് ഒരു ദിവസം ചെയ്തിട്ട് പിറ്റേ ദിവസം ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. എല്ലാ ദിവസവും ഞാൻ ചെയ്യണം. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ശനി ഞായറും മാത്രമായിട്ട് ക്ലാസ് ആക്കാം, ബാക്കിയുള്ള ദിവസങ്ങളിൽ എനിക്ക് രാവിലെ കിടന്നുറങ്ങാം. ഒരാൾ എന്നോട് ചോദിക്കില്ല, നോ ബഡി വിൽ ആസ്ക്. പക്ഷെ ഞാൻ തീരുമാനിച്ചു എനിക്ക് എല്ലാ ദിവസവും ക്ലാസ് എടുക്കണം. ദാറ്റ്സ് മൈ ഡിസിഷൻ. നല്ലതല്ലേ? നമുക്കത് പൈസയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. കാശിന് ഞാൻ ഒരു കാര്യം പറയാം. എന്നോട് ഇന്ന് സരീനാണ് ചോദിച്ചത് തോന്നുന്നുണ്ട്. സരീൻ ചോദിച്ചു, സാർ ഇതെന്താണ് സാർ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട്? ഞാൻ പറഞ്ഞു, എഫേർട്ട് കൊടുക്കുക, റിസൾട്ട് തന്നെ വരും. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ? എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നില്ല, 5 നേരം നിസ്കരിക്കുന്ന ആളായിരിക്കും വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഹിന്ദുക്കളാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഒക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കാം. ഇനി ഒരു മതത്തിലെ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൽ ഒരു വിഷൻ ഉണ്ടായിരിക്കും, ഇന്നത് വേണം ഇന്നത് വേണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ പ്രാർത്ഥനയുടെ ബലം. വോയിസ് ക്ലിയർ അല്ലേ? നിങ്ങളുടെ നെറ്റിന്റെ പ്രശ്നമായിരിക്കും. വോയിസ് എന്നാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് അതിന്റെ റിസൾട്ട് പടച്ചോൻ തരും. അതെന്താ നമ്മൾ പറയണത്? എഫേർട്ടാണ്. നമ്മൾ ഇടുന്ന എഫേർട്ടാണ് നമുക്ക് തിരിച്ചു കിട്ടുക. അത് തന്നെ ന്യൂട്ടന്റെ ലോലും പറയുന്നത്. 3rd ലോല് കൂടെ എറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഏത് ആക്ഷൻ അങ്ങോട്ട് കൊടുത്താലും റിയാക്ഷൻ ഉണ്ടായിരിക്കും. ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യണം. ചെയ്താൽ മാത്രമേ റിസൾട്ട് വരുള്ളൂ, പക്ക. അല്ലെങ്കിൽ റിസൾട്ട് വരില്ല. നിങ്ങൾ ഇന്ന് മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ ഉത്തരം വരുന്നത് ചിലപ്പോൾ 30 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ അടുത്ത ആഴ്ചയായിരിക്കും. പക്ഷെ ചെയ്യണം, നിർബന്ധമായിട്ടും ചെയ്യണം. എന്ത് പറഞ്ഞാലും നമ്മൾ അവസാനം പറയുമല്ലോ, ദൈവം പകുതി നമ്മൾ പകുതി എന്നല്ലേ പറയുന്നത്. ദൈവം എന്താ മുഴുവൻ തരാത്തെ? കാരണം ദൈവം പറയണത് നിന്റെ 50 താ, അപ്പൊ ഞാൻ മുഴുവൻ തരാം, എന്റെ 50 കൂടി കൂട്ടിയിട്ട്. ഇതാണ് പറയണത്. അത് സയൻസും മറ്റേ സ്പിരിച്വലും എല്ലാം അങ്ങനെയാ ആൻസർ. ആയിഷ ഞാൻ പറഞ്ഞത് 2 കാര്യങ്ങളാണ്. ആയിഷയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കണ്ടിന്യൂസ് പഠിക്കുക. അതായത് നോളേജ് പ്ലസ് സ്കില്ല് ഡെയിലി കൂട്ടുക. ഒരു വലിയ വിഷം വെക്കുക, ചെറിയ സ്വപ്നങ്ങൾ വെക്കരുത്. 1.5 ലക്ഷം രൂപ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ നിങ്ങൾ 1 കോടി രൂപയെ കുറിച്ച് ചിന്തിക്കുക. അതിനൊരു ടൈം ഫ്രെയിം വെക്കുക, സ്മാർട്ട് ഗോൾ എന്ന് പറയും. ആ ടൈം ഫ്രെയിം വെച്ചിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യുക. വലിയ ലക്ഷ്യങ്ങളാണെങ്കിൽ രക്ഷപ്പെടും. മനസ്സിലായില്ലേ? എന്റെ മുന്നിൽ ഇരിക്കുന്നത് വലിയ ലക്ഷ്യങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ, വലിയ ആളുകൾ. എനിക്കൊരു കൗണ്ട് ഉണ്ട്. ആ കൗണ്ട് നമ്പറുടെ ആളുകളുടെ മുന്നിൽ ഞാൻ ഇങ്ങനെ ട്രെയിനിങ് അവതരിപ്പിക്കും എന്നുള്ളത് എനിക്ക് എന്റെ ഉള്ളിലുണ്ട്. ഞാനതിന് ഒരു ടൈം ഫ്രെയിം വെച്ചിട്ടുണ്ട്. ആ ടൈം ഫ്രെയിമിൽ ഞാൻ ചെയ്തിരിക്കും. അതിന് ഞാൻ ഏതറ്റം വരെ പോകും. മനസ്സിലായില്ലേ? അത് ഓട്ടോമാറ്റിക്കലി പൈസ ആയിട്ട് കൺവേർട്ട് ചെയ്യലോ. നമ്മുടെ ലക്ഷ്യം അങ്ങനെ പറയാൻ പറ്റോ ഇല്ല. പറയും. അതായത് ഇതിൽ വിശദീകരിച്ച കാര്യം പറയാൻ പറ്റോ ഇല്ലെന്നുള്ള എനിക്ക് അറിയില്ല. കഴിഞ്ഞു ക്ലാസ് കഴിഞ്ഞു എത്ര വേണേ പറയാം. കഴിഞ്ഞു ക്ലാസ് കഴിഞ്ഞു എത്ര വേണേ പറയാം. ഞാൻ എല്ലാരും പോയാലും എല്ലാരും ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞു പോകേണ്ടത്. അപ്പൊ പോട്ടെ. ഓക്കെ, ഞാന് സാറ് ചെയ്തതുപോലെ ഫസ്റ്റില് ഒരു ഫ്രീ ക്ലാസ് എന്നുള്ള രീതിയിൽ ഫാഷൻ ഡിസൈനിങ്ങിന്റെ തന്നെ ചെറിയൊരു ടൈലറിംഗ് കോഴ്സ് എടുത്തിട്ട് ഫ്രീ ക്ലാസ് ആയിട്ടാണ് ഫസ്റ്റിൽ കൊടുത്തത്. ആ ഫ്രീ ക്ലാസ്സിൽ തന്നെ വെറും 30 രൂപ എന്നുള്ള രീതിയിൽ, ഒരു കുട്ടിക്ക് 30 രൂപ എന്നുള്ള രീതിയിൽ കൊടുത്താൽ എന്താ എന്ന് കരുതിയിട്ട്, അതെനിക്ക് ചുമ്മാ ഒരു
കമ്മലെടുത്താലോ ഒരു ആഗ്രഹം വെച്ചിട്ടാണ് ഞാൻ അത് തുടങ്ങി വെച്ചത്. 30 രൂപയിൽ തുടങ്ങി വെച്ചിട്ട് അതിൽ എനിക്ക് അത് ഓക്കെ ആയിട്ട് തോന്നി. അത് ഓക്കെ ആയിട്ട് തോന്നിയത് കൊണ്ട് ഉടനെ ഞാൻ എന്താ ചെയ്ത്, അതൊരു മണ്ടത്തരായിട്ട് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. ഞാൻ ചെയ്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഓൾറെഡി ഞാനിവിടെ ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ് കൊടുക്കുന്ന വ്യക്തിയാണ്. ഷോപ്പുണ്ട്. ആ ഷോപ്പ് ഞാൻ ഒഴിവാക്കി വീട്ടിലിരുന്നിട്ട് തന്നെ ഓൺലൈൻ ക്ലാസ് മൊത്തത്തിൽ കൊടുക്കാൻ തുടങ്ങി. അത് ഏകദേശം ഒരു 8-9 മാസത്തോളം ഞാൻ ആ ഒരു ക്ലാസ് കണ്ടിന്യൂസ് ചെയ്തു. ഒരു 4000-ലേറെ കുട്ടികൾ പഠിച്ചിറങ്ങി. അത് 30 ഉണ്ട്, 50 ഉണ്ട്, 100 ഉണ്ട്, പല കോഴ്സുകളായിട്ട് ഞാനത് ചെയ്തു. അതില് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഞാൻ എന്താണോ ഞാൻ ലക്ഷ്യം വെച്ചത്, എനിക്കൊരു കമ്മൽ എടുക്കണം, അത് മാത്രമായിരുന്നു ഫസ്റ്റിലുള്ള ലക്ഷ്യം. അതിലേറെ എനിക്ക് കിട്ടിപ്പോയപ്പോ, അതായത് ഫ്രീ ക്ലാസ്സിലായിട്ട് എനിക്ക് അതിലേറെ കിട്ടിപ്പോയപ്പോ ഉടനെ ചെയ്തത്, ഞാൻ ഇരിക്കുന്ന ഭാഗം കൊണ്ട് മാറ്റി വെച്ചു. അതായത് എന്റെ ഷോപ്പ് ഞാൻ അങ്ങനെ ഒഴിവാക്കി. വേണ്ട എന്ന് വെച്ചു. എന്തിനാ വാടക കൊടുത്ത് ഞാൻ അങ്ങനെ ഒരു ഷോപ്പ് വെക്കുന്നുള്ളൊരു മണ്ടത്തരം. അത് കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ എന്റെ മനസ്സിൽ വന്നത്, എന്തുകൊണ്ട് എനിക്കുള്ള ഇപ്പോ കറന്റ് എന്റെ കടങ്ങളും കാര്യങ്ങളും ഇത് വെച്ച് തീർത്തുകൂടാ എന്ന് തോന്നിയിട്ട് ഏകദേശം അതും സെറ്റിലാക്കി. പിന്നെ എനിക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നില്ല മീൻ ഇനി എനിക്കൊരു ലക്ഷ്യം ഇല്ല, വേണ്ട എന്നുള്ളൊരു തോന്നല്. അതിനുശേഷം പിന്നെ എൻ്റെ ഉള്ളിലുള്ളൊരു ആഗ്രഹമായിരുന്നു നൈറ്റി ഒരു ബ്രാൻഡാക്കിയിട്ട് കൊടുക്കണം എന്നുള്ളത്. ഞാനത് തുടങ്ങി, ക്ലാസ് തുടങ്ങുന്ന മുന്നെയോ ഞാനത് തുടങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അതങ്ങനെ വീണ്ടും അങ്ങനെ കിടക്കുകയായിരുന്നു. ഇപ്പൊ വീണ്ടും ഞാനത് കുത്തിപ്പൊക്കി തുടങ്ങി വെച്ചിട്ടുണ്ട്. വീണ്ടും അതിനെവിടെ എത്തും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അതുവരെ വെച്ചിട്ടില്ല. എവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതൊരു ചെയിൻ പോലെയാണ് തുടങ്ങി വെച്ചിട്ടുള്ളത്. ചെയിൻ മീൻ ഈ മണി ചെയിനൊക്കെ പോലെ നമ്മള് ഒരാളെ കൊണ്ട് 10 അടുപ്പിക്കുക, അങ്ങനെ ഒരു സംഭവം. അതൊരു സെറ്റ് ആക്കിയിട്ട് ഞാൻ വെച്ചതാണ്. അത് എനിക്ക് മറ്റുള്ളൊരു റൂൾസ് ആക്കിയിട്ട് ഞാൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2-3 ദിവസമായി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട്. അതാ കച്ചവടത്തിന്റെ രീതി ശരിക്കും പഠിച്ച് മൈൻഡിലുണ്ട് എന്നല്ലാതെ അതിന് ഞാനിത് അങ്ങോട്ട് കൊണ്ടുപോകണം, എന്താണ് അതിലേക്ക് ഞാൻ ചെയ്യേണ്ടത്, അതൊന്നും ഇതുവരെ ആദ്യം ആസ് എ ബിസിനസ് കൺസൾട്ടന്റ് എനിക്ക് പറയാനുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ആദ്യം നിങ്ങൾക്കൊരു കൃത്യമായിട്ടൊരു ലക്ഷ്യം വെക്കണം. അത് 1 വർഷത്തെ, പറ്റുകയാണെങ്കിൽ 3 വർഷത്തെ ലക്ഷ്യം വെക്കണം. അത് ഒരിക്കലും നിങ്ങൾക്ക് എത്തിപ്പെടുമെന്ന് നിങ്ങൾ ഒരു കാര്യം കൂടി പറയാൻ വിട്ടു. അതായത് ഞാനിപ്പോ ക്ലാസ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഈ ഒരു ബിസിനസ് ഇപ്പൊ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും കുട്ടികള് ക്ലാസ് വേണം. ഇപ്പൊ ഞാൻ ഷോപ്പ് ഒഴിവാക്കിയിട്ടുണ്ട്, ഞാൻ വീട്ടിൽ വന്ന് പഠിച്ചോട്ടെ, അതിനുള്ള സൗകര്യം തരുമോ, അങ്ങനെയുള്ളത് ചോദിക്കുമ്പോ മൈൻഡ് ഏതിൽ നിൽക്കണം എന്നുള്ളൊരു. സ്ത്രീകൾക്കുള്ള ഏറ്റവും നല്ലൊരു ഗുണം ഞാൻ പറയട്ടെ, നിങ്ങള് പച്ചക്കറി അരിയുന്ന സമയത്ത് TV കാണുകയും അതേ സമയത്ത് കുഞ്ഞുങ്ങൾ എന്താ ചെയ്യണമെന്ന് ശ്രദ്ധിക്കുകയും അപ്പുറത്തിരിക്കുന്ന ഭർത്താവിനെ ചീത്ത വിളിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അത് സ്ത്രീകൾക്ക് മാത്രമുള്ള കഴിവാണ്. ആണുങ്ങൾക്കാണ് പറഞ്ഞ, ആണുങ്ങൾക്ക് മാത്രമാണ്, ആണുങ്ങളാണെങ്കിൽ ഞാൻ സമ്മതിച്ചു. വീട്ടിലിരുന്നിട്ട് ഞാൻ തന്നെ വെഡിങ് വർക്കുകൾ വാങ്ങിച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ജോലി വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് ഏതാണ് നിങ്ങൾക്ക് വരുമാനം കൂടുതൽ കൊണ്ടുവരുന്നത്, നിങ്ങൾക്ക് പാഷൻ ഉള്ളത്, അത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ചെയ്തു തുടങ്ങുക. അതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ വരുമാനങ്ങൾ വരുന്നില്ല എങ്കിൽ അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള വേറൊരു കാര്യം കൂടി തുടങ്ങാം. ഓക്കെ, അതിനൊരു മടിയും വിചാരിക്കേണ്ട, അതിനൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ രണ്ടിനും നിങ്ങൾ ടൈം മാറ്റി വെക്കണം. ഇന്ന സമയത്ത് ഞാൻ ഇതാണ് ചെയ്യുന്നത്, ഇന്ന സമയത്ത് ഞാൻ ഇതാണ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചുള്ള ഞാൻ പറഞ്ഞുതരാം. ഞാൻ ട്രെയിനിങ്ങിന് ഞാൻ എൻ്റെ ടൈം ചെലവഴിക്കുന്നത്, റെഡി ആവാനുള്ള ടൈം ഞാൻ ചെലവഴിക്കുന്നത് യൂഷ്വലി രാത്രികളിലാണ്, അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ. ഇപ്പൊ ഈ 9 മണിക്കുള്ള പരിപാടിക്കൊക്കെ ഞാൻ ചിലപ്പോൾ നമ്മൾ റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഒരു 6 മണി മുതൽ 7 മണി വരെ ആ സമയത്തായിരിക്കും. പക്ഷെ രാവിലെ ട്രെയിനിങ് 7 മണി വരെ ട്രെയിനിങ്. ഞാൻ ബാക്കിയുള്ള സമയം എൻ്റെ ഓഫ്ലൈൻ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കൺസൾട്ടേഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ട്രെയിനിങ് എടുക്കുക, അവിടെ പോയിട്ട് എടുക്കുക, അല്ലെങ്കിൽ സ്റ്റാഫ് ട്രെയിനിങ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പോകാം. ഞാൻ അവിടെ അങ്ങനെ ട്രെയിനിങ്സ് പഠിക്കുക. എൻ്റെ എല്ലാ സെഷൻസും ഇതുപോലെ സെഷൻസും എന്താ പറയുക, നൈറ്റ് അല്ലെങ്കിൽ മോർണിംഗ് ആയിരിക്കും. അപ്പൊ എനിക്ക് അവിടെ ആ കോൺസെൻട്രേഷൻ കിട്ടും, ബാക്കിയുള്ള സമയത്ത് എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടും. ഒരാണായത് കൊണ്ട് ഒരു കാര്യത്തിൽ അറ്റ് എ ടൈം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ആയിഷയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല.
ആയിഷയ്ക്ക് കൂളായിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് അത് ഞാൻ പറഞ്ഞില്ലേ, വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുക, വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് എത്താനുള്ള പണികൾ നമ്മൾ തന്നെ. ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിന് കൃത്യമായിട്ട് പ്ലാനും വേണം, വിഷനും മിഷനും വേണം. മനസ്സിലായി? ആയിഷയ്ക്ക് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ഇപ്പോൾ വളരെ ഓപ്പറായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അതൊരു മെന്റർ ചെയ്തു തരാനോ അല്ലെങ്കിൽ ഇത് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ അത് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരാനോ ആളുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. ഒപ്പമുള്ള അതിന് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്പം കുറച്ച് ബിസിനസ്സുകാരായ സുഹൃത്തുക്കൾ വേണം. അതേപോലെ കുറച്ച് മെന്ററിങ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ വേണം. എന്നാൽ തന്നെ നിങ്ങൾക്ക് കയറി വരാൻ പറ്റും. ജുഹൈനെ ഏകദേശം ഇതേപോലത്തെ ബിസിനസ്സാണ് ചെയ്യുന്നത്. ജുഹൈനൊക്കെ എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കും. രാവിലെ കമ്മ്യൂണിറ്റിയിൽ, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. അത് പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട്, നിങ്ങളത് അങ്ങനത്തെ കാര്യങ്ങൾ എടുക്കുന്നത് പൈസ കൊടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ഇതുപോലത്തെ ഒരുപാട് പേര് ഫ്രീ ട്രെയിനിങ്ങും വെബിനാറുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ പോകരുത്. അത് അറ്റൻഡ് ചെയ്യാം, അതിന് വേണ്ടാന്നല്ല. പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യണം. ഇഫ് യു ആർ നോട്ട് ഇൻവെസ്റ്റഡ്, യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. നിങ്ങൾ പൈസ ചെലവഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് അല്ല. ഞാൻ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കും ആളുകളെ കൊണ്ട്. നിങ്ങളുടെ മുകളിലുള്ള ഇൻവെസ്റ്റിംഗ് ആണ് എന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുള്ളത് പറഞ്ഞ് അത് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അത് വർക്കൗട്ട് ആകും. ആയിഷയ്ക്ക് എന്താ അറിയോ, വലിയ എക്സ്പെൻസ് വരുന്നില്ല ഈ പരിപാടിക്ക്. ഏത് ക്ലാസ് എടുക്കാൻ വലിയ എക്സ്പെൻസ് വരുന്നില്ല. അല്ലെങ്കിൽ അതിന് നിങ്ങളൊരു വലിയ പർച്ചേസ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ വലിയൊരു അല്ല, ക്ലാസ് എടുക്കാൻ ഓക്കെ, അത് ഞാൻ പറഞ്ഞല്ലോ, അതെന്റെ പാഷനാണ്. എന്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാല് നൈറ്റി ബ്രാൻഡ് ആയിക്കോട്ടെ, മോളുടെ പേരിലുള്ള ഒരു ബ്രാൻഡിലാണ് ഇറക്കിയിട്ടുള്ളത്. തുടങ്ങി വെച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ തുടങ്ങി വെച്ച സമയത്ത് ഈ സീസൺ ടൈമിലാണ് അത് കൂടുതലും ഞങ്ങൾക്ക് അത് പോവാ. 3800ഓളം നൈറ്റി ഷോപ്പിലേക്ക് എത്തിച്ചു കൊടുത്ത വ്യക്തിയാണ് ഞാൻ ആ തുടക്കത്തില്. പക്ഷെ ഈ ഹജ്ജ് പെരുന്നാൾ കഴിഞ്ഞല്ലോ, ഒരു 1800 നൈറ്റിയെ പോയിട്ടുള്ളൂ. എത്ര എണ്ണം നിങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു? അത് ബണ്ടില് ഞാന് വാങ്ങിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കണം വീടുകളിൽ പോയിട്ട്. അതായത് ഞാനൊരു ഷോപ്പ് വെച്ചിട്ടല്ല ഈ സംഭവം ചെയ്യുന്നത്. വാങ്ങിക്കും, ബൾക്കായിട്ട് വാങ്ങിക്കും, കട്ട് ചെയ്യും. എനിക്ക് കുറച്ച് എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് ടീമുണ്ട്. കൂടുതലും സ്റ്റിച്ച് ചെയ്യാൻ അംഗവൈകല്യം ഉള്ളവരുണ്ട്. അതായത് മൊത്തത്തിൽ തളർന്നവരല്ല, കുറച്ച്. അവരെ സംബന്ധിച്ച് അവർക്ക് വെറുതെ കൊടുക്കുന്ന, അതായത് അവരെ എന്താണ് പറയാ, പാവം തോന്നിയിട്ടൊക്കെ കാശ് കൊടുക്കുന്ന, അസംഗതി തോന്നി കാശ് കൊടുക്കുന്നതും സ്വന്തം അധ്വാനിച്ചിട്ട് 10 രൂപ കൊടുക്കണം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ തേടി പിടിച്ചിട്ട് അവർക്ക് കട്ട് ചെയ്ത് കൊടുത്ത് സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യും. അവർക്ക് 15 രൂപ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് അവരെ സംബന്ധിച്ച്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പേരെ വെച്ചിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നത്, അവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. മനസ്സിലായോ? അതെനിക്ക് തുടക്കത്തിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ, അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത്രയും ഓർഡറുകൾ കിട്ടിയിട്ട് ഞാനത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പോ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ അതെന്റെ ഒരു ആഗ്രഹമാണ്, വലിയൊരു ആഗ്രഹമാണ്. അത് എന്താ പറയാ, വലിയൊരു രീതിയിൽ ഒരു വർഷത്തിനുള്ളിൽ എത്ര രൂപ അല്ലെങ്കിൽ എത്ര ബിസിനസ് ചെയ്യണം, ടേൺ ഓവർ ചെയ്യണം എന്നാ താല്പര്യം? അങ്ങനെ ഒരു താല്പര്യം ഞാൻ ഇതുവരെ മൈൻഡിൽ വെച്ചിട്ടില്ല. എന്റെ പ്രശ്നങ്ങൾ എന്താണോ മുന്നിലുള്ളത് അത് മറികടക്കാൻ ഞാൻ എന്താണോ ചെയ്യേണ്ടത് അത് മാത്രമേ ഞാൻ ചെയ്തോണ്ടിരിക്കൂ. ഞാൻ രണ്ട് സജഷൻസ് ആണ് പറയുന്നത്. രണ്ട് സജഷൻസ് ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. യു ഹാവ് ടു ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, ബിസിനസ് പഠിക്കുക. ഡെയിലി ബൂസ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്, അതായത് നിങ്ങൾ ഈ പറയുന്ന സംഭവത്തിന് നിങ്ങൾ ഒരു എമൗണ്ട് എടുക്കുകയോ ഒരു ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെയ്തിട്ട് നിങ്ങളൊരു ഇത് വിട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആസ് എ മലയാളി പിന്നെ അത് കിട്ടാൻ വേണ്ടി നമ്മൾ ഓടും ഡെഫിനറ്റ്ലി. അല്ലെങ്കിൽ ഇതിനൊക്കെ അപ്പുറത്ത് ഒരു വലിയ ലക്ഷ്യം വെക്കുക, ആ ലക്ഷ്യത്തിനൊരു കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് വെക്കുക, കൃത്യമായിട്ട് അതിനെപ്പറ്റി പഠിക്കുക, ഡെയിലി അതിലേക്ക് ഇൻവോൾവ് ആവുക, അതിനൊരു കുറച്ച് മണിക്കൂറുകൾ മാറ്റി വെക്കുക, ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുക, ഇമോഷൻസ് കലർത്തൽ. അതിന് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് പർപ്പസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. റീസൺ എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. ഞാൻ ചോദിക്കുന്ന കാര്യമുള്ളൂ, ഇപ്പോ നിങ്ങൾ വഴി ഒരാൾക്ക് ഒരു പേഴ്സണ്, ഒരു മേ ബി എന്താ പറയാ, മറ്റേ ഈ പറഞ്ഞ അംഗവൈകല്യം വന്ന ആൾക്ക് എത്ര രൂപ നിങ്ങൾ ഒരു മാസത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്? അങ്ങനെ പറയാൻ പറ്റില്ല, അവര് സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു സിംഗിൾ പേഴ്സൺ എടുക്കൂ, ആവറേജ് 5000, 6000 ആ ഒരു ലെവല്, 6, 7, 5 എത്ര സമയം അതിനെ ചെലവഴിക്കുന്നുണ്ടാവും മൊത്തത്തില് ഈ 5000 കിട്ടാൻ?
പറയാൻ പറ്റില്ല. ചിലപ്പോ എന്താ പറയാ അതിൽ കൂടുതൽ എടുക്കുന്നവരും ഉണ്ട്. അല്ല നൈറ്റിയുടെ ആയിക്കോട്ടെ, എനിക്ക് ആവറേജ് കിട്ടിയാൽ മതി. പറയാം, ഞങ്ങളിവിടെ പീസ് വർക്ക് എന്നാണ് പറയാ. പീസ് വർക്കിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് കാശ് കൊടുക്കുന്നത്. ഒരു ദിവസം എത്ര പീസ് അടിക്കാൻ പറ്റും അവർക്ക്? ഒരു ദിവസം അവർ ചിലപ്പോ ഒരു 20 എണ്ണം അല്ലെങ്കിൽ 18 എണ്ണം 15 എണ്ണം ചിലർ 10 എണ്ണം ശരി, അങ്ങനെ ഞാൻ പല പറയട്ടെ, രീതിയിലാണ് ചെയ്യുക. ഈ 20 പീസുകൾ നിങ്ങൾ കൊടുക്കാറുണ്ടോ ഡെയിലി? അവർക്ക് അവരുടെ കയ്യിൽ 300 പീസ് കട്ട് ചെയ്തിട്ട് 300 എണ്ണം അവിടെ ഇട്ട് കൊടുക്കണം. അവര് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു 100 എണ്ണം 150 എണ്ണം ആയി കഴിഞ്ഞാൽ ഞാനാണ് ഒരു വാങ്ങിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം അറിയാം? അവരെ നിർബന്ധിക്കണം. അവരെ നിർബന്ധിച്ചിട്ട് 20 20 25 ആക്കാൻ ശ്രമിക്കണം. 25 അടിക്കണവനെ 30 ആക്കാൻ ശ്രമിക്കണം. 30 അടിക്കണവനെ 50 ആക്കാൻ ശ്രമിക്കണം. ഞാൻ പറയുന്ന ഒരു ഉദാഹരണം പറഞ്ഞാട്ടോ, അങ്ങനെ അടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നിട്ട് ഇല്ല, അവർക്ക് പറ്റില്ല. ഇപ്പൊ 5000 കിട്ടുന്നവനെ 15000 ഉണ്ടാക്കാൻ പഠിപ്പിക്കുക. നിങ്ങള് സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ? 5000 കിട്ടുന്നതിനേക്കാൾ തീർച്ചയായും. എത്രയോ നല്ലതല്ലേ അവന് 15000 രൂപ കിട്ടുന്നത്? അത് നിങ്ങൾ വിചാരിച്ചാൽ നടക്കൂലേ? അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കട്ട് ചെയ്യണം, ഇട്ട് കൊടുക്കണം, ഒപ്പം ഓർഡർ പിടിക്കണം അപ്പുറത്തുനിന്ന്, അല്ലേ? നിങ്ങളുടെ ബ്രാൻഡ് ആയിരിക്കും. നാളെ നിങ്ങൾ പേഴ്സണൽ ബ്രാൻഡ് ആകുമ്പോൾ നിങ്ങൾ കാണേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ ഒരു ബ്രാൻഡ്, ആ ബ്രാൻഡ് എന്ന് പറയുന്നത് അത് കേരളം മുഴുവൻ അറിയപ്പെടണം, ലോകം മുഴുവൻ അറിയപ്പെടണം എന്നുള്ള വലിയ ലക്ഷ്യം വെക്കണം. എത്രയോ ആളുകൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ബോട്ടിക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. ആ ആളുകളൊക്കെ അവരൊക്കെ ബ്രാൻഡ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഷിബുബായ്, അദ്ദേഹം ഫാഷൻ ഡിസൈനറാണ് ബേസിക്കലി. അദ്ദേഹം എനിക്ക് തോന്നുന്നു എന്താ ഷിബുബായ് നിങ്ങളുടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിലായിരുന്നു? അതെനിക്കറിയില്ല. സോഷ്യൽ അല്ല, ഞാനിപ്പോ അത് അയാൾക്കിടെ ഒരു കാര്യം പറഞ്ഞു. ഒരു സോഷ്യൽ കോസ് അയാൾക്ക് ഉണ്ടെന്ന് പറയായിരുന്നു. അതിനകത്ത് പർപ്പസ്, ഞാൻ അതിന് സോഷ്യൽ കോസിനേക്കാൾ കൂടുതലായിട്ട് ഈസ് എ പർപ്പസ് നമുക്ക് അത് വിളിക്കാം. ആ പർപ്പസ് പ്രോപ്പർ ആവണം, അത്രേ ഉള്ളൂ. ഞങ്ങളൊരു ബ്രാൻഡ്, ഒരു കുർത്തിയുടെ ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുർത്തിയുടെ ബ്രാൻഡ് അതേപോലെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഫുൾ ടൈം വർക്ക് ചെയ്യാം. ഇപ്പൊ രാത്രി ഷിബു വന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഷിബു എന്താ പറയാ, വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളെ എനിക്കറിയാം. ഇപ്പോഴും വന്നിട്ടിരുന്ന് പഠിക്കാൻ വേണ്ടിട്ട് വരുന്നു എന്ന് പറയുന്നത് അത് എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമൊന്നുമല്ല. ഞാൻ എന്തെങ്കിലും പുതിയ കണ്ടന്റ് കൊടുക്കുമെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. തീർച്ചയായിട്ടും. അപ്പോ സ്വാഭാവികമായിട്ട് അത് പഠിക്കാൻ വേണ്ടിട്ട് വരുന്നത്. അങ്ങനെ കണ്ടിന്യൂസ് പഠിക്കണം. കാരണം സ്പെസിഫൈഡ് നോളജ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമുക്ക്. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ പോക്കറ്റിലേക്ക് പൈസ കൊണ്ടുവരുന്ന സാധനത്തിന്റെ പേരാണ് സ്പെസിഫൈഡ് നോളജ്. സ്പെസിഫൈഡ് നോളജ് ക്രിയേറ്റ് ചെയ്യുന്നത് നോളജ് പ്ലസ് സ്കില്ല് ഡെവലപ്പ് ആകുമ്പോഴാണ്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ജനറൽ നോളജിൽ കോൺസെൻട്രേറ്റഡ് ആണ്. നമ്മുടെ കരിക്കുലം ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. എന്നിട്ട് നമ്മൾ മറ്റേ 1ാം ലോക മഹായുദ്ധത്തിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെ സംസാരിക്കുന്ന രാഷ്ട്രീയക്കാരെ നമ്മൾ പുകഴ്ത്തും. അവർക്ക് ഭയങ്കര വിവരം എന്ന് പറയും. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് നിങ്ങൾ ടൈലറിങ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫാഷൻ ബ്രാൻഡ് ഉണ്ടാക്കുന്നതാണെങ്കിൽ അതെങ്ങനെ ബ്രാൻഡ് ആക്കാം, അതിനെ എങ്ങനെ സിസ്റ്റമൈസ് ചെയ്യാം, അതിനെ എങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, അതിനെ എങ്ങനെ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും, ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, അതിനെ വിൽക്കാനുള്ള മാർഗങ്ങൾ, ഡയറക്റ്റ് വിൽക്കണോ, നിങ്ങൾ B2B വിൽക്കണോ, അതൊക്കെ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. ആ ആലോചിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് നിങ്ങൾക്ക് ഒരു ബിസിനസ് സപ്പോർട്ടുകൾ ആവശ്യം. അവിടെ ഒരിക്കലും നമ്മൾ പഠിച്ച പഠനത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതിനോ എന്താ പറയുക പേപ്പറിന്ന് വായിച്ചതൊന്നും കിട്ടില്ല. അതിന് നമ്മളെപ്പോലുള്ള ആളുകൾ, ബിസിനസ് കൺസൾട്ടൻസ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ബിസിനസ് കമ്മ്യൂണിറ്റിയുള്ള ഗ്രൂപ്പുകൾ, ഇങ്ങനത്തെ ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അവര് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണ്? വിൻ വിൻ സിറ്റുവേഷനാണ്. ഞാൻ ആളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ താങ്കളുടെ അടുത്ത് എനിക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇനി അതൊന്നുമല്ല, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാനും ഷിബു ഒക്കെ ഒരുപാട് കാശ് ഇറക്കി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഞാനും ഷിബു ഒരാളടുത്ത് പഠിച്ചതാണ്. ഷിബുവിന്റെ ബിസിനസ് ആയിട്ട് പോയി, ഞാൻ എന്റെ ബിസിനസ് ആയിട്ട് പോകുന്നു. പക്ഷെ രണ്ടിന്റെയും ബേസ് ഒന്നാണ്. അല്ലെങ്കിൽ പല ആളുകൾ ഇതുപോലെ തന്നെ പല ആളുകളും ഉണ്ടായിരിക്കും. നിഷിയും ഒക്കെ ഒരേ ആളെടുത്താണ് പഠിച്ചത്. നിഷ എന്റെ പാർട്ട്ണറാണ്. നിഷയുടെ പരിപാടി ട്രെയിനിങ് അല്ല. നിഷ ബാക്കി എന്റെ മറ്റുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ സെയിൽസ്, എന്റെ ഫിനാൻസിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിഷ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന് ട്രെയിനിങ് എടുക്കുന്ന ആള് ഞാനാണ്. ആയിഷയ്ക്ക് മനസ്സിലായോ? എന്താ പറയാ, ഡെയിലി മൂഡാക്കി നിർത്തണം. നമ്മളിങ്ങനെ ആ ഒരു പുഷിൽ നിൽക്കണം, പവറിൽ നിൽക്കണം. മനുഷ്യന്റെ മനസ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം 1 മറവി, 2 മടിയുമാണ്. ഇവൻ 2 നല്ല പ്രശ്നക്കാരനാണ്. അതിൽ ഏറ്റവും പ്രശ്നം പറഞ്ഞ പ്രോക്രാസ്റ്റിനേഷനാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് അത് നേടാൻ പറ്റും. ചെറിയ ലക്ഷ്യങ്ങളാണെങ്കിൽ നമ്മൾ അതിനെ വല്ല മൈൻഡ് ചെയ്യില്ല. വിഷനും മിഷനും ക്രിയേറ്റ് ചെയ്യാൻ പഠിപ്പിക്കേണ്ടി വരും. അതെ, എനിക്ക് മനസ്സിലായി. എനിക്ക് ആയിഷയ്ക്കുള്ള സൊല്യൂഷൻ എനിക്ക് മനസ്സിലായി. അതിനുള്ള സൊല്യൂഷൻ നമ്മുടെ അടുത്തുണ്ടായിരുന്നു ഉറപ്പായിട്ടും. പക്ഷെ അതിന് ഏറ്റവും പറ്റിയ ആളാ.
ആയിഷ രക്ഷപ്പെടും, ഉള്ളിൽ തീയുണ്ട്. മുനീർ പറഞ്ഞ കേട്ടില്ല. ആയിഷ രക്ഷപ്പെടും, ഉള്ളിൽ തീയുണ്ട്. ആ തീയുണ്ട് ഫയർ ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്ര സമയമൊന്നും എടുക്കില്ലല്ലോ. ഞാൻ ഐസായിട്ട് ഐഷ ഒഴിവാക്കിയിട്ട് ഞാൻ ഐഷ ഒരു തമാശക്ക് പറയുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഇത്ര നേരം സമയം എടുക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഐ വാണ്ട് എനിക്ക് ലൈവ് കൺസൾട്ട് ചെയ്യാൻ പറ്റും. എന്താ നമ്മളൊന്നും അങ്ങനെ അത്ര ശ്രദ്ധിക്കൂല. ഐഷ പറഞ്ഞല്ലോ, ഫുള്ള് ഞങ്ങൾ ശ്രദ്ധിച്ചു. നല്ല ഫയർ ഉണ്ട്. ഐഷ ഫയർ ഉണ്ട്. അതിനെന്താ പ്രശ്നം അറിയാം? എനിക്ക് അറിയില്ല ഐഷയുടെ ഈ മുനീർ ഭായ്, ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം അറിയാം, നമ്മുടെ ചുറ്റുപാടുണ്ടല്ലോ, ഇത് നമ്മുടെ മുകളിൽ വല്ലാത്ത പ്രഷർ തന്നുകൊണ്ടിരിക്കും. നമ്മുടെ ചുറ്റുപാട് അതായത് നമ്മൾ ഇച്ചിരി ഇങ്ങനെ പറയാം, ചൂടുള്ള സ്ഥലത്തേക്ക് തണുത്ത കാറ്റ് വരും അല്ലെ? ഓക്കെ, അതെന്തുകൊണ്ടാ? എനർജി കുറഞ്ഞ ഭാഗത്തേക്കാണ് എനർജി കയറി വരിക. അതേപോലെ തന്നെ നമ്മൾ ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ സംഭവം മുഴുവൻ നമ്മുടെ മേലെ പ്രഷറായിട്ട് അനുഭവിക്കാം. ഇതിന്റെ മുകളിൽ നിൽക്കണം നമ്മൾ, അപ്പോഴേ നമുക്ക് ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ, മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ ചുറ്റുപാട്, സമൂഹം, നമ്മുടെ ഫാമിലി, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ അയൽവക്കക്കാര്, ഇവരൊക്കെ നമ്മുടെ മേലെ പ്രഷർ ഇട്ടുകൊണ്ടിരിക്കും. ഇന്ന് വൈകുന്നേരം എനിക്ക് കോൾ വന്നുള്ളൂ എന്റെ ഫാമിലിയിൽ നിന്ന്. ഇന്ന് വൈകുന്നേരം എന്നെ പ്രഷർ ചെയ്യാൻ വിളിച്ചതാ. ഞാൻ ഈ ഫോണിന് ലൗഡ് സ്പീക്കർ ഇട്ട് അപ്പത്തെ മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഇടയ്ക്ക് ഓ എന്ന് പറയും. ഞാൻ കേൾക്കില്ല. ചോദ്യം ഇത്ര വളരെ സിമ്പിളാണ്. നീ എന്തിനാണ് ബാംഗ്ലൂർ പോയിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നത്? നിനക്ക് വൈഫിനെയും കുട്ടികളെയും കൊണ്ടുപോയി കൂടെ? തുടങ്ങിയ ചോദ്യങ്ങളാ. ഇപ്പോഴല്ലേ ജീവിതം കിട്ടുള്ളൂ, ഇങ്ങനത്തെ തുടങ്ങിയല്ല. ഞാൻ അവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അവർക്ക് വേണ്ടി ജീവിക്കണമെങ്കിൽ എനിക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടതുണ്ട്. അവരത് ഓക്കെയാണ്. പിന്നെ എന്തിനാ ഇവർക്ക് ഇത്ര പ്രശ്നം? അത് നൈസായിട്ട് ഞാൻ പറഞ്ഞു കൊന്ന്, അത്രേ ഉള്ളൂ. പിന്നെ അതേപോലെ ഞാൻ ഫംഗ്ഷൻസിന് പോവാത്തതിനൊരു കാരണം, ഒന്ന് സമയത്തിന്റെ പ്രശ്നം, രണ്ടാമത് നമ്മൾ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ പറയുക എങ്ങനെയുണ്ട് നിന്റെ കച്ചവടമൊക്കെ, ഇപ്പൊ എങ്ങനെയൊക്കെയാ നടക്കേണ്ടത്, ആരൊക്കെയാ ഉള്ളത്, എനിക്കത് പറയാൻ താല്പര്യമില്ല. പിന്നെന്താ, എന്റെ ബിസിനസ് എന്താണെന്നും എന്റെ അനിയനോട് പറയില്ല. അനിയൻ ചോദിക്കും, അനിയൻ പറയും. അപ്പൊ ഇവിടെ ക്ലാസ്സിൽ ഉണ്ടാവും, ചിലപ്പോൾ ഇടയ്ക്കൊന്ന് കയറും. അവൻ പറയും, ഞാൻ ചോദിക്കുന്നില്ല, നീ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുക, എങ്ങനെയുണ്ട്, ഇടയ്ക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യും, നിന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുന്നു പറയും. അത്രേ ഉള്ളൂ. നമ്മൾ വഴി പോകുന്നവരുടെ മുഴുവനെ കച്ചവടം പറഞ്ഞിട്ട് കാര്യമില്ല. കച്ചവടം പറയേണ്ട ബിസിനസ്സുകാരനോടാണ്. അല്ലെങ്കിൽ എന്താ പറയുക, മറ്റുള്ളവരൊക്കെ ബുദ്ധിമുട്ടാ എന്ന് നിർത്തിക്കോ, എന്തിനാ അങ്ങനെ കഷ്ടപ്പെടണമെന്നാ പറയുക. ഇമോഷണലി അങ്ങ് തളർത്തുന്നല്ല പറഞ്ഞത്, നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവും. എന്തിന്? ബിസിനസ്സുകാരായിട്ടുള്ള ആൾക്കാരൊപ്പം കൂടും. എന്നിട്ട് മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന സംഭവമുണ്ട്. റിച്ച് പറ്റുവാണെങ്കിൽ നമ്മുടെ ഇതിന്റെ പേരുന്ന തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന ബുക്ക് വായിക്കും. തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ 13 വായിച്ചിട്ടുണ്ടോ? ഇല്ല, പേര് പറഞ്ഞ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. ഒന്ന് ചാറ്റിൽ ആരെങ്കിലും ഇട്ട് കൊടുക്കുക, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. ഓക്കെ, ആ ബുക്ക് വായിച്ച നെപ്പോളിയൻ ഹിൽസ് എന്ന് പറയുന്ന ഒരു വലിയ ആളെ, എനിക്ക് തോന്നുന്നു ഒരു 75-50 കൊല്ലം മുന്നേ എഴുതിയ ബുക്കാണ്. 70 കൊല്ലത്തിന്റെ മുന്നേ മുകളിലായിട്ടുള്ള ബുക്കാണ്. ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊന്നും എനിക്കത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് വായിക്കും. അതിൽ പറയുന്നുണ്ട് ബിസിനസ്സുകാരന്റെ 13 സ്വഭാവങ്ങൾ, കോടീശ്വരന്മാരാവന്റെ 13 സ്വഭാവങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ സാധനം ഡിസയറാണ്. ഡിസയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടക്കാനാവാത്ത ആവേശം എന്നാ, അല്ലെങ്കിൽ അട്ടിവയറ്റ് കത്തുന്ന ആവേശം എന്നാ, താല്പര്യം, ആഗ്രഹം. മനസ്സിലായില്ലേ? അത് ഉണ്ടായിക്കഴിഞ്ഞാൽ, മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അതേപോലെ തന്നെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. 13 കാര്യങ്ങൾ പറയുന്നുണ്ട് ബേസിക്. അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി വായിക്കാൻ മടിയുള്ള ആളാണെങ്കിൽ ചാറ്റ് GPT പോയിട്ട് എന്തൊക്കെയാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിന്റെ എന്താ പറയാ ചെറുരൂപം എന്ന് പറഞ്ഞാൽ അവർ അയച്ചു തരും. അതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടികൾ. ക്ലിയർ ആണ്? മുനീർ പറഞ്ഞ പോലെ ഫയർ ഉണ്ട്, കെടാതെ സൂക്ഷിക്കുക. അത് കെടാതെ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നല്ല എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിക്കണത് ഏതെങ്കിലും വെള്ളം ഒഴിക്കരുത്, എണ്ണ ഒഴിക്കേണ്ടത്. രണ്ടും ദ്രാവക രൂപ, കാണാനും ഒരുപോലെ ഇരിക്കും. കിട്ടിയാ പോയിന്റ്? കിട്ടിയാ? എവിടെ ആയിഷയുടെ വീട്? പൊന്നാനി. ഓക്കെ. ഫാഷൻ ഡിസൈനിങ് പഠിച്ച ആളാണോ? അതെ. ഒരു ഫാഷൻ ഡിസൈനർക്ക് മാസം എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കണക്കുണ്ടോ? എന്നെ സംബന്ധിച്ചിട്ട് 2 ലക്ഷത്തിലേറെ ഉണ്ടാക്കാം. ഒരു ഫാഷൻ ഡിസൈനർക്ക് 40 ലക്ഷം 50 ലക്ഷം റുപ്യ കൂളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. എന്റെ അടുത്ത് ഞാൻ അത്രയും 2 ലക്ഷത്തിന്റെ മേലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് മുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലാൻ ഉണ്ടാക്കണം. എന്റെ അടുത്ത് എനിക്ക് ക്ലയന്റ് ഉണ്ട്. ഓൺലി ആണെങ്കിൽ, അതായത് ഇപ്പോഴത്തെ ഈ ഒരു ഓൺലൈൻ
ടീച്ചിങ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലാത്തതിൽ ഇതിൽ ഞാൻ ഓൺലൈനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ടീച്ചിങ്ങും ഇതുപോലെ ഫാഷൻ ഡിസൈനിങ്ങും ഒക്കെ ആയിട്ട് 50 ലക്ഷം മേടിക്കുന്ന ക്ലയന്റ് എനിക്കുണ്ട് ഒരു മാസത്തില്. ഓ ഓ ഉണ്ടാക്കാം. അവര് 2 ലക്ഷം 1 ലക്ഷത്തിന് തുടങ്ങിയ ആൾക്കാരാണ്. ഒരു പ്ലാൻ ഉണ്ടാക്കണം, മിഷൻ ഉണ്ടാക്കണം, അതിനൊരു കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്താൽ മതി. അപ്പൊ ശരിയാണ് കേട്ടോ, കണക്ട് ചെയ്താൽ മതി. ഞാൻ സംസാരിക്കാം. ഞാൻ പകല് തിരക്കൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് മെസ്സേജ് അയക്കാതിരുന്നത്. യൂഷ്വലി എനിക്ക് മെസ്സേജ് വന്നാൽ ഞാൻ നല്ല രീതിയിൽ റിപ്ലൈ ചെയ്യുന്ന ആളാണ്. എനിക്കൂടെ ഇന്നലെ മെസ്സേജ് അയച്ചുകൊണ്ട് അല്ലേ? ഇന്നത്തെ മെസ്സേജ് ഇന്ന്. യെസ്. വേറെന്താ? താങ്ക് യു സരി, ബെസ്റ്റ് അഡ്വൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്. വേറൊന്നുമില്ലല്ലോ. അമീനെ വീട്ടിൽ കിടന്നൂല്ലേ? അതെ, സമയം 10:45. 10:40-45 കുഴപ്പമില്ല. ഞാനിങ്ങനെ കുറെ പഠിക്കാനൊക്കെ ഉണ്ട്. നാളെ രാവിലെ 6 മണിക്ക് ക്ലാസ് ഉണ്ട്. ഓക്കെ, 6 മണിക്ക് ക്ലാസ് ഉണ്ട് സാർ. എനിക്ക് 6 മണി ക്ലാസ് ആണ് കുറച്ചുകൂടി സൗകര്യം. എന്താ ചെയ്യണ്ടേ? കാശടക്കണം. അതിന്റെ പ്രൊസീജിയർ ഒക്കെ ഒന്ന് പറഞ്ഞുതരൂ. നമ്മൾ ബിസിനസ് കാറ്റലിസ്റ്റ് ഹബ് എന്നാണ് അതിന്റെ കമ്മ്യൂണിറ്റിയുടെ പേര്. നമുക്കൊരു ഏകദേശം 50ഓളം ആളുകൾ ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. 35 ആള് റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ കയറാറുണ്ട്. ചില ആളുകൾ റെക്കോർഡ് ക്ലാസ്സുകൾ മാത്രമേ കേൾക്കാറുള്ളൂ. നമ്മളിപ്പോ തുടങ്ങിയിട്ട് കഴിഞ്ഞ ജൂലൈ 1 തൊട്ട് തുടങ്ങിയതാണ്. നമ്മൾ 365 ദിവസമാണ് നമ്മൾ ഒരാൾക്ക് കൊടുക്കുക. ഒരാൾക്ക് 365 ദിവസമാണ് കൊടുക്കുക. 365 ഡേയ്സ് ആണ്. അതിന് നമ്മളിപ്പോ ചാർജ് 25,000 ആണ്, 25,000 രൂപയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവനവനിലുള്ള ഇൻവെസ്റ്റ്മെന്റ്. നാളെ എന്താ അമീന്റെ ബിസിനസ് എന്താ ഞാൻ ചോദിച്ചില്ല. ഫുട്വെയർ ബിസിനസ് ആണ്. ഫുട്വെയർ ആണ്. ഓക്കെ. നമ്മളിപ്പോ നാളത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ഫോഴ്സിനെ, നമ്മുടെ ഗ്രോത്ത്, ഇപ്പൊ എക്സ്പാൻഷൻ എന്നുള്ള പറയുന്ന സംഭവത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സ്കെയിലബിൾ കമ്പനി അടുത്ത ലെവലിൽ കൊണ്ടുപോകാനുള്ളത്. അപ്പൊ അതില് വർക്ക് ഫോഴ്സിനെ എങ്ങനെ, നമ്മുടെ ടീം ഉണ്ടല്ലോ, ആ ടീമിനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നാളത്തെ ക്ലാസ്. സാറിപ്പോ അനിൽ ബാലേന്ദ്രന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണില്ല? രാവിലത്തെ ക്ലാസ് ഒന്നുമില്ല. രാവിലത്തെ ക്ലാസ് വേറെ രീതിയിൽ ക്ലാസ്സുകളുണ്ട്. അനിൽ ബാലേന്ദ്രന്റെ മുകളിലുള്ള ആളെ പിടിച്ചു. അനിൽ ബാലേന്ദ്രന്റെ അടുത്ത് കിട്ടുന്നതിന്റെ കിട്ടി 3-3.5 വർഷം ഒപ്പായിരുന്നു. അടുത്ത ആളെ പിടിച്ചു, അതിന്റെ ടോപ്പിലും അനിൽ ബാലേന്ദ്രന്റെ മെന്ററെ പിടിച്ചു. വരെ നമ്മൾ വളരണ്ടേ? എല്ലാം ഒരാളടുത്ത് മാത്രം കേട്ടാൽ പോരല്ലോ. അനിൽ സാറാണ് നമ്മളെ ഏറ്റവും കൂടെ പ്രൊമോട്ട് ചെയ്യുന്നത്, മീൻസ് പ്രോത്സാഹിപ്പിക്കുന്നത്. എൻ്റെ ഒരു സ്റ്റാറ്റസ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ എന്നെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ഒപ്പം നിൽക്കുകയും ഓരോ ഇതിനും ഇത് തുടങ്ങിക്കോടാ എന്ന് പറഞ്ഞത് അനിൽ സാറാണ് കാര്യമായിട്ട്. ഇനി അതിലൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ആക്ച്വലി ഒരു കരിയർ കൺസൾട്ടന്റ് ആയിരുന്നു. ബേസിക്കലി കോളേജുകളൊക്കെ പോയി ക്ലാസ് എടുത്ത് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. കാരണം എഡ്യൂക്കേഷൻ ആയിരുന്നു എൻ്റെ ഏരിയ. ഇതുപോലെ ഷിബുബായ് അടക്കമുള്ള ഒരു വലിയ ഹാളിൽ വെച്ചിട്ട് 100-300ഓളം ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് തൊട്ടിട്ട് പറഞ്ഞു, 1000-2000 മേടിച്ചിട്ട് നടന്നാൽ മതിയോ, നീ നിനക്ക് കഴിവുള്ള സാധനത്തിലേക്ക് ഇറങ്ങുക, സെയിൽസിലേക്ക് ഇറങ്ങുന്നു പറഞ്ഞു. അന്ന് മുതൽ ഞാൻ കരിയർ കൺസൾട്ടിങ് ചെയ്തിട്ടില്ല. അതൊരു തീരുമാനമായിരുന്നു. നേരത്തെ പറഞ്ഞില്ലേ മുനീർ ഭായ്, ഡിസിഷൻ. അന്ന് ചെയ്തു. എൻ്റെ അമ്മ ചോദിക്കും, ഒരു 50,000 രൂപ ശമ്പളം കിട്ടുന്ന ജോലിയൊക്കെ ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണ ചോദ്യം. ഞാൻ രാവിലെ 1 മണിക്കൂർ ക്ലാസ് എടുത്തിട്ട് എനിക്ക് 50,000 കിട്ടും. പിന്നെ എന്തിനാ ഞാൻ അതിന് പോകുന്നത്? രാവിലെ 1 മണിക്കൂർ മാത്രം എടുത്താൽ. ഞാനൊരു സെപ്റ്റംബർ ഓണം കഴിഞ്ഞ സമയത്ത് ഞാൻ ഡെങ്കിപ്പനി വന്നിട്ട്, ഇപ്പൊ അടുത്ത് വീണ്ടും വന്നു. ഡെങ്കിപ്പനി വന്നിട്ട് ഭയങ്കര ഡൗൺ ആയിപ്പോയി. അറിയാലോ, ഭയങ്കര ടയേർഡായിരിക്കും. അന്ന് ഈ രാവിലത്തെ ക്ലാസ് മാത്രമേ ഉള്ളൂ. ജീവിക്കാനുള്ള കാശ് അവിടെ നിന്ന് കിട്ടും. പിന്നെ ഐഷ പറഞ്ഞ പോലെ 2 ലക്ഷം എന്നല്ല, കൂടുതൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. അടുത്ത് യൂസ് ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി. ഞാൻ ഒരിക്കലും അദ്ദേഹം ഉണ്ടാക്കിയെന്ന് പറയാം, ഈ യൂസ് ദ ഓപ്പർച്യൂണിറ്റി അത്രേ പറയൂ. പിന്നെ കൃത്യമായിട്ട് ചേഞ്ച് ചെയ്ത് ഏതിനും ധൈര്യത്തോടെ നേരിട്ടു, ഏത് പ്രശ്നത്തിനെയും ഏത് കാര്യത്തിനും. അതൊക്കെയാണ് അതാണ് പറഞ്ഞത്. അവര് നമുക്ക് കാണിച്ചു തരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ, അതാണ് മെന്റർ. ഞാൻ രാവിലെ കടന്നുറങ്ങിയിട്ട് ആയിഷയോട് പറയാണ് നീ അത് ചെയ്യണം എന്ന് പറയാണ്, അല്ലെങ്കിൽ ഞാൻ ഒന്നും ചെയ്യാണ്ട് എന്താ പറയാ ആയിഷയോട് പറയുകയാണെങ്കിൽ ആയിഷ കേൾക്കില്ല അല്ലേ? ഒരു കോച്ച്, ഫുട്ബോൾ കോച്ച് ഒരിക്കലും ഫുട്ബോൾ കളിക്കാത്തവനല്ലല്ലോ.
അവന് പറഞ്ഞു കൊടുക്കാൻ പറ്റണ്ടേ, അത്രേ ഉള്ളൂ. അതാണ് കോച്ച്. അപ്പൊ എങ്ങനെയാ കുറെ പേര് ഞാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ എനിക്ക് എന്തായാലും സന്തോഷമുണ്ട്. കുറെ പേര് ലോഗ് ഔട്ട് ചെയ്യാതിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇതുപോലെ ചോദ്യങ്ങൾ ചോദിക്കാം, അതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് തരാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോ ഗുഡ് നൈറ്റ്.